വെൽക്കം ടു ഇലാൻസ് ട്യൂഷൻ. ഞാൻ നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് യെസ്, എല്ലാവരും എവിടെ? എബിനാണ് ആദ്യം വന്നിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് പോയിട്ടുള്ളത്. ഹലോ എന്ന് പറഞ്ഞിട്ട്. എബിൻ എവിടെ പോയി? മാക്സിമം ഫ്രണ്ട്സിനെയും കൂട്ടി വരിക. നമുക്ക് ലൈവ് നല്ല ആക്റ്റീവ് ആക്കണം. അതിന് മുന്നേ ഞാൻ എല്ലാവരുടെ അടുത്തും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഹൗ വാസ് യുവർ എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നു? അതൊന്ന് അപ്ഡേറ്റ് ചെയ്തേ. അതിനുശേഷം ആ ഒരു ഇതും കഴിഞ്ഞിട്ട് പോയതിന് ശേഷം ആരെയും ഒന്നും കണ്ടില്ല. പ്ലീസ് ഡു ലെറ്റ് മീ നോ അബൌട്ട് യുവർ എക്സാം. ഓക്കെ, യെസ്. എവിടെ മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനെ കൂട്ടിക്കൊണ്ട് വരിക. കാരണം നമ്മുടെ എക്സാമിങ് മോഡൽ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കൊരു ചെറിയ ഐഡിയ ഒക്കെ കിട്ടി കാണുമല്ലോ അല്ലേ, എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ. എബിൻ, ഹൗ വാസ് യുവർ എക്സാം? എബിൻ ഒന്ന് പറഞ്ഞേ, എങ്ങനെയുണ്ടായിരുന്നു? ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അല്ലേ, ലൈവ് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഐ ക്യാൻ പ്രൊവൈഡ് യു വിത്ത് ഇനഫ് മെറ്റീരിയൽസ് ബട്ട് യു ഷുഡ് റീഡ് ദ ടെക്സ്റ്റ് ബുക്ക്, ഇറ്റ്സ് എ മസ്റ്റ് തിങ് എന്ന് ഞാൻ എത്ര വട്ടം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എത്ര പേര് ആ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ട്? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ടെക്സ്റ്റ് ചെയ്യുന്ന അതേപോലെ ക്വസ്റ്റ്യൻസ് വന്നത് കണ്ടോ? ടെക്സ്റ്റ് ചെയ്യുന്ന ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം ഇട്ട് തന്നിട്ട് ചിലപ്പം എന്താണ് 65+ ഷുവർ, മോർ ദാൻ ആവറേജ്. ഓക്കെ, വെരി ഗുഡ്. യെസ്, പക്ഷേ 65+ ഷുവർ മാത്രമൊന്നും പോരാ കേട്ടോ. നമുക്ക് അങ്ങോട്ട് മാക്സിമം ഇനി അങ്ങോട്ട് കിട്ടാനില്ലാത്ത രീതിയിൽ നമുക്ക് ആക്കണം. എന്തായാലും എങ്ങനെയുണ്ടായിരുന്നു? ആ ടെക്സ്റ്റ് വായിക്കണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ആഫ്റ്റർ ദി മോഡൽ എക്സാം എങ്കിലും മനസ്സിലായോ? യൂഷ്വലി നമ്മൾ സ്ഥിരം കാണുന്ന കുറച്ച് ക്ലീഷേ ക്വസ്റ്റ്യൻസിൽ നിന്ന് മാറിയിട്ട് ആസ് യൂഷ്വൽ മിസ് എപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ട് എല്ലാ ദിവസവും അല്ല, എല്ലാ ലൈവ് ക്ലാസ്സിലും മിസ് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടേതായ രീതിയിൽ ടെക്സ്റ്റ് വായിച്ചിട്ട് അതിൽ നിന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റ് ഓർത്ത് വെക്കണം എന്നുള്ളത്. അത് അതേപോലെ വന്നത് കണ്ടിരുന്നു. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു? സീകളിൻ്റെ സ്റ്റോറിയിൽ നിന്ന് തുടങ്ങിയിട്ട് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അങ്ങനെ അല്ലേ? സോ ഇങ്ങനെയെങ്കിലും എക്സാമിന് മുന്നേ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി. അത് മാത്രമല്ല, പല രീതിയിലും ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷ് കോമൺ ജനറൽ ക്വസ്റ്റ്യൻസും ഒരുപാട് ചോദിച്ചിരുന്ന ഒരു മോഡൽ എക്സാം പേപ്പർ ആയിരുന്നു അത്. എനിവേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇനിയുള്ളത് എന്താണ്? ഇനി നമുക്ക് തീരെ ഒട്ടും സമയം കളയാനില്ല. കാരണം മെയിൻ എക്സാം ആണ് ഇനി നമ്മുടെ മുന്നിൽ കിടക്കുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിലുള്ള പോസിബിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ എന്തൊക്കെയാണ് ഒന്നാമതേ കണ്ടുപിടിക്കണം. നമ്മൾ എന്നിട്ട് എന്താണ് എക്സ്പെക്ട് ചെയ്തിട്ട് ഫുൾ റെഡി ആയിട്ട് ഏതൊക്കെ രീതിയിലും ജനറൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അതെല്ലാം ടെക്സ്റ്റിൻ്റെ ഏത് മൂലയെന്ന് ചോദിച്ചാലും വി വുഡ് ബി ഏബിൾ ടു റൈറ്റ് ദാറ്റ് ആൻസർ. ആ ഒരു രീതിയിൽ നമുക്ക് സെറ്റ് ആക്കിയിട്ട് വേണം ഇനിയുള്ള എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. സോ എല്ലാവരിലേക്കും എത്തിക്കുക കേട്ടോ. ആൻഡ് പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന മക്കളുടെ അടുത്ത് പറയുകയാണ്, ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് യൂസ് ചെയ്ത് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള മെറ്റീരിയൽസ് ഇംഗ്ലീഷിൻ്റെ മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടുന്ന ടീം ഇലാൻസിൻ്റെ ഫുൾ ബാക്കപ്പ് സപ്പോർട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ലൈവിലേക്ക് എല്ലാവരും വരിക. ആൻഡ് ക്ലാസ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇനി സമയം കളയണ്ട അല്ലേ? എബിൻ, ആർ യു റെഡി ഫോർ ദ ക്ലാസ്? യെസ്. സോ ഇവിടെ ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ ആണ്. ചാപ്റ്റർ വൈസ് സമ്മറിയുടെ ഒക്കെ കാലം കഴിഞ്ഞു. അത് നമ്മൾ മാക്സിമം എത്രത്തോളം ഏതൊക്കെ രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? ചാപ്റ്റർ വൈസ് സമ്മറി അതേപോലെ ഡിസ്കസ് ചെയ്തതാണ്. ചാപ്റ്ററിൽ ഇനി എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് വറീഡ് അല്ലാന്ന് തോന്നുന്നു. അത്രമാത്രം നമ്മൾ കവർ ചെയ്തതാണ്. ഇനി എന്താണ് വേണ്ടത്? ഓരോ ചാപ്റ്റർ എടുക്കുക, ആ ചാപ്റ്ററിൽ നിന്ന് വരാൻ പറ്റുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് പ്ലസ് ആൻസേഴ്സ്, അതിൻ്റെ ഫോമാറ്റ് വേണ്ടുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് കൂടെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് കേട്ടോ. യെസ്, ഇവിടെ നോക്കിക്കേ, ഒരു ക്വസ്റ്റ്യൻ ആണ്. കാണാലോ, എല്ലാം ക്ലിയർ ആണല്ലോ അല്ലേ? യെസ്. There were white wires hanging down from their ears or tucked into pockets, purses or jackets. The eyes were a little vacant. Each was in his or her own musical world. Looking at iPod people, Andrew Sullivan commented like this in his essay, Is Society Dead? You would like to post a similar comment on your social networking site. Draft the comment about the new generation who has become addicted to mobile phones and such gadgets. ഇത് ടെക്സ്റ്റിൻ ആണോ എന്ന് ചോദിച്ചാൽ yes, it is from the textbook. പക്ഷേ ഇത് ജനറൽ ആണോ എന്ന് ചോദിച്ചാൽ 100% sure it's a general question. നോക്കിക്കേ, ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? There were white wires, what Andrew Sullivan എന്തായിരുന്നു when he was roaming around the city എന്നുള്ളത് ഫസ്റ്റ് പാരഗ്രാഫ് ഫസ്റ്റ് ഒരു സെക്ഷനിൽ തന്നിട്ടുണ്ട്. And we know the fact that it is the essay is society dead അല്ലേ? എവിടെ? യെസ്, കാണുന്നുണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? യെസ്.
Is society dead എന്നുള്ള essay ആണ്, and who wrote that essay? Andrew Sullivan ആണ്, and it's mainly talking about എന്താണ് iPod peopleനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ജനറൽ ഐഡിയ ഈ ഒരു ഫേസിൽ കിട്ടി. ബട്ട് വാട്ട് ഈസ് യുവർ ഡ്യൂട്ടി? നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? യു വുഡ് ലൈക്ക് ടു പോസ്റ്റ്, അത് ഈ ഒരു ഭാഗത്തു നിന്നാണ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ലൈക്ക് യു ഹാവ് ടു കമന്റ് ഓൺ യുവർ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്, ഡ്രാഫ്റ്റ് ദി കമന്റ് അബൌട്ട് ദ ന്യൂ ജനറേഷൻ who has become addicted to mobile phones and such gadgets. ഇപ്പോൾ നമ്മുടെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം അല്ലേ, എല്ലാവരും they all are so much involved into this particular box called mobile phones അല്ലെങ്കിൽ iPod. അതുകൊണ്ട് തന്നെ iPod generation എന്നാണ് വിളിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു കമന്റ്. സോ if we ask the question, is that a general question? Yes, it's a general question, but it has some connection related to the chapter that we have already learned. And what's that chapter? Is Society Dead, an essay by Andrew Sullivan. So ഇങ്ങനെ ആയിരിക്കും ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ചാപ്റ്ററുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ 101% ഉണ്ട്. പക്ഷെ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? അതിൻ്റെ സമ്മറി ആണോ എഴുതേണ്ടത്? ഇതിൽ ആൻഡ്രൂ സെലിവൻ എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയാൽ ഇതിന് ആൻസർ കിട്ടുമോ? ഇല്ല. സോ കണക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇനി മുതൽ ആൻസേഴ്സ് എഴുതാൻ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്ലീസ് ഡു എക്സ്പെക്ട്. ഇങ്ങനത്തെ എക്സ്പെക്റ്റ് ചെയ്ത് വേണം പോവാൻ, അത് പ്രാക്ടീസ് ചെയ്ത് വേണം പോവാൻ. സോ നിങ്ങളുടെ നെറ്റ്വർക്കിംഗ് സൈറ്റിൽ നിങ്ങളുടേതായ ഇതെങ്ങനെയാണോ ആൻഡ്രൂ സെൽവൻ ഒരു കമൻറ്റ് നടത്തിയത് അതേപോലെ ഒരു കമൻറ്റ് പാസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ അശ്വിൻ, ഗുഡ് ഈവനിങ് അശ്വിൻ, ഗുഡ് ഈവനിങ്. ഹൗ വാസ് യുവർ മോഡൽ എക്സാം അശ്വിൻ? അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങിക്കേ. ആൻഡ് എവിടെ ബാക്കി ഫ്രണ്ട്സൊക്കെ എവിടെ? നമ്മുടെ സ്ഥിരം ടീം എവിടെ? എല്ലാവരും മിസ്സിംഗ് ആണല്ലോ. ഒരു കാര്യം പറയട്ടെ, 7 o'clock നിങ്ങളുടെ മനസ്സിലെങ്കിൽ അല്ല, 6:30 PM ഇനി നമ്മൾ എന്താണ് മാരത്തോൺ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഒരുപാട് നമുക്ക് അവിടേക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടാകും. അപ്പോൾ ലേറ്റ് നൈറ്റ് ആക്കി നിങ്ങളുടെ ഉറക്കമൊന്നും കളയുന്നില്ല. കുറച്ച് നേരത്തെ നല്ല ഉഷാറായിട്ട് പഠിച്ച് വളരെ സെറ്റായിട്ട് പഠിച്ചതിന് ശേഷം സുഖമായിട്ട് കിടന്നുറങ്ങാം അല്ലേ? സോ യെസ്, ഹൗ വാസ് യുവർ എക്സാം അശ്വിൻ? എവിടെ പോയോ? വേഗം. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഏതൊക്കെ പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നുള്ളത് നോക്കുകയാണെങ്കിൽ, people often get absorbed in their smartphones while walking, ignoring their surroundings. ഇത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മുടെ ചുറ്റുപാടും മറന്നിട്ടാണ് പലപ്പോഴും നമ്മൾ നടക്കുന്നത് അല്ലേ? They even forget about the surroundings, the people around them. They forget all such things. And what do? They get involved അല്ലേ? അവരുടെ ആ ഒരു ഫോണിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. This behavior called distracted walking can lead to accidents. ഇതുപോലെയുള്ള പരിസര ബോധം മറന്നിട്ടുള്ള ആ ഒരു നടത്തം പലതരത്തിലുള്ള ആക്സിഡൻസിലേക്കും വഴി തെളിയിക്കാം. ഇവിടെ മിസ് മൊബൈൽ സോംബി എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ? ഈ ഒരു വേർഡ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ന്യൂസ് പേപ്പർ വായിക്കുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും. കാരണം റീസെൻ്റ്ലി അപ്രോക്സിമേറ്റ്ലി 2 weeks ബിഫോർ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ എന്നുള്ളൊരു മെട്രോ സിറ്റിയിൽ ദ ഗവൺമെൻറ് ഇഷ്യൂഡ് എ ന്യൂ നോട്ടീസ് ബോർഡ് കോൾഡ് സോംബി, ബിവെയർ ഓഫ് സോംബി. എന്താണ് ഈ സോംബി എന്ന് പറയുന്നത്? മൊബൈൽ സോംബീസിനെ ബിവെയർ ഓഫ് മൊബൈൽ സോംബി എന്നാണ് പറയുന്നത്. കാരണം എല്ലാവരും മെട്രോ സിറ്റിയിൽ എല്ലാവരും ഈ ഒരു ഫോണിൽ നോക്കിയിട്ടാണ് നടത്തവും എടുത്തും ജോലിയും ഒക്കെ ചെയ്യുന്നത്. സോ വണ്ടി ഓടിക്കുന്നവർ അവരെ ശ്രദ്ധിക്കുക എന്നൊരു വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. സോ ഇങ്ങനെ ഒരു ജനറൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻസിഡൻസും കൂടെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്തിട്ട് എഴുതാനായിട്ട് പറ്റും. അങ്ങനെ എഴുതുന്നതിലൂടെ എന്താണ് അഡ്വാൻറ്റേജ്? നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു പോയിന്റ് കിട്ടി. എല്ലാവരും സെയിം സമ്മറി മഗപ്പ് ചെയ്തിട്ട് കൊണ്ടുപോയി എഴുതി വെക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇതേപോലുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ട് ജനറൽ അവയർനെസ് ക്ലാസ് പോലെ അല്ലെങ്കിൽ ഓൾറെഡി സൊസൈറ്റിയിലുള്ള ന്യൂസ് വെച്ചിട്ട് റിലേറ്റ് ചെയ്ത് എഴുതുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഇതൊരു എക്സാമ്പിളായിട്ട് മിസ് തന്നതാണ് കേട്ടോ. അശ്വിൻ നല്ല മാർക്സ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ എം ഹാപ്പി ഫോർ യു അശ്വിൻ. നമുക്ക് ഇതിനേക്കാൾ ഉഷാറാകണം അല്ല? എത്ര മാർക്ക് കിട്ടിയെങ്കിലും അതിൻ്റെ ഡബിൾ അല്ലെങ്കിൽ ഫുൾ മാർക്ക് വേണം നമുക്ക് എന്ത് പബ്ലിക് എക്സാമിന് വാങ്ങാൻ വേണ്ടിയിട്ട്. സോ ഓക്കെ, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ക്ലാസ്സസ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. സോ യെസ്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ദെൻ rather than judging, it's important to understand they are focused on their phones. നമ്മൾ അവരെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് അവരൊട്ടും തന്നെ കോൺഷ്യസ് അല്ല. ഇവരുടെ ഫോണിൽ ഇൻവോൾവ് ആയിട്ട് മദ്യം മറന്ന് നടക്കുകയാണ്. സോ there is no point in judging them. Okay, then society should raise awareness about the dangers and promote mindfulness. So society should be aware about all such things. Witnessing this highlights the impact of technology and the need for balance.
ആൻഡ് എന്താണ് പറയുന്നത്, ഇതുപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വി ഷുഡ് മേക്ക് യൂസ് ഓഫ് ദിസ് ടെക്നോളജി ഇൻ എ പോസിറ്റീവ് വേ. അല്ലേ, നമ്മൾ എന്താണ് കമൻറ്റ് പറയാനാണ് പറയുന്നത്. സോ എന്താണ് ജനറൽ സിറ്റുവേഷൻ, അതിൻ്റെ നെഗറ്റീവ്സ് എന്തൊക്കെയാണ്, ആൻഡ് അതിൻ്റെ പോസിറ്റീവ്സ് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് ഹൗ ക്യാൻ വി ടാക്കിൾ ഇഫ് വി ആർ ഫേസിങ് സച്ച് എ പ്രോബ്ലം എന്നുള്ളതും കൂടെ ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു കമൻറ്റ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, യെസ്, വിറ്റ്നസിങ് ദിസ് ഹൈലൈറ്റ്സ്. സോ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്, ദ ഇമ്പാക്ട് ഓഫ് ടെക്നോളജി ഇൻ ദ കണ്ടംപററി സൊസൈറ്റി ആൻഡ് ദ നീഡ് ഫോർ ബാലൻസ്. സോ വി നോ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇഫ് യു ആർ യൂസിങ് ഇറ്റ് ഫോർ ദി ഗുഡ്, എന്താണ് നല്ലത് മാത്രമുള്ളതും നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് അതേപോലുള്ള സംഭവങ്ങളുള്ളതാണ്. സോ വാട്ട് വി നീഡ് ഇസ് ദ ബാലൻസ് ബിറ്റ്വീൻ ഡിസഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ആ ഒരു രീതിയിൽ ജനറൽ പോയിന്റ് ഓഫ് വ്യൂ വേണം എഴുതാൻ. ടോപ്പിക് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ടൈപ്പ് ആണോ അതല്ല ശരിക്കും ടെക്സ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളത്. ജനറൽ ടോപ്പിക് ആണെങ്കിൽ നിങ്ങൾ അത്രമാത്രം ജനറൽ പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, യെസ്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ചാണ് തന്നിരിക്കുന്നത്, ഗ്രാമറിൻ്റെ സെക്ഷനാണ് തന്നിട്ടുള്ളത്. On seeing his friends Ivan and Birkin, Alokin made the following comments. Report the dialogue. Direct speech തന്നിട്ടുണ്ട്, അത് റിപ്പോർട്ടഡ് ഫോമാറ്റിലേക്ക് മാറ്റണം. റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 rules ഓർമ്മയുണ്ടോ? കാര്യമായിട്ട് നമ്മൾ പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? ഏതൊക്കെയാണ് ആ റൂൾസ്? ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് ആഡ് എ റിപ്പോർട്ടിംഗ് വെർബ് ക്ലോസ് ആഡ് ചെയ്യണം. ഇഫ്, വെദർ, ദാറ്റ് ഒക്കെ വെച്ചിട്ട് പറയുന്നത് അത് നമ്മൾ ആഡ് ചെയ്യണം. സെക്കൻഡ് വൺ ഇസ് ദാറ്റ് ബാക്ക് ഷിഫ്റ്റ് ദ ടെൻസസ്, അല്ലേ, ഏത് ടെൻസിലാണോ ഉള്ളത് അതിന് ജസ്റ്റ് 1 tense ബാക്കിലേക്ക് പോവുക. ആൻഡ് ദ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? ചേഞ്ച് ദ പ്രൊനൗൺ. ഐ ആണെങ്കിൽ ഹി ഓ ഷീ, അല്ലെ, അങ്ങനെയുള്ള രീതിയിൽ പ്രൊനൗൺസ് മാറ്റുക. ഈ 3 റൂൾസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അശ്വിൻ എന്താണ് മിസ് എന്ന് വിളിച്ചത്? എന്താണ് അശ്വിൻ? യെസ്, എന്താ മോനെ, എന്താ വേണ്ട, ഡൗട്ട്സ് ഉണ്ടോ? വേഗം പറഞ്ഞോളൂ. അപ്പോൾ തന്നേക്കുന്ന നോട്ട് ഏതാണ്? യു cannot imagine how glad I am to see you, gentlemen, said Alokin, coming after them into the hall. Palegua, he said to the maid, give my friends a change of clothes. Then walking to the bathing shed, he asked, wouldn't you like to come to the bathing shed? So, എന്താണ് പറയുന്നത്? Coming after them into the hall, Alokin said. ഹോളിൽ നിന്ന് കടന്നു വരുമ്പോഴത്തേക്കും അലോക്കിൻ പറയുകയാണ്, ആരുടെ അടുത്ത്? ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുകയാണ്, യു cannot imagine how glad I am, അല്ലേ, to see you, നിങ്ങളെ രണ്ടുപേരെയും കാണാനായിട്ട് എത്രത്തോളം സന്തോഷവാനാണ് ഞാൻ എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. സോ എവിടെയാണ് ഈ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? കമ്മിങ് ആഫ്റ്റർ ദം ഇൻ ടു ദ ഹോൾ, റൈറ്റ്? ആ സെൻറ്റൻസ് എങ്ങനെയാണ് അവസാനിക്കുന്നതെന്ന് നോക്കിയിട്ട് അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഇസ് അപ് ടു യു, ലൈക്ക് കോമൺ ലോജിക് ആണ്. കമ്മിങ് ആഫ്റ്റർ ദം ഇൻ ടു ദ ഹോൾ, coming Ashwin, coming. Alokin said, okay, Alokin said that. Reporting verb നമ്മൾ ആഡ് ചെയ്തു. ഇനി ചെക്ക് ചെയ്യേണ്ടത് 2 റൂൾസ് ആണ്. പ്രൊനൗൺസ് ചേഞ്ച് ചെയ്യുക, അതേപോലെ തന്നെ ബാക്ക് ഷിഫ്റ്റ് ദ ടെൻസസ് എന്ന് പറയുന്നത്. യു cannot imagine how glad I am to see you. That they cannot imagine. യു എന്നുള്ളത് എന്താണ്? അവരാണല്ലേ, അലോക്കിനും ഇവാനും ബർക്കിനും ആണ്. സോ they cannot imagine how glad he was to see them, അല്ലേ? You cannot imagine how glad he was to see them, gentlemen എന്നാണ് പറയുന്നത്. Then Palegua, he said to the maid, give my friends a change of clothes. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? Then he asked Palegua, എന്താണ് പറയുന്നത്? give my friends. give, my എന്നുള്ളത് എന്തായി മാറും? his or her ആയി മാറും. ഇവിടെ ഇവാനും ബർക്കിനുമാണ്. സോ എന്താണ്? his, them ആയി, അല്ലേ? give my friends a change of clothes എന്നുള്ളത്. give his friends a change of clothes. Then walking to the bathing shed, he asked, wouldn't you like to come to the bathing shed? Answer correct ആയിട്ട് വരികയാണെങ്കിൽ coming after Ivan and walking into the hole, Alokin told them that they could not imagine how glad he was to see them. He told Palegua, the maid, to give his friends a change of clothes. Then walking to the bathing shed, he asked them whether they wouldn't like to go to the bathing shed. പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരുപാട് തവണ നമ്മൾ എക്സസൈസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. 3 റൂൾസ് മെയിൻലി നിങ്ങൾ ചെക്ക് ചെയ്യുക. ബാക്ക് ഷിഫ്റ്റ് ടെൻസസ് മാറുന്നുണ്ടോ? പ്രസന്റ് ആണെങ്കിൽ പാസ്റ്റ്, പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ്, ഈ രീതിയിൽ ജസ്റ്റ് ബാക്ക് ഷിഫ്റ്റ് 1 tense. ആൻഡ് അടുത്തത് ചേഞ്ച് ദ പ്രൊനൗൺ, ഐ ആണെങ്കിൽ യു ആണെങ്കിൽ ഹി, അങ്ങനെയൊക്കെ പറയുന്നത്. ദെൻ വിൽ, വുഡ്, ക്യാൻ, കുഡ്, അതേപോലുള്ള ചേഞ്ചസ് നോക്കുക. ദെൻ ആഡ് ദാറ്റ്
reporting verb clues, that is if, whether, asked, etc. ഈ 3 റൂൾസ് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അശ്വിൻ ചോദിച്ചിട്ടുണ്ട് ഗൂസ്ബെറീസിൽ നിന്ന് പാരഗ്രാഫ് റൈറ്റിംഗ് വരുമോ? പാരഗ്രാഫ് റൈറ്റിംഗ് ഏത് ചാപ്റ്ററിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അത് മാത്രമല്ല പോയത്തിന് വേണമെങ്കിലും ചോദിക്കാം. ഒരു ചെറിയ തീം തന്നിട്ട് ഹൗ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ പോയം ദാറ്റ് യു ഹാവ് ലേൺ, റൈറ്റ് ഇറ്റ് ഇൻ എ പാരഗ്രാഫ്. നറേഷൻ, പാരഗ്രാഫ് റൈറ്റിംഗ്, റൈറ്റ് അപ്പ് എന്നൊക്കെ രീതിയിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത് ഓർമ്മയുണ്ടായിരുന്നോ? സോ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും എക്സ്പെക്ട് ചെയ്തേക്കാം ഓരോ തരത്തിലുള്ള ഇങ്ങനത്തെ ജനറൽ ക്വസ്റ്റ്യൻസ്, ഒരു നറേഷൻ അല്ലെങ്കിൽ ഒരു റൈറ്റ് അപ്പ് അല്ലെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് യുവർ ലൈഫ് എക്സ്പീരിയൻസ് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഇന്ന ചാപ്റ്ററിൽ നിന്ന് ആ ഒരു ക്വസ്റ്റ്യൻ വരുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ലാംഗ്വേജ് പേപ്പർ ആണ് അല്ലേ. യു കുഡ് കണക്ട് ഇറ്റ് ഇൻ സോ മെനി ഡിഫറെൻറ്റ് വേസ്. ഓക്കെ, യെസ്, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. Bring out the message of the lines from the poem If by Rudyard Kipling. If we can bear to hear the truth you have spoken, twisted by knaves to make a trap for fools, or watch the things you gave your life to broken and stoop to build them with worn out tools, you will be a man, my son. If എന്ന് പറയുന്നത് നമുക്ക് എന്താണ് വളരെ ഒരുപാട് ഉപദേശങ്ങൾ തരുന്ന ഒരെണ്ണമാണ് അല്ലേ. എന്തൊക്കെയാണ് മോട്ടിവേഷൻ പ്ലസ് എന്താണ് ഉപദേശങ്ങൾ തരുന്ന ഒരു പോയായിരുന്നു റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ ഇഫ് എന്ന് പറയുന്നത്. ഒരുപാട് വളരെയധികം സക്സസ് കിട്ടിയാൽ അതിൽ മതിമറന്ന് ജീവിക്കരുത്. അതേപോലെ സക്സസ് ഫെയിലിയർ വരികയാണെങ്കിൽ നെവർ ഗീവ് അപ്പ് എന്നുള്ളൊരു മെസ്സേജ് പ്രൊവൈഡ് ചെയ്ത പോയായിരുന്നു ഇഫ് ബൈ റുഡ്യാർഡ് കിപ്ലിംഗ്. ഇവിടെ പറയുന്നത് എന്താണ്, നിങ്ങൾ പറയുന്ന വാക്കുകൾ വളച്ചൊടിച്ച് അത് മിസ്ഇൻ്റർപ്രിറ്റേറ്റ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ് നിങ്ങളുടെ ചുറ്റും. പക്ഷേ അതിൽ നിങ്ങൾ നിങ്ങളുടെ ഓണസ്റ്റിയെ ഒരിക്കലും എന്താണ് ഡൗട്ട് ചെയ്യരുത്. നിങ്ങൾ ഡ്രീം ചെയ്യണം അല്ലേ. ഇമ്പോർട്ടൻസ് ഓഫ് ഡ്രീം നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഇഫ് ഐ കുഡ് ഫ്ലൈ അത് പറയുന്നത് ഐ വിൽ ഫ്ലൈയിൽ പറയുന്നത് പോലെ ഡ്രീം ചെയ്യുക തന്നെ വേണം. പക്ഷേ അതിൽ ഒരുപാട് കോൺഫിഡൻ്റ് ആയി മാറരുത്. കാരണം എന്താണ്, നിങ്ങൾ അറഗൻ്റായി മാറും. പക്ഷെ അതിൽ ഒരുപാട് ഡൗട്ട്ഫുള്ളായി മാറരുത്. കാരണം എന്താണ്, നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലാതെ ആകും. ഇതുപോലെയുള്ള കാര്യങ്ങൾ നിനക്ക് നിൻ്റെ മനസ്സിൽ ഓർത്ത് വെക്കാൻ സാധിച്ചാൽ എൻ്റെ പൊന്നു കുഞ്ഞേ നീ നല്ലൊരു മനുഷ്യനാകും എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലായിരുന്നോ? ഈ ഒരു പോയം നമ്മൾ പഠിച്ചതൊക്കെ ഓർമ്മയില്ലേ? സോ ഇതിൽ ബ്രിങ് ഔട്ട് ദ മെസ്സേജ് ഓഫ് ദ ഇതെന്നാണ് പറയുന്നത്. നോക്കിക്കേ, ഇതെന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് അല്ലേ. അശ്വിൻ, ഈ ഒരു ഇഫ് പോയത്തിലെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി എ പാരഗ്രാഫ് റൈറ്റിംഗ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് പല രീതിയിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എങ്ങനെ എഴുതാം? The poem message ആണ് ചോദിക്കുന്നത്. This poem advises us to stay strong even if others twist our words or doubt our honesty. നിങ്ങളുടെ കാരണം നമ്മൾക്ക് നല്ലത് വരണം, അവർക്ക് നല്ലതേ വരൂ എന്നുള്ള ആഗ്രഹിക്കുന്ന നല്ലവരായ മനുഷ്യരല്ല നമ്മുടെ ചുറ്റുമുള്ളത്. So we should be aware about all such things too. So if others twist or they misinterpret our words, it's not our fault, it's their fault. Try to accept that fact and move forward. It's your life, never give up എന്നുള്ളൊരു മെസ്സേജ് അല്ലേ. ഇറ്റ് സജസ്റ്റ് ബീയിങ് പേഷ്യൻ്റ് ആൻഡ് ഓണസ്റ്റ് ആൻഡ് നോട്ട് ലെറ്റിംഗ് ഡ്രീംസ് കൺട്രോൾ എസ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് ഡോണ്ട് ലെറ്റ് യുവർ ഡ്രീംസ് കൺട്രോൾ യു. ഡ്രീംസ് ഉള്ളത് നല്ലതാണ്, ഡ്രീംസ് വേണം, പക്ഷേ ഇറ്റ് ഷുഡ് നെവർ കൺട്രോൾ യു. യു ഷുഡ് കൺട്രോൾ യുവർ ഡ്രീംസ്. നിങ്ങളുടെ ഡ്രീം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് കൺട്രോൾ ചെയ്യേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ ഡ്രീംസ് വേണം എന്ന് പറഞ്ഞ് ഡ്രീംസ് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാലോ അവിടെ ഒരു മനുഷ്യപ്പെട്ടില്ലാത്ത അല്ലേ, ഒരു ഓണസ്റ്റ് അല്ലാത്ത ഭയങ്കര അറഗൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാകും. അതാണോ നമ്മുടെ ലോകത്തിന് വേണ്ടത്? അല്ല. ഓക്കെ, yes. Then we should face both success and failure with courage, knowing they are temporary. So even if you succeed or even if you fail, it's okay, it's just temporary. കാരണം മരിച്ചതിന് ശേഷം അയാൾ ഇത്രയും അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നല്ല പറയുക. ക്യാരക്ടർ മോശമാണെങ്കിൽ അവിടെ കഴിയും. സോ ഹി കമ്പയർസ് അല്ലേ ടു ദ ഫ്ലവർ ആണ് കമ്പയർ ചെയ്യുന്നത്. ലൈക്ക് ദ സ്മെൽ ഓഫ് എ ഫ്ലവർ, ഇഫ് യുവർ ക്യാരക്ടർ ഇസ് ഗുഡ്, വി വിൽ എന്താണ് എപ്പോഴും ഓർക്കും, വിൽ റിമെമ്പർ യു ഫോർ എവർ. പക്ഷേ നിങ്ങൾ എത്ര അച്ചീവ്മെൻറ്റ്സ് നേടിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ക്യാരക്ടർ വൈ സീറോ ആണെങ്കിൽ അവിടെ കഴിയും. ഒരു വിതേർഡ് ഫ്ലവറിനെ, വാടിയ പൂവിനെ പോലെ നിങ്ങളുടെ ആ ഒരു പേരും അവിടെ നഷ്ടമാകും. ഈവൻ ഇഫ് ആർ ഡ്രീംസ് ബ്രേക്ക് വി ഷുഡ് റീബിൽഡ് ദം. നമ്മൾ നേടാൻ ഡ്രീംസിന് പുറകെ പോകുമ്പോഴത്തേക്ക് പലപ്പോഴും അവിടെ ഒരു വലിയ തകർച്ച ഉണ്ടാകും. പക്ഷേ യു ഷുഡ് റീബിൽഡ് ദം. അത് കൂട്ടി വെച്ച് നിങ്ങളുടെ ഡ്രീമിലേക്ക് പിന്നെയും ഹാർഡ് വർക്ക് ചെയ്യുക. അല്ലാതെ നെവർ ഗീവ് അപ്പ്. അയ്യോ കഴിഞ്ഞു, എൻ്റെ ജീവിതം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവിടെ വീണ് പോകരുത്. ദ പോയിറ്റ് വാണ്ട്സ് ഹിസ് സൺ ടു ബി കോൺഫിഡൻറ്റ് ബട്ട് ഹംബിൾ.
കംഫർട്ടബിൾ ആയിരിക്കണം, അതേസമയം ഡൗട്ട്ഫുൾ ആവരുത്, കോൺഫിഡൻ്റ് ആയിരിക്കണം. ആൻഡ് കംഫർട്ടബിൾ വിത്ത് എവ്രി വൺ, റിച്ച് ആണെങ്കിലും പുവർ ആണെങ്കിലും യു ഷുഡ് ബി കംഫർട്ടബിൾ ഫസ്റ്റ് ഓഫ് ഓൾ. എല്ലാവരെയും ട്രീറ്റ് എവ്രി വൺ ഇൻ ആൻ ഈക്വൽ വേ, കേട്ടോ. അങ്ങ് പൊങ്ങിയും താന്നുമുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വേണ്ട. ഇഫ് യു ആർ ഏബിൾ ടു ഫോളോ സച്ച് തിങ്സ് ഇൻ യുവർ റൂൾ ദെൻ സൺ യു ആർ ഗോണ ബി എ പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ് എന്ന് കലർന്ന ഒരു മെസ്സേജാണ് ഈ ഒരു പോയത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ദെൻ ആയിഷ എന്താണ് ആയിഷ എന്താ സ്റ്റോറി മനസ്സിലാക്കി ഇംഗ്ലീഷിൽ എങ്ങനെയാണ് എഴുതുക? ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്റ്റോറി നമ്മൾ മിക്കവാറും കമ്മിറ്റ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ മലയാളത്തിൽ ചിന്തിക്കുമ്പോഴാണ്, മലയാളത്തിൽ ആദ്യം ആൻസർ കണ്ടുപിടിച്ചിട്ട് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും മിസ്റ്റേക്ക് ഉണ്ടാക്കുക. അതിനൊരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഇപ്പം ഞാനിപ്പോൾ ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയത്തെക്കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ വൈൽ യു വാച്ചിങ് ദിസ് തിങ് എന്താണ് അതിൻ്റെ സമ്മറി എന്താണ്, വാട്ട് ഈസ് ദ തീം ഓഫ് ദ പോയം എന്നുള്ളത് ഇംഗ്ലീഷിൽ തന്നെ നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിച്ച് നോക്കൂ. കാരണം ഈ ഒരു സ്റ്റേജ്, ഈ തരത്തിലുള്ള ക്ലാസ്സസിൽ കൂടെ മാത്രമേ നമുക്ക് അങ്ങനത്തെയുള്ള, കാരണം എക്സാം ടൈമിൽ ചെന്നിരുന്നിട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ഇംഗ്ലീഷിൽ ആലോചിക്കാനായിട്ട് ചിലപ്പോൾ വേർഡ്സ് കിട്ടണം എന്ന് വരില്ല. ബിക്കോസ് യു ഓൾ വിൽ ബി സോ ടെൻസ്ഡ്. ഇങ്ങനെ കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇതേപോലുള്ളത് പ്രാക്ടീസ് ചെയ്ത് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ എന്താണ് തീം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ട്രൈ ടു റീപ്രൊഡ്യൂസ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ് ഫോം. ഓക്കെ, ഇൻ യുവർ മൈൻഡ്. ആദ്യം തന്നെ ഇംഗ്ലീഷിൽ ആലോചിക്കുക, ട്രാൻസ്ലേഷൻ പ്രോസസ്സിലേക്ക് ആദ്യമേ കടന്നു പോകരുത്. ഓക്കെ, എന്താ ഷഹീൻ പറയുന്നേ? യെസ് ഷഹീൻ, എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? മിസ്സിൻ്റെ നെയിം എന്താ? മൈ നെയിം ഇസ് മാലവിക ആൻഡ് മൈ സ്റ്റുഡൻസ് കോൾ മീ MK. ഓക്കെ, MK എന്നല്ലേ എല്ലാവരും മെസ്സേജ് ചെയ്യുന്നത്. ഓക്കെ ഷഹീൻ, ഹൗ ഇസ് യുവർ എക്സാം? അതും കൂടി ഒന്ന് പറഞ്ഞേ. എല്ലാവരും ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്തോ? മാക്സിമം ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് വരിക, ക്ലാസ്സസ് എല്ലാം നല്ല അടിപൊളിയാക്കുക. കാരണം നമുക്ക് ഒരുപാട് സമയമില്ല. ആൻഡ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന കുട്ടികളുടെ അടുത്ത് പറയുകയാണ്, ആദ്യം തന്നെ പിൻ ചെയ്തിട്ടുണ്ട് കമൻറ്റ് സെക്ഷനിൽ ലിങ്ക് ടു ജോയിൻ ഇൻ ദ കമ്മ്യൂണിറ്റി, അതിലും കൂടെ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, യു നോ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് വാക്കിംഗ് വൈൽ കൺസിഡറിങ് ഇറ്റ് ആസ് ആൻ എക്സസൈസ്. നൗ റൈറ്റ് 5 points സപ്പോർട്ടിങ് വാക്കിംഗ് ആസ് ദ ബെസ്റ്റ് കാർഡിയോ എക്സസൈസ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്താണ് അഡ്വൈസസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഡൂസ് ഓർ ഡോൺസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇതുപോലെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ ഇത്തരത്തിൽ, ഓക്കെ, പോയത്തിൻ്റെ ആണെങ്കിൽ ഇവിടെ ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ള റുഡിയാർഡ് കിപ്ലിങ്ങിൻ്റെ ആണെങ്കിൽ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും? ലൈക്ക് ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി എക്സ്പെക്ട് ചെയ്യാം, തീംസ് എക്സ്പെക്ട് ചെയ്യാം, ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ചോദിക്കാം, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് വിത്ത് അനദർ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ ദിസ് ഇസ് ഹൗ യു നീഡ് ടു റിലേറ്റ് ക്വസ്റ്റ്യൻസ് വിത്ത് ദാറ്റ് ചാപ്റ്റർ. അപ്പോൾ ഇതിൽ വരുമ്പോഴത്തേക്ക് വാക്കിംഗ് കാർഡിയാക് എക്സസൈസ് അല്ലേ, എക്സസൈസ് ദിസ് എന്താണ് മിസ് ടൈറ്റാനിക് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ടൈറ്റാനിക്കിൽ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കാര്യമാണ്, ആ മൂവി അതേപോലെ ഓർത്ത് വെക്കുക. പക്ഷേ ജാക്കിനും റോസിനും ഈ ഒരു ചാപ്റ്ററിൽ എൻട്രി ഇല്ല. ക്യാപ്റ്റനും ക്യാപ്റ്റൻ്റെ ക്രൂയും ആ ഒരു സമയത്ത് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ സ്റ്റോറി അവരെടുത്ത കഷ്ടപ്പാടുകൾ, ആ ഒരു ധൈര്യം, ഓണസ്റ്റി, ഹൗ ഡിഡ് ദേ സേവ് ദ ലൈഫ് ഓഫ് പുവർ പീപ്പിൾ, പുവർ അല്ല ലൈക്ക് വിമൻ ആൻഡ് ചിൽഡ്രൻ എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ആ കാര്യം മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്. അതിനെ നമ്മൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഹലോ യെസ്, മാങ്ങണ്ട എന്താണ് ഷഹീസ് പറയുന്നത്? ഷഹീസും ഷഹീനും എനിക്ക് മാറിപ്പോയതാണ്. ഷഹീസ് ഹലോ, ഹൗ ആർ യു ഷഹീസ്? യെസ്, എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ മോഡൽ എക്സാം ഒക്കെ? എങ്ങനെയുണ്ടായിരുന്നു മെയിൻ എക്സാമിൻ്റെ പ്രിപ്പറേഷനൊക്കെ എങ്ങനെ പോകുന്നു? അതോടെയൊക്കെ ഒന്ന് പറഞ്ഞേ, ഒന്ന് ഫുൾ പവർ വരട്ടെ, ഫുൾ പവർ ആക്കിക്കേ ക്ലാസ്. സോ ഓക്കെ, നമ്മൾ ക്ലാസ് വൈസ് സമ്മറിയുടെ സമയമൊക്കെ കഴിഞ്ഞു എന്ന് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ഓരോ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള, കാരണം യൂഷ്വൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്ന് കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് പോയിട്ട് ജനറൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു ഈ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഫെയിൽഡോ, ബട്ട് വൈ ഇല്ലായിരുന്നോ? ക്ലാസ്സിൽ ഇല്ലായിരുന്നോ? ഫെയിൽ ആവാൻ ചാൻസ് ഇല്ല, ഇനി ഫെയിൽ ആകരുത് കേട്ടോ. നമ്മുടെ പബ്ലിക് എക്സാമിന് നമുക്ക് ഇതെന്താണ് ഒരു വാശിയായിട്ട് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള പ്രിപ്പറേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും. ചാപ്റ്റർ വൈസ് സമ്മറിക്ക് ഇനി എല്ലാം അവിടെ മാറ്റി വെച്ചിട്ട് എന്താണ് നമ്മൾ ഇറങ്ങുകയാണല്ലേ, പടക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇല്ലായിരുന്നു, എവിടെയായിരുന്നു?
എവിടെയായിരുന്നു നമ്മൾ ഇതെല്ലാം ഒരുപാട് ആദ്യം വന്ന ആരായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസും വന്നത് പറഞ്ഞിട്ടുള്ളത് ടെക്സ്റ്റ് നിങ്ങൾ എങ്ങനെ വായിക്കണം, ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും വരുന്നതൊക്കെ ഡിസ്കസ് ചെയ്തതുപോലെയാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ടീച്ചറില്ലേ? താങ്ക് യു കാണുന്നുണ്ട്, മെസ്സേജ് കാണുന്നുണ്ട്. ആൻഡ് ഷഹീൻ മൊയ്തീൻ, ടൈറ്റാനിക് നമ്മൾ ഉറപ്പായിട്ടും ഡിസ്കസ് ചെയ്യാം കേട്ടോ, ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഡോണ്ട് വറി. സോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക ആൻഡ് ഉഷാറാക്കുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഫീൽ ഫ്രീ ടു ആസ്ക് ക്വസ്റ്റ്യൻസ് അറ്റ് എനി ടൈം ഓഫ് ദിസ് ക്ലാസ് ആൻഡ് ഈവൻ ആഫ്റ്റർ ദ ക്ലാസ് യു ആർ ഫ്രീ ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ത്രൂ കമൻറ്റ് സെക്ഷൻ ആൻഡ് എവറിത്തിങ്. ഓക്കെ, നമുക്ക് എന്തായാലും ടൈറ്റാനിക് പഠിക്കാം കേട്ടോ. ഞാൻ ഇവിടെയുണ്ട്, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇവിടെ വാക്കിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു. പല തരത്തിലുള്ള ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ, പല ആസ്പെക്ട്സ് ഓഫ് വാക്കിംഗ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന് പറഞ്ഞതിൽ ആൻഡ് അതിൽ സാധാരണ യൂഷ്വലി നമ്മൾ പഠിക്കുന്ന വാക്കിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ് എന്നതിനേക്കാൾ അപ്പുറം അതിൻ്റെ ഒരു ബാക്കി മറുവശം അല്ലേ, എക്സസൈസ് വാക്കിംഗ് ഫോർ വാക്കിംഗ് സേക്ക് ഇസ് നോട്ട് ദാറ്റ് ഗുഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു ആ ഒരു എസ്സിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. കാരണം അവിടെ മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റി അവിടെ കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം നടക്കുമ്പം ചുറ്റുമുള്ള കാഴ്ചകളിൽ കണ്ടിട്ട് അവിടെ നമ്മുടെ ക്രിയേറ്റീവ് ഐഡിയാസിന് വളരാൻ ചാൻസ് കൊടുക്കുന്നില്ല എന്ന് പഠിച്ച ഒരു ഭാഗമായിരുന്നു വാക്കിങ്ങിൻ്റെ ചാപ്റ്റർ എന്ന് പറയുന്നത് അല്ലേ. യെസ്, ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന് പറയുന്നത്. ടീച്ചറിൻ്റെ മൈ നെയിം ഇസ് മാളവിക. ഷഹീൻ താങ്ക് യു മെസ്സേജസ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്താണ്? ഓക്കെ, ടൈറ്റാനിക്കിൻ്റെ ആണെങ്കിൽ സിനിമ ഒന്നും കാണണ്ട, ചാപ്റ്ററിൻ്റെ ഇതെന്താണെന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, സിനിമയുടെ കാര്യം വിട്ടേക്ക്, അവിടെ ക്യാപ്റ്റൻ്റെ ക്രൂ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. ഡോണ്ട് വറി, ഞാൻ പഠിപ്പിച്ച് തരാം. യെസ്, നമുക്ക് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇനി ഇങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം അല്ലേ. So, എന്താണ്? Now write 5 points supporting walking as the best cardio exercise. നിങ്ങൾ പഠിച്ചിരുന്ന ചാപ്റ്റർ എന്താണ്? ഗോയിങ് ഔട്ട് ഫോർ എ വാക്കിൽ പഠിച്ചത് ക്രിയേറ്റിവിറ്റി കുറയ്ക്കും, വാക്കിംഗ് ആസ് എ ഗുഡ് എക്സസൈസ് എന്നുള്ള രീതിയിലല്ല പഠിച്ചത്, എൻ്റെ മറുവശമാണ്. പക്ഷെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചത്? സപ്പോർട്ടിങ് വാക്കിംഗ് ആസ് എ ബെസ്റ്റ് കാർഡിയോ എക്സസൈസ്. വാക്കിംഗ് കാർഡിയോയ്ക്ക് ഏറ്റവും നല്ലൊരു എക്സസൈസ് ഫോമാണ് വാക്കിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിന് ഫോർ ദ ടോപ്പിക് എഴുതാനാണ്. ഇതപ്പം ഡിബേറ്റ് എന്നുള്ളൊരു രീതി ആർഗ്യുമെന്റ്സ് എഴുതാൻ ചോദിച്ചാൽ അത് ഡിബേറ്റ് ആണ്. ഡിബേറ്റ് 4 ആയിട്ടും ചോദിക്കാം, എഗെയിൻസ്റ്റ് ആയിട്ടും ചോദിക്കാം. ചിലപ്പോൾ എഗെയിൻസ്റ്റ് എന്നുള്ളൊരു തീമിൽ നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ചതുകൊണ്ടായിരിക്കും 4 നിങ്ങൾ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുള്ളത്. സോ വാക്കിങ്ങിനെ കുറിച്ച് 4 അതിൻ്റെ ബെനിഫിറ്റ്സ് പറഞ്ഞാൽ ഇറ്റ്സ് ഈസി. അതേപോലെ തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പം ബൈ എനി ചാൻസ് ഇതിൻ്റെ മറ്റേ വശം ലൈക്ക് എഗൻസ്റ്റ് പറയാനാണ് ചോദിക്കുന്നതെങ്കിൽ അതെങ്ങനെ പറയും എന്നുള്ളതും ഈ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക കേട്ടോ. കമൻറ്റ് സെക്ഷനിലും നിങ്ങൾക്ക് അത് അയക്കാനായിട്ട് പറ്റും. എക്സസൈസിന് ജിമ്മിൽ പോയാൽ മതി, എനിക്ക് മോഡലിൽ 81 മാർക്ക് കിട്ടി. എനിക്ക് മോഡൽ എക്സാമിന് 79 മാർക്കാണ്. ഓക്കെ, പോരട്ടെ, ഹാപ്പി. ഇത്രയൊക്കെ സ്കോർ ചെയ്തില്ലേ, നമുക്കൊന്നാൽ ഫുള്ളാക്കണ്ടേ, കുറച്ചും കൂടെ ഫുള്ളാക്കണ്ടേ, 100 ആക്കണ്ടേ. യെസ്, അപ്പോൾ വാക്കിങ്ങിൻ്റെ ഫോർ ദ ടോപ്പിക് ഡിസ്കസ് ചെയ്യാനാണെങ്കിൽ ഏതൊക്കെ രീതിയിൽ പറയാൻ പറ്റും? വാക്കിംഗ് മേക്സ് യുവർ ഹാർട്ട് സ്ട്രോങ്ങർ ആൻഡ് കീപ്സ് യുവർ ബ്ലഡ് പ്രഷർ ഇൻ ചെക്ക്. കാർഡിയോ എക്സസൈസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന്, ഹെൽത്തിന് ഏറ്റവും ബെസ്റ്റ് ആണ് വാക്കിംഗ് എന്ന് പറയുന്നത് ഒരു എക്സസൈസ്. ആൻഡ് ഓൾസോ ഇറ്റ് മേക്സ് ഇൻ കൺട്രോൾ ആക്കി വെക്കും നിങ്ങളുടെ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഹെൽപ്സ് യു സ്റ്റേ ഫിറ്റ് ബൈ ബേണിംഗ് കാലറീസ് ആൻഡ് മേക്കിംഗ് യുവർ മസിൽ സ്ട്രോങ്ങർ. നിങ്ങളെ ഫിറ്റ് ആക്കി വെക്കാനും നിങ്ങളുടെ മസിൽസിനെ യങ് ആക്കി വെക്കാനും എന്ത് ഹെൽപ്പ് ചെയ്യും? വാക്കിംഗ് while considering it as an exercise, it's one of the best exercise. Okay, walking is easy on your joints on your joints and makes them more flexible. നമ്മുടെ ഒരു ബോഡി ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു എക്സസൈസ് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് മേക്സ് യു ഫീൽ ഹാപ്പിയർ ബൈ റിലീസിങ് കെമിക്കൽസ് ദാറ്റ് ലിഫ്റ്റ് യുവർ മൂഡ് ആൻഡ് റെഡ്യൂസസ് സ്ട്രെസ്. നമ്മൾ നടക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ഹോർമോൺസ് ലിഫ്റ്റ് ചെയ്തിട്ട് ഒരു ഹാപ്പി സെൻസിലേക്ക് നമ്മളുടെ ആ ഒരു മൂഡ് സ്വിങ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും കേപ്പബിൾ ആണ് വാക്കിംഗ് ഒരു എക്സസൈസ് എന്നുള്ള രീതിയിൽ പറയുമ്പം. വാക്കിംഗ് ഓൾസോ ഹെൽപ്സ് യുവർ bones, digestion and immune system, keeping you healthy and living longer. So these are the good aspects of walking. അതേസമയം വാക്കിങ്ങിൻ്റെ നെഗറ്റീവ് സൈഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതൊക്കെയാണ്? മാക്സ് ബിയോവും പറഞ്ഞിട്ടുള്ള വാക്കിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഏതൊക്കെയാണെന്ന് വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ. മിലി ഷിബു, ഞാൻ ഗോകുൽ. മിസ്സിൻ്റെ പ്ലേസ് എവിടെ?
ഞാനിവിടെയൊക്കെ തന്നെയുണ്ട്. ഓക്കെ, യെസ്, നിങ്ങൾ പറഞ്ഞോ. ബാക്കി പഠിക്കാനുള്ളത് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പോവാം കേട്ടോ. എന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നിങ്ങൾക്ക് വാക്കിംഗ് മാക്സ് ബിയോ ഹോമിൻ്റെ ഡിസ്കസ് ചെയ്തത് വെച്ച് നോക്കുകയാണെങ്കിൽ വാക്കിങ്ങിൻ്റെ ഏതൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? ഒന്ന് വേഗം പറഞ്ഞേ. നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ടൈം ലൈൻ അല്ല, പ്രൊഫൈൽ റൈറ്റിംഗ് അല്ലേ? Here is a timeline of Albert Einstein life. Go through it carefully and prepare his short profile എന്നാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് വേണ്ടുന്ന ഡീറ്റെയിൽസ് ഫുൾ തന്നിരിക്കും. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എക്സാമിന് പോകുന്നതിൻ്റെ, മോഡൽ എക്സാമിന് പോകുന്നതിന് തൊട്ട് മുൻപേ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ പ്രൊഫൈൽ റൈറ്റിംഗ് എന്നുള്ളത് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അത് ചിലപ്പോൾ പഠിച്ചിട്ടുള്ള ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്, പഠിക്കാത്ത അല്ലെങ്കിൽ അറിയാത്ത ഒരാളെക്കുറിച്ചും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണെങ്കിലും ഡോണ്ട് വറി, യു വിൽ ബി പ്രൊവൈഡഡ് വിത്ത് ഇനഫ് മെറ്റീരിയൽസ് എന്നുള്ളത് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? വാക്കിംഗ് ഗുഡ് എക്സസൈസ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ മാറിയ ഒരു കോൺസെപ്റ്റാണ്. വാക്കിംഗ് ആസ് ആൻ എക്സസൈസ് എന്നുള്ള രീതിയിലല്ല, കുറച്ചും കൂടെ മാറിയ ഒരു ടോപ്പിക്കായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓർമ്മയില്ലേ? ഓക്കെ, യെസ്. ഇവിടെ തന്നിട്ടുള്ളത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആണ്. സോ ഇയറും അതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വേർഷനും തന്നിട്ടുണ്ട്. ഇതിനെ ഒരു പ്രൊഫൈലാക്കി മാറ്റുകയാണെങ്കിൽ എന്തേ വേണ്ടുള്ളൂ? ജസ്റ്റ് നിങ്ങളത് കണക്ട് ചെയ്ത് നല്ലൊരു ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്യേ വേണ്ടുള്ളൂ. ഇനഫ് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തെറ്റൊന്നും കൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ജോയിൻ ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്താൽ, നല്ല ലാംഗ്വേജിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ആ ഒരു പ്രൊഫൈൽ റൈറ്റിങ്ങിൻ്റെ മാർക്സ് ഇവിടെ എത്രയാണ് തന്നിരിക്കുന്ന? 5 മാർക്സാണ് തന്നിട്ടുള്ളത്. ഈ 5 മാർക്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ടുള്ള കാര്യമാണ്, മിസ് ഇതല്ലാതെ എക്സ്ട്രാ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇഫ് യു ആർ 100% ഷുവർ അബൌട്ട് ദാറ്റ് ഫാക്ട്, അത്രയും അക്യുറേറ്റ് ആണെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം പ്രൊവൈഡ് ചെയ്യുക. വിച്ച് വിൽ ഹെൽപ്പ് യു ടു മേക്ക് യുവർ ആൻസർ യുണീക്ക്. അത് നിർബന്ധമില്ല. അത്രയും അറിയാം, ഷുവർ ആണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ മാത്രം എഴുതുക. തെറ്റായിട്ടുള്ളത് എഴുതി വെച്ചിട്ട് മാർക്ക് കുറയ്ക്കാനായിട്ട് നോക്കരുത്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മെറ്റീരിയൽസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആൽബർട്ട് ഐൻസ്റ്റീൻ ആരാണെന്നോ വായിച്ചു നോക്ക്. ബോൺ ടു ഹെർമൻ ഐൻസ്റ്റീൻ ആൻഡ് പോളിൻ ഇൻ Ulm, Germany, joins high school, graduates from high school and enrolls at the ETH, that is Federal Polytechnic School, graduates from the ETH, then publishes 5 groundbreaking papers. Miracle Year introduces the theory of relativity and another E is equal to mc square mass in Dell, moves to Zurich and becomes professor of theoretical physics at the ETH. General theory of relativity, collapses from exhaustion and falls seriously ill. Nobel Prize in physics, dies of heart failure on April 18th. ഓക്കെ, മെസ്സിയെക്കുറിച്ച്, റൊണാൾഡോയെക്കുറിച്ച് ഇതൊക്കെ ചോദിക്കുന്നുള്ളത് ഉറപ്പുണ്ടോ? മെസ്സിയാണ് ഇനി നെക്സ്റ്റ് ടൈം ചോദിക്കുക എന്നുള്ളത് ഉറപ്പുണ്ടോ? ഏതാണെങ്കിലും, മെസ്സി ആണെങ്കിലും റൊണാൾഡോ ആണെങ്കിലും ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നല്ല രീതിയിൽ തെറ്റൊന്നും കൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്ത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഒരു സ്കോർ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും കേട്ടോ. അതോർത്തോണം. ഇവിടെ ഇത്രയും ഡീറ്റെയിൽസ്, ഇയറും തന്നിട്ടുണ്ട്, ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എങ്ങനെ എഴുതും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ആൽബർട്ട് ഐൻസ്റ്റീൻ വാസ് ബോൺ ഓൺ March 14, 1879 in Germany. He was a brilliant kid from the beginning. He went to high school in 1895 and finished in 1896. Then he went to a special school in Switzerland to learn about science. And in 1990, Einstein finished school and got a degree in physics. But his big breakthrough came in 1905 when he wrote 5 important papers. ഇതൊന്നും നിങ്ങൾ വായിച്ചിട്ട് കിട്ടിയ അറിവല്ല, ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. പബ്ലിഷേഴ്സ് 5 ഗ്രൗണ്ട് ബ്രേക്കിംഗ് പേപ്പേഴ്സ്. മിറാക്കിൾ ഇയർ ഇസ് കൺസിഡർഡ് ടു ബി 1905 ബിക്കോസ് ഹി ഇൻട്രൊഡ്യൂസ് ദ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആൻഡ് ഓൾസോ ഇ ഈസ് ഈക്വൽ ടു mc² എന്നുള്ളത് ഇവിടെ ഇതാ ഇത്രയും വലുതായിട്ട് തന്നിട്ടുള്ള കാര്യമാണ്. അത് കുറച്ചും കൂടെ ഫ്രൂട്ട്ഫുൾ ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്തപ്പോൾ എന്തായി? ആ ഒരു പോയിന്റ് ആയി മാറി. ഓക്കെ,
then which is related to energy and mass. Later, Einstein became a professor and kept studying and teaching, and in 1915 he figured out something really big about gravity, which made him famous. But working so hard made him very tired, and in 1970 he got sick. Even though he had health problems, people still thought he was amazing. He was amazing. He's still considered to be one of the most amazing persons ever lived in this world. And he won a big prize called the Nobel Prize in Physics in 1921. Einstein kept inspiring people until he died on April 18, 1955. He will always be remembered as one of the smartest scientists ever. So this is how you need to write the profile writing of a person. Okay, എന്തൊക്കെയാണ് തന്നിരിക്കുന്ന ഫുൾ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇയർ പറയുമ്പോൾ യൂസ് ചെയ്യേണ്ട പ്രപ്പോസിഷൻ ഏതാണ്? ഇൻ ആണ്. ഇൻ 2023, ഇൻ 1995. ഹി വാസ് ബോൺ ഇൻ 1995. അതേസമയം ഡേറ്റ് ഓഫ് ബർത്ത് പറയുകയാണെങ്കിലോ ഓൺ മാർച്ച് 14, മന്ത് ആണെങ്കിൽ ഓൺ മാർച്ച് 14, 1995. അല്ലെങ്കിൽ APJ അബ്ദുൽ കലാം വാസ് ബോൺ ഓൺ ഒക്ടോബർ 15. അതേസമയം ഇയർ ആണെങ്കിൽ ഇന്നാണ് ചേർക്കേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഗ്രാമർ മിസ്റ്റേക്കിൻ്റെ ഭാഗത്ത് ഹാഫ് മാർക്ക് പോവാൻ ഇത്രയും മതി. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. യെസ്, മിസ് ഒരു ഹായ് തരുമോ? യെസ് ഷഹീൻ, ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ഇത്രയും വലിയ ഡിസ്കഷൻ്റെ ഇടയ്ക്ക് ഞാൻ അറിഞ്ഞുകൊണ്ട് മിണ്ടാതിരുന്നതാണ്. കാരണം വേറെയും കുട്ടികൾ നല്ല ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കട്ടോ, നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ളത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. എല്ലാം കഴിഞ്ഞിട്ട് മിസ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? കാണുന്നുണ്ട്. ഷഹീൻ ഹായ് 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 ഹായ്. ബിജി പുതിയ ആളാണല്ലോ. ഓക്കെ, എഴുതാം, അല്ലെങ്കിൽ അത് എഴുതാം. അങ്ങനെ ഡേറ്റ് ഓഫ് ഡെത്തിൻ്റെ കാര്യം അങ്ങനെ ഡിസ്കസ് ചെയ്യണം എന്നില്ല. ആൻഡ് കൂടുതലും ഓർക്കേണ്ടത് എന്താണ്? നെയിം എഴുതുക. നെയിം എഴുതിയതിന് ശേഷം ആ ഒരു കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം മെയിൻലി ഇൻ വിച്ച് ഫീൽഡ് എന്നുള്ളത് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാൻ മറക്കരുത്. അവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻസ് എന്തൊക്കെയാണ്, വർക്ക് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഫേമസ് ആണ് തുടങ്ങിയ കാര്യങ്ങൾ വേണം മെയിൻ ഫോക്കസ് ആയിട്ട് കൊടുക്കാൻ. മറ്റേത് ബർത്തും ഡെത്തും ഒക്കെ എന്ന് പറയുന്നത് ജസ്റ്റ് അവിടെയും ഇവിടെയും മാത്രം വന്ന് പോകേണ്ട രണ്ട് സെൻറ്റൻസ് ആണ്. മെയിൻ ഫീൽഡ് എന്താണ്, അവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻ ഏത് ഫീൽഡിലാണ്, ആൻഡ് ഹൗ ഇസ് ഹി നോൺ ടു അതേഴ്സ് എന്നുള്ള രീതിയിൽ വേണം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, the passengers on board the ship Titanic were really moved by the heroism of the crew, who were duty-bound even in the face of death. Narrate the tragic end of the Titanic from the point of view of one of the passengers who got escaped the wreck. ഇവിടെ ടൈറ്റാനിക് ചോദിച്ചത് ആരായിരുന്നു? അമീൻ ആയിരുന്നോ? അമീനാണോ ചോദിച്ചത്? ടൈറ്റാനിക്കിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത് ആയിരുന്നോ? എവിടെ പോയി? ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക്, ബെഞ്ചമിൻ പെക്കീത്തിൻ്റെ പോയമാണ് ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്ന് പറയുന്നത്. ടൈറ്റാനിക് യാത്ര തിരിച്ചപ്പം ഐസ്ബർഗിൽ തട്ടിയിട്ട് അത് കൊളാപ്സ് ചെയ്യുന്നതും ആൻഡ് ആ ഒരു സമയത്തെ ഒരു ട്രാജിക് ഈവൻറ്റ് ക്യാപ്റ്റൻ്റെ രീതിയിൽ പറയുന്ന, ക്യാപ്റ്റനിൽ മെയിൻ ഫോക്കസ് കൊടുത്തിട്ട് അദ്ദേഹം ഏതൊക്കെ രീതിയിലാണ് അവിടെയുള്ള ക്രൂവിന് ഫുൾ കോൺഫിഡൻസ് നൽകിയത്, എത്രമാത്രം ഡിറ്റർമിൻഡ് ആയിരുന്നു, സ്റ്റെഡ് ഫാസ്റ്റ് ആയിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത ഒരു പോയമായിരുന്നു ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക്. എ പോയം, എ ബ്യൂട്ടിഫുൾ പോയം ബൈ ബെഞ്ചമിൻ പെക്കീത്ത് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ എന്താണ്? നറേറ്റ് ദ ട്രാജിക് എൻഡ് ഓഫ് ദി ടൈറ്റാനിക് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് വൺ ഓഫ് ദ പാസഞ്ചേഴ്സ് ഹു ഗോട്ട് ദ റെക്ക്. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ടൈറ്റാനിക്കിൻ്റെ സമ്മറി ആണോ ചോദിച്ചത്? അല്ല. അതിൽ ക്യാപ്റ്റൻ്റെ ക്യാരക്ടർ സ്കെച്ച് ആണോ ചോദിച്ചത്? അതുമല്ല. നിങ്ങൾ ആ ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ആ ടൈറ്റാനിക്കിൽ നിന്ന് രക്ഷപ്പെട്ട കുറച്ച് ആളുകളിൽ ഒരാളാണ് നിങ്ങൾ. ആ എക്സ്പീരിയൻസ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. ഇപ്പം മനസ്സിലായോ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിൽ വരാമെന്നുള്ളത്? ഒരു പോയം പഠിച്ചാൽ അതിൻ്റെ സമ്മറിയും ക്രിട്ടിക്കൽ അപ്രിസിയേഷനും മാത്രമല്ല, ഈ രീതിയിലും ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, മിസ്സിന് ഞങ്ങളെ ഇഷ്ടമല്ല എന്ന് തോന്നുന്നു അമീൻ. ഞാൻ ഇപ്പം പറഞ്ഞത് അമീനാണ് ചോദിച്ചത് ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക് പോയം വേണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അമീനെ വിളിച്ചു വരുത്തിയത്. എന്നിട്ട് ഇതാണല്ലോ പറയുന്നത്. യെസ്,
എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? എന്താണ് ട്രെക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്ന് പറയുന്നത്? ഏതാണ്? ഇത്രയും ആൾക്കാർ മരിക്കാൻ പോവുകയാണെന്നുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു എവിഡൻസ് അല്ലെങ്കിൽ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം അവിടെ ഹി ഡിഡ്ന്റ് ഗീവ് അപ്പ്, തകർന്നു പോയില്ല. അദ്ദേഹം ആ ഫുൾ ക്രൂവെ വിളിച്ചിട്ട് എന്താണ് പറഞ്ഞത്? സേവ് ദ ലൈഫ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഫസ്റ്റ് എന്നാണ്. ആ ഷിപ്പിൽ ഉണ്ടായിരുന്ന, ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും ആദ്യം രക്ഷിക്കൂ എന്നാണ് പറയുന്നത്. വേണമെങ്കിൽ അവർക്ക് അവരുടെ ലൈഫ് സേഫ് ആക്കാനായിട്ട് നോക്കായിരുന്നു. പക്ഷേ അവസാനം വരെ മുങ്ങി താഴ്ന്ന ടൈറ്റാനിക്കിനോടൊപ്പം താഴ്ന്ന ആ ഒരു ക്യാപ്റ്റൻ ക്രൂവിൻ്റെ അടുത്ത് ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ: ബി ബ്രേവ്, ബി ബ്രിട്ടീഷ്. നിങ്ങൾ ബ്രിട്ടീഷ് ആണെന്ന് ഓർക്കുക, നിങ്ങൾ ബ്രേവ് ആയിട്ടിരിക്കുക. ഈ 2 കമാൻഡ് പറഞ്ഞതിന് ശേഷം സേവ് ദ ലൈഫ് ഓഫ് വുമൻ ആൻഡ് ചിൽഡ്രൻ ഫസ്റ്റ് എന്നാണ് പറയുന്നത്. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ക്യാപ്റ്റൻ ആണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓണസ്റ്റി, ഡിറ്റർമിനേഷൻ, ആ ക്രൂവിന് കൊടുത്തിട്ടുള്ള സപ്പോർട്ട് ടു ഹെൽപ്പ് അതേഴ്സ്, ആ ലാസ്റ്റ് മൊമെൻറ്റ്, ലൈഫിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റ് വരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡ്യൂട്ടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു എന്നാണ് ഇതിൽ പറയുന്നത്. ആൻഡ് ഓൾസോ തൈ ഗോഡ് ഐ എം കമ്മിങ് ടു യു എന്ന് പറയുന്നത്, യു മൈ ഡിയർ ലോഡ് ഐ എം കമ്മിങ് നിയർ ടു യു എന്നുള്ള ബാൻഡ് ആയിരുന്നു ടൈറ്റാനിക്കിൻ്റെ ലാസ്റ്റ് നിമിഷം അവരുടെ ആ ഒരു കോറസ് പാടിയിരുന്നത്. ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഓർത്ത് വെക്കുക. ഇതുപോലുള്ള സമയത്താണ് ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. മിസ്, മോഡൽ എക്സാമിന് വന്ന നറേഷൻ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് എഴുതേണ്ടത്? മോഡൽ എക്സാമിൻ്റെ ഏത് നറേഷൻ ക്വസ്റ്റ്യൻ, ഏത് ചാപ്റ്റർ ബേസാന്ന് പറഞ്ഞേ, അതും കൂടി ഒന്ന് പറയട്ടോ. ഏത് നറേഷൻ ആണെങ്കിലും റൈറ്റപ്പ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, എന്തായാലും ഓർത്ത് വയ്ക്കാം. പറയുക ഏതാണെന്നും കൂടെ ഉള്ളതെന്ന് എടുത്ത് പറയണേ. സോ ടൈറ്റാനിക്കിൻ്റെ സമ്മറി അല്ല, നിങ്ങൾ ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്നു. 1912 അല്ലേ ടൈറ്റാനിക്കിൻ്റെ ഇതെന്ന് പറയുന്നത്. ആ ഇയറിൽ നിങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. നിങ്ങളുടെ വ്യൂ പോയിന്റിൽ ആ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള മുങ്ങുന്ന ടൈറ്റാനിക്കിൻ്റെ കഥ പറയാൻ പറഞ്ഞാൽ ഇതും ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് ആണല്ലേ, അത് എക്സ്പീരിയൻസ് പറയാനാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? As a passenger on the Titanic, I will never forget the night it sank. നിങ്ങളുടെ അടുത്ത് പറയാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഫസ്റ്റ് പേഴ്സൺ നറേഷനാണ്. ഐ അല്ലേ, അവൻ, അവൾ എന്നുള്ള രീതിയിലാണോ? അല്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് അത്രമാത്രം ഭീകരതയുള്ള ഒരു നൈറ്റായിരുന്നു എന്നാണ് പറയുന്നത്. ആസ് എ പാസഞ്ചർ ഓൺ ദ ടൈറ്റാനിക്, ഐ വിൽ നെവർ ഫോർഗെറ്റ് ദ നൈറ്റ് ഇറ്റ് സാങ്ക്. അത് മുങ്ങിയ ദിവസം ഐ വിൽ നെവർ എവർ ഫോർഗെറ്റ് ഇൻ മൈ ലൈഫ്. വൈ? ഫ്രം എക്സൈറ്റ്മെൻറ്റ് ടു ടെറർ. എക്സൈറ്റ്മെൻറ്റ്, ഓൺ ബോർഡ് ആദ്യം കയറിയപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിന്നും ടെററിലേക്ക്, ആ ഒരു ഭീകരാവസ്ഥയിലേക്ക്. As the ship hit an iceberg, panic ensued as we sought lifeboats. നമ്മുടെ ആ ഒരു ഐസ്ബർഗ്സിലേക്ക് ചെന്ന് ഇടിച്ചിട്ട് അത് മുങ്ങി താഴാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും വളരെയധികം പാനിക്കായി. എക്സൈറ്റ്മെൻറ്റ് എന്നുള്ളത് മാറിയിട്ട് അവിടെ എന്തായി മാറി? ടെറർ മാത്രമായി മാറി. Amidst the chaos, I witnessed incredible bravery from the crew ensuring our safety. ഇത്രയൊക്കെ പ്രശ്നമുണ്ടായിരുന്നപ്പോഴും, തകർന്നു, ഇല്ല ലൈഫിനി ഇല്ല എന്ന് വിചാരിച്ചപ്പോഴും എന്നെ സ്ട്രൈക്ക് ചെയ്തത് എന്താണ്? നമ്മുടെ ക്യാപ്റ്റൻ്റെ ബ്രേവറി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അപ്പോൾ അത് ഈ രീതിയിലാണ് നമ്മളത് കണക്ട് ചെയ്തത്. ഓക്കെ. ടീച്ചറെ, ഇന്നലെ അക്കൗണ്ടൻസി ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു. ഇസ്മായിൽ ചോദിച്ചതാണ്. ഒരു കാര്യം ചെയ്യാം മോനെ, ഏത് ക്ലാസ് ആണോ കഴിഞ്ഞത് അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ചെന്നിട്ട് അത് മാക്സിമം ടീച്ചേഴ്സ് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇൻ കേസ് അത് പറ്റിയിട്ടില്ലെങ്കിൽ ആ ഒരു ഏത് വീഡിയോ ആണോ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ തൊട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ ചെന്നിട്ട്, കാരണം ലൈവിൽ ഒരുപാട് കമൻറ്റ്സ് വരുമ്പോൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ അത് കഴിഞ്ഞതിന് ശേഷം കമൻറ്റ് സെക്ഷനിൽ ചെന്നിട്ടൊന്ന് ഓർമ്മിപ്പിച്ചാൽ മതി കേട്ടോ. അതാത് ടീച്ചേഴ്സ് മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ മിലി, ഓക്കെ. എങ്ങനെ ക്ലാസ് മിസ് ചെയ്യാതെ കണ്ടാൽ മാത്രം മതി കേട്ടോ. കാരണം എത്ര യൂസ്ഫുൾ ആണ് ഈ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഓക്കെ. ഇത് എക്സാമിന് ചോദിക്കുമോ മിസ്? ഏത് സർ? പിന്നെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു, വീഡിയോ വരുന്നില്ല. അത് വരും ഉറപ്പായിട്ട്. ഇന്നലെ അല്ലേ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ബാക്കി പ്രിപ്പറേഷൻ, മാരത്തോണും മെരി മാരത്തോണും ഒക്കെ നടക്കുന്നത് കൊണ്ടാണ്. ഉറപ്പായിട്ടും വരും കേട്ടോ. ഇൻ കേസ് വിശ്വാസമില്ലെങ്കിൽ വന്ന് ഡയറക്റ്റായിട്ട് ചോദിച്ചാലും മതി, കമൻറ്റ് സെക്ഷനിൽ ചെന്ന് ചോദിച്ചാൽ മതി. എന്തായാലും ഫുൾ ക്ലിയർ ചെയ്യാൻ നമ്മുടെ ഫുൾ ടീംസ് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം പറയുന്നത് ഡയറക്റ്റ് അതേപോലെ വരുമോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്.
ഈ ഒരു രീതിയിലായിരിക്കും, ചിലപ്പോൾ വേറൊരു രീതിയിലായിരിക്കും. എന്താണ് മോഡൽ എക്സാമിനൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലാതെ പ്രഡിക്റ്റ് ചെയ്തിട്ട് ഇതാണ് വരിക എന്നല്ല പറയുന്നത്. ഓൾറെഡി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത് റെഫർ ചെയ്ത് പോയാൽ തന്നെ ഹൗ യു വിൽ ബി ഏബിൾ ടു കണക്ട് ദിസ് ക്വസ്റ്റ്യൻസ് വിത്ത് ദ ചാപ്റ്റേഴ്സ് എന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, യെസ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്ന് പറയുമ്പോൾ ആ ഒരു സമ്മറി മാത്രം ഓർത്ത് വെച്ചിട്ട് പോകും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പോസിബിൾ ആണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഓക്കെ, യെസ്. The crew's heroism saved many lives, a light in the darkness of that tragic night. ആ ഒരു ക്രൂവിൻ്റെ ഫുൾ ക്രൂ, ക്യാപ്റ്റൻ്റെയും ക്രൂവിൻ്റെയും ഹീറോയിസമാണ് എല്ലാവരും മരിച്ചു പോകേണ്ടിയിരുന്ന ആ ഒരു നൈറ്റിലെ കുറച്ചെങ്കിലും ലൈഫ് സേവ് ചെയ്യാനായിട്ട് സാധിച്ചത്. The bravery of the crew who remained steadfast even in the face of death saved countless lives that night. ഇത്രയും പെട്ടെന്നല്ലേ അറ്റ് ദ മൊമെൻ്റ് അവർക്ക് എത്രത്തോളം പ്രവർത്തിക്കാൻ പറ്റുമോ അത്രത്തോളം ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ ഉൾപ്പെടെ അന്ന് രക്ഷപ്പെട്ട ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. Their sacrifice will forever be remembered as a beacon of hope in the darkness of that tragic night. അത്രയും ട്രാജഡി നിറഞ്ഞ നൈറ്റിൽ ഒരു ഹോപ്പിൻ്റെ ഒരു ചെറിയ തിരുനാളം പോലെ അവരുടെ ആ ഒരു ധീര പ്രവൃത്തി എന്നും നിലനിൽക്കും. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഏത് രീതിയിൽ വേണം. ഇതിപ്പം അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സർവൈവറിൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട് ചോദിക്കാനായിട്ട് പറ്റും. അതല്ല എങ്കിൽ നമ്മുടെ ടൈറ്റാനിക് മുങ്ങിയ കാഴ്ച ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടായിട്ട് ചോദിക്കാനും മതി. ഓക്കെ, ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതൊന്നുമല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു എന്താണ് ബ്രേവറി ഓഫ് ദി ക്യാപ്റ്റൻ റെപ്രസെൻറ്റഡ് ഇൻ ദ പോയം എന്നുള്ള രീതിയിൽ ഒരു നറേഷനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഏതൊരു ചാപ്റ്റർ എടുത്താലും ഏതൊക്കെ രീതിയിൽ കണക്ട് ചെയ്ത് ഏതൊക്കെ തരത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളൊരു പ്രിപ്പറേഷനാണ് ഇനി നമുക്ക് വേണ്ടത്. ഓക്കെ ആണല്ലോ അല്ലേ? ക്ലാസ് എപ്പോഴാണ് തീരാ മിസ്? ഇന്നലെ നിതിൻ സാർ പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നത്, ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ, അപ്പോഴത്തേക്ക് എപ്പോഴാണ് മിസ് തീരാ? നെറ്റ് തീരാറായി മിസ്. അതിനൊന്നും നമുക്കില്ല, എക്സാക്റ്റ് ടൈം പറയാം. അതെങ്ങനെയാടാ പറയുക? കാരണം ഞാനിപ്പോൾ ക്ലാസ് മാത്രം എടുക്കാമല്ലോ, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നുണ്ട്. സോ എക്സ്പെക്റ്റഡ് ടൈമിൽ നിന്ന് കുറച്ചും കൂടെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, കാരണം നമ്മൾ ആ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് ഇപ്പം തീർക്കണം എന്നുള്ള രീതിയിലല്ലല്ലോ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക, കുറച്ചും കൂടെ ക്ലിയർ ആക്കുക, ഏതെങ്കിലും ചാപ്റ്റർ ഒന്നും കൂടെ വേണമെന്ന് പറഞ്ഞാൽ അതും കൂടെ പറയുക, അതങ്ങനെ നീണ്ടു പൊക്കോണ്ടേയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. മിസ് സാറിനോട് പറയുമോ? ഞാൻ പറയാം. അക്കൗണ്ടൻസിയിൽ ചോദിച്ചിരുന്ന ഒരു ഡൗട്ട് സാറ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു, ഇല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, എത്ര ടൈം ആയാലും കുഴപ്പമില്ല, അത് മതി. ഐ എം ഹാപ്പി. യെസ്, നോക്കിക്കേ. ദർ ഇസ് എ ഫേമസ് എക്സ്പ്രഷൻ ഇൻ ഇംഗ്ലീഷ്, സ്റ്റോപ്പ് ദ വേൾഡ്, ഐ വോണ്ട് ടു ഗെറ്റ് ഓഫ്. ഈ പൊക്കോണ്ടിരിക്കുന്ന ഒരു ലൈഫ് അല്ലെങ്കിൽ ഈ ഒരു ലോകമില്ല, അത് അവിടെ നിൽക്ക്, എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം, എനിക്ക് ശ്വാസം മുട്ടുന്നു ഈ ലോകത്ത് ജീവിക്കാൻ. ആൻഡ് ദിസ് എക്സ്പ്രഷൻ റെഫേഴ്സ് ടു എ ഫീലിംഗ് ഓഫ് പാനിക് ഓർ സ്ട്രെസ്. ഈ ഒരു എക്സ്പ്രഷൻ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, അപ്പോൾ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് വലിയ സുഖമൊന്നും ഉള്ളതല്ല, ഒരു സ്ട്രെസ്സാണ് നമുക്ക് ഈ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക അല്ലേ? മിസ് സൈബർ സ്പേസ് പറഞ്ഞു തരുമോ? ഗൂഗിൾ ചോദിച്ചിട്ടുണ്ട്. പറഞ്ഞു തരാമല്ലോ, സൈബർ സ്പേസ് പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ സൈബർ സ്പേസിന് വേണ്ടിയിട്ടൊക്കെ ഒരൊറ്റ ക്ലാസ്, ഒരു വീഡിയോ ഫുൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എസ്തർ ഡൈസൻ്റെ സൈബർ സ്പേസ്. എന്തായാലും നമ്മൾ ഇനിയും എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഡോണ്ട് വറി. ഇപ്പം ഇതുവരെ ഇല്ല കേട്ടോ. Then stress means pressure or tension. It is one of the most common causes of health problems in modern life. There are numerous physical effects of stress. Stress can affect the heart, the respiratory system, and the stomach. Emotions are easily affected by stress. Stress can make people angry, moody, or nervous. Long-term stress can lead to a variety of serious mental illness. Addictions often develop as a result of one's effort to relieve stress. And it is obvious that stress is a serious problem. It attacks the body, it affects the emotions. Untreated, it may eventually result in mental illness. Stress has a great influence on the health and well-being of our bodies, our feelings and our minds. So stressനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റൈറ്റപ്പ് ആണ് നിങ്ങൾ വായിച്ചത്. എന്താണ് സ്ട്രെസ്, അതിൻ്റെ ഇഫക്റ്റ് എന്തൊക്കെയാണ്, അൺട്രീറ്റഡ് അതിനെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഏതൊക്കെ രീതിയിലുള്ള അസുഖങ്ങളായി മാറും, മെൻ്റൽ വൈസ്, ഫിസിക്കൽ വൈസ്, ഇമോഷണൽ വൈസ്, വാട്ട് ഓൾ തിങ്സ്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ഡാമേജ് അതിനുണ്ടാക്കാൻ പറ്റും എന്നുള്ള ബേസ് ചെയ്തിട്ടുള്ള ഒരു കോമൺ ജനറൽ എസ്സേ ടൈപ്പ് ഒരു പാരഗ്രാഫാണ്, ഒരു റൈറ്റപ്പാണ് നമ്മൾ വായിച്ചത്. സോ ബേസ്ഡ് ഓൺ ദിസ് പാസേജ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത്. സോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും
എന്താ എക്സ്പെക്റ്റ് ചെയ്യാം. പഠിക്കാത്ത ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഒരു പുതിയ റൈറ്റപ്പ് തന്നിട്ട് അത് വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും എന്താണ് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതാ സദാശിവൻ സാർ അതിൻ്റെ ആൻസറും കൊണ്ട് വന്നു കഴിഞ്ഞു. ക്യാഷ് ബുക്ക് പ്രോബ്ലം നാളെ അപ്ലോഡ് ചെയ്യും അറ്റ് ഇസ്മയിൽ. ഇസ്മയിൽ, ആർ യു ഹാപ്പി? സാറിനോട് പറയാൻ പറഞ്ഞു അപ്പോഴേ ഇതാ സാർ അതിൻ്റെ സൊല്യൂഷനും കൊണ്ട് വന്നു കഴിഞ്ഞു. എല്ലാവരും റെഡിയാണ്. നിങ്ങളുടെ എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതിനൊക്കെ സൊല്യൂഷനുമായിട്ട് ഇവിടെ ഫുൾ ടീം റെഡിയാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ വിശ്വസിക്കാത്ത ടീംസിന് വേണ്ടിയിട്ട് ഇതാ സദാശിവൻ സാറിൻ്റെ മെസ്സേജ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഹോപ്പ് ഇസ്മയിൽ ആയിരുന്നില്ലേ ചോദിച്ചത്? ഓക്കെ, ഐ ഹോപ്പ് യു ആർ ഹാപ്പി നൗ. ദെൻ ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് നമ്മൾ ആ ഒരു ചാപ്റ്റർ ആ ഒരു റൈറ്റപ്പ് നമ്മൾ വായിച്ചു. ബേസ്ഡ് ഓൺ ദാറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ കോമൺ പ്രോബ്ലം കോസ്ഡ് ബൈ സ്ട്രെസ്? ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ട്, മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ട്, ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ട്, അനക്ഡോട്ടൽ പ്രോബ്ലംസ് ഇല്ല. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് നമ്മൾ വിശ്വസിച്ചിട്ട് ഓരോ ടീം ഇങ്ങനെ വിശ്വസിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഓരോരോ പ്രോബ്ലംസ് ഇല്ലേ, അങ്ങനത്തെ ഇതാ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യോ ഇല്ല. സോ അതാണ് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്. ആൻസർ ഇസ് അനക്ഡോട്ടൽ. ദെൻ ചൂസ് ദ ബെസ്റ്റ് ആൻസർ ടു എക്സ്പ്ലെയിൻ ഹൗ ആൽക്കഹോളിസം ഇസ് കോസ്ഡ് ബൈ സ്ട്രെസ്. ആൽക്കഹോൾ ഇസ് യൂസ്ഡ് ടു റിലീസ് സ്ട്രെസ്. ആൽക്കഹോൾ ഇസ് പോപ്പുലർ. ആൽക്കഹോൾ ഇസ് എ കെമിക്കൽ. ആൽക്കഹോൾ ഇസ് സിമിലർ ടു മെഡിസിൻ. ഇസ് യൂസ്ഡ് ടു റിലീസ് സ്ട്രെസ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ അല്ലേ. വിഷ്ണുപ്രിയ, യു ആർ ബാക്ക് അഗൈൻ. കുറച്ച് ദിവസം ആയല്ലോ കണ്ടിട്ട്, അങ്ങനെ കാണുന്നുണ്ടായിരുന്നില്ല. ഐ എം ഹാപ്പി ദാറ്റ് യു ആർ ഹിയർ അഗൈൻ. ദെൻ why is it said that one should reduce stress and rest for some time? എന്തൊക്കെയാണ് ആൻസർ? ഏതൊക്കെ രീതിയിൽ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? സ്ട്രെസ് കോസ് ഹെൽത്ത് പ്രോബ്ലംസ് ആസ് ഇറ്റ് ബാഡ്ലി അഫക്ട്സ് ദ ഹാർട്ട്, ദ റെസ്പിറേറ്ററി സിസ്റ്റം ആൻഡ് ദ സ്റ്റൊമക്ക്. ഇതൊക്കെ നിങ്ങൾ കയ്യിൽ നിന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഇതൊന്ന് വായിച്ചാൽ മാത്രം മതി. ആദ്യം ഒന്ന് പെട്ടെന്ന് വായിക്കുക. ആ ഒരു വൺ ടൈം റീഡിങ്ങിൽ നിങ്ങൾക്ക് എല്ലാ പോയിന്റ്സും മനസ്സിലാകണം എന്നില്ല. സോ ടൈം എടുത്തിട്ട് ഓരോ പാരഗ്രാഫ് ആക്കി മനസ്സിലാക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആ വായിച്ചതിനെ ബേസ് ചെയ്ത് എവിടെയാണ് അത് ആൻസർ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആ ഒരു പോർഷൻ നോക്കിയിട്ട് അതൊന്നും കൂടി ഇരുത്തി വായിക്കുമ്പോൾ കറക്റ്റ് ആൻസർ കിട്ടും. അങ്ങനെ വേണം ഇങ്ങനത്തെയുള്ള റൈറ്റപ്പ് തന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ മനസ്സിലാക്കാൻ. ഒരൊറ്റ തവണ വായിച്ചിട്ട് ആൻസർ എഴുതാനായിട്ട് പോവുകയാണെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് നോയിങ്ലി കൺഫ്യൂസ്ഡ് ആക്കുന്നതായിരിക്കും. സോ ആദ്യം ഒരു പെട്ടെന്ന് ഒന്ന് പോവുക. അത് കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ചിട്ട് അതിൻ്റെ എവിടെയാണ് ആൻസർ എന്നുള്ളത് നോട്ട് ചെയ്തിട്ട് ആ ഭാഗം ഒന്നും കൂടി ഇരുത്തി വായിക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻ തീരെ ഇല്ലാതെ അത് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസേ മെയിൻലി യൂസ് ചെയ്യുള്ളൂ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിൽ. സോ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. അതൊരിക്കലും മിസ് ചെയ്ത് പോകരുത് കേട്ടോ. ഇൻ്റർനെറ്റ് ഇല്ലായിരുന്നു, അയ്യോടാ. ഇനിയിപ്പോൾ എക്സാം ടൈമാണ്, ഇൻ്റർനെറ്റ് ഇല്ലായിരുന്നു എന്നുള്ളതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാം സെറ്റാക്കി വെക്കണം അറ്റ്ലീസ്റ്റ് ഈ ഒരു മാസത്തേക്കെങ്കിലും. ഓക്കെ, യൂട്യൂബർ യൂസർ ഹലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. Wordsworth's poem To Sleep tells us how important it is to have a sound sleep in order to remain mentally and physically fit. But we know that getting a good night's sleep requires more than crawling into bed and closing your eyes. Write a short article on sleep in about 75 words for your school magazine. പല തരത്തിലുള്ളത് വായിച്ചു അല്ലേ. നമ്മൾ മോട്ടിവേഷൻ ടൈപ്പ് സ്റ്റോറീസ് വായിച്ചു, എസ്സേ വായിച്ചു, സ്റ്റോറീസ്, പ്ലേസ് വാങ്ങിച്ചു. പക്ഷേ ഉറക്കം, സ്ലീപ്പ് എന്നുള്ള പോയത്തെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ എപ്പോഴെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തിരുന്നോ? പക്ഷേ ഇപ്പം മനസ്സിലായില്ലേ ഇങ്ങനെയും എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ളത്. നമ്മുടെ പഴയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതായിരുന്നു. വെറൈറ്റി ആയിട്ട് തോന്നിയെന്നാൽ പിന്നെ ഇതാ പിടിച്ചോന്ന് കരുതി ഞാനും എടുത്തു. ഓക്കെ, മിനാറ്റോ എന്നല്ലേ പേര്. ഹലോ, വെൽക്കം ടു എലാൻcetuition. പുതിയ ആൾക്കാരെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ പുതിയ സ്റ്റുഡൻസ് ആണോ? ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ പറയട്ടെ, കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഫോർമാറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ഫോർമാറ്റും ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആഫ്റ്റർ ദ ക്ലാസ് ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. സോ ലിങ്ക് യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടെ എത്തിക്കുക. ഓക്കെ, ദെൻ അപ്പം സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പോയം എന്താണ് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ദ പോയറ്റ് ഈസ് സഫറിംഗ് ഫ്രം ഇൻസോംനിയ. ഹിസ് നോട്ട് ഏബിൾ ടു സ്ലീപ്പ് ഫോർ പാസ്റ്റ് 2-3 days ആൻഡ് ഹി സംഹൗ വോണ്ട്സ് ടു സ്ലീപ്പ്. എങ്ങനെയെങ്കിലും കിടന്നുറങ്ങിയാൽ മതി. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി എന്താണ് ആ ഒരു ഫ്രഷ് തോട്ട്സ് കൊണ്ടുവരുന്ന ഒരു സംഭവമായിട്ടാണ് കാണുന്നത് അല്ലേ. ആ ഒരു ടയേർഡ്നെസ് മാറി ഫ്രഷ് തോട്ട്സ്. സോ ആൻഡ് ഹി ഈസ് ജസ്റ്റ് റിക്വസ്റ്റിംഗ് ടു സ്ലീപ്പ് ഫോർ അറ്റ്ലീസ്റ്റ് ദിസ് ഡേ. ഡോണ്ട് ലീവ് മീ
alone. എന്നെ വിട്ട് നീ എവിടെയും പോകരുത് എൻ്റെ പൊന്നുറക്കമേ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന വേർഡ്സ് വർത്തിനെയാണ് നമുക്ക് സ്ലീപ്പിൽ കാണാനായിട്ട് സാധിക്കുക. സോ യു നോ ദ തീം ഓഫ് ദ പോയം മെയിൻലി ഡീൽസ് വിത്ത് വാട്ട് ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ് എന്നുള്ളത് നമുക്ക് മനസ്സിലായ കാര്യമാണ്. ബട്ട് the real question is that write a short article on sleep. ഉറക്കത്തെക്കുറിച്ച് അതിൻ്റെ അഡ്വാൻറ്റേജസ്, വെറുതെ കണ്ണടച്ച് ആ ഒരു ബെഡിലോട്ട് ചെന്നിരുന്നാൽ അത് ഉറക്കമാവില്ല എന്നിവിടെ പറയുന്നുണ്ട്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് റൈറ്റ് ആൻ ആർട്ടിക്കിൾ ഫോർ യുവർ സ്കൂൾ മാഗസിൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇത്തരത്തിൽ വേണം എഴുതാൻ. ആർട്ടിക്കിൾ റൈറ്റിംഗ് ആണ്, സോ ഹെഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ് ഫോർ എ ഹെൽത്തി ലൈഫ്. സോ സ്ലീപ്പ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ മെയിൻറ്റെയിനിങ് അവർ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്. വി നോ ദാറ്റ്, അല്ലേ? നമ്മുടെ ശാരീരികപരമായും മാനസികപരമായും ഒരു നല്ല ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? നല്ല ഉറക്കം. 6 hours ഓഫ് സൗണ്ട് സ്ലീപ്പ്. 8 hours ആണ് പറയുന്നത്, പക്ഷേ 6 hours എങ്കിലും ഇപ്പോൾ വേണം. ആൻഡ് beyond simply closing our eyes, achieving quality sleeps involves creating the right environment and adopting healthy habits. വെറുതെ കണ്ണടച്ചൊന്ന് കിടക്കുന്നതിനേക്കാളും നല്ലതുപോലെ നല്ലൊരു സൗണ്ട് സ്ലീപ്പ് കിട്ടണമെങ്കിൽ അതിന് ഏറ്റവും ആവശ്യം എന്താണ്? അത് ഉറങ്ങാനുള്ള ഒരു ബെറ്റർ എൻവയോൺമെൻ്റ് ആണ്. അതായത് സ്ക്രീൻ ടൈം ഒഴിവാക്കുക. ഇതൊക്കെ ജനറൽ ക്വസ്റ്റ്യൻ കാറ്റഗറിയിൽ വരുന്നതാണ്. ജനറൽ ക്വസ്റ്റ്യൻ കാറ്റഗറിയിൽ വരുമ്പം നിങ്ങൾക്ക് എന്താണ് കണ്ടംപററി സൊസൈറ്റി ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിയൽ ലൈഫ് ഇൻസിഡൻസ് വെച്ചിട്ടും എഴുതാനായിട്ട് സാധിക്കും. കാരണം ഇറ്റ്സ് യുവർ ആർട്ടിക്കിൾ, യു ആർ പ്രസൻറ്റിംഗ് ദി ആർട്ടിക്കിൾ. അപ്പോൾ നിങ്ങളുടെ വ്യൂ പോയിൻറ്റും എക്സാമ്പിൾസും ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ഓക്കെ, യെസ്. അതായത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നിട്ട് പറയാനായിട്ട് സാധിക്കും. എന്തൊക്കെ പറയാൻ പറ്റും? എന്താണ് ഈ ഒരു ഡിവൈസിനെ ഷട്ട് ഡൗൺ ചെയ്യുക അറ്റ്ലീസ്റ്റ് ബിഫോർ 1 hour prior to sleep. എന്താണ് സ്റ്റോപ്പ് യൂസിങ് ദിസ് ഇലക്ട്രോണിക് ഡിവൈസസ് എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് കയ്യിൽ നിന്നിട്ടും പറയാനായിട്ട് പറ്റും. കാരണം ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള അഡ്വൈസുകളാണല്ലേ. യെസ്, ആൻഡ് ദിസ് ഇൻക്ലൂഡ്സ് എസ്റ്റാബ്ലിഷിങ് എ കൺസിസ്റ്റൻറ്റ് ബെഡ് ടൈം റൂട്ടീൻ. അതായത് കറക്റ്റ് ഒരു സമയം 10 മണിയെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എന്താണ് ഒരു ബയോളജിക്കൽ ക്ലോക്കാക്കി മാറ്റുക, ഉറങ്ങാനുള്ള ഒരു ടൈം എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യുക. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് റിലാക്സേഷൻ ടെക്നിക്സ് ടു അൺവിൻഡ് ബിഫോർ ബെഡ്. ക്വാളിറ്റി സ്ലീപ്പ് റെജുവിനേറ്റ്സ് അവർ ബോഡീസ് അലോയിങ് ഫോർ ടിഷ്യൂ റിപ്പയർ ആൻഡ് ഗ്രോത്ത് ആസ് വെൽ ആസ് ദ റെഗുലേഷൻ ഓഫ് ഹോർമോൺസ് ആൻഡ് ഇമ്മ്യൂൺ ഫങ്ഷൻ. നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഒരു ഹോർമോൺ ബാലൻസിങ്ങിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ആ ഒരു റിലാക്സ് ചെയ്ത് റെജുവിനേഷൻ ഓഫ് സെൽസ് ആൻഡ് ബോഡി ആൻഡ് മൈൻഡ് അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. അതിനെ ഒരിക്കലും ചെറുതായിട്ട് കാണരുതെന്നാണ് പറയുന്നത്. Moreover, sleep is vital for cognitive function, memory consolidation and emotional well-being. So physical രീതിയിൽ മാത്രമല്ല, ഇമോഷണൽ വൈസ്, മെൻ്റൽ വൈസുള്ള സ്റ്റെബിലിറ്റിക്കും സ്ലീപ്പ് എന്ന് പറയുന്നത് എന്താണ് plays a very crucial role in our life. Lack of sleep can lead to a range of health issues including impaired judgment, decreased productivity and increased risk of chronic diseases such as obesity, diabetes and heart disease. So ഇതുപോലുള്ള lack of sleep കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ട്. Therefore, prioritizing sleep is essential for overall well-being. And by making sleep a priority and cultivating healthy sleep habits, we can enhance our quality of life and thrive both physically and mentally. So this is how you need to attend an article writing. Like the heading, topic എന്ന് പറയുന്നത് to the point ആയിട്ട് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളത് ഷോർട്ട് ആൻഡ് ക്യാച്ചി ആയിട്ട് എഴുതുക. അതിനുശേഷം വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട്, ആ ഒരു ടോപ്പിക് എന്താണെന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഒരു എസ്സേ പോലെ തന്നെ അല്ലേ, അതേപോലെ തന്നെ ഇരിക്കും. പക്ഷെ അത്രയും വലിച്ച് നീട്ടണം എന്ന് പറയില്ല, മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു തീം തന്നിട്ട് 2 മാർക്സിന് ചോദിക്കാം, 4 മാർക്സിന് ചോദിക്കാം, 8 മാർക്സിന് ചോദിക്കാം. അത് എത്രത്തോളം നിങ്ങൾ എഴുതണം, എത്രത്തോളം ക്വാളിറ്റി അല്ല ക്വാണ്ടിറ്റി എത്രത്തോളം വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത് ആ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ്, വെയിറ്റേജ് അനുസരിച്ചാണ്. അതെപ്പോഴും ഓർത്ത് വെച്ചോണം. ആവശ്യമില്ലാത്ത എന്താണ് അല്ലെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ 4 മാർക്സിന് 8 മാർക്സിൻ്റെ അത്രയും എഴുതി വെച്ചിട്ട് മിസ് 8 മാർക്സിന് എഴുതാൻ സമയം കിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്ക്യൂസ് അല്ല. സോ വെയിറ്റേജ് അനുസരിച്ച് മാത്രം ഇതുപോലുള്ള ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, യെസ്. അബിൻ, ഹലോ. കൃത്തിക്, മനസ്സിലായോന്നോ? ഞാൻ കൃത്തിക് എവിടെയെന്ന് ഞാൻ സത്യമായിട്ട് ഓർത്തിരുന്നു കേട്ടോ. കൃത്തിക് എത്തിയില്ലേ എന്ന് ഫസ്റ്റ് ആദ്യം ക്ലാസ്സിൽ ചോദിക്കാനായിട്ട് വന്നിരുന്നു, പിന്നെ ഞാൻ വിട്ടുപോയി. യെസ്, എവിടെ ഫ്രണ്ട്സൊക്കെ എവിടെ? സാധാരണ കൃത്തിക്കാണ് മിസ്, ഞാൻ ഫ്രണ്ട്സിന് സെൻഡ് ചെയ്തിട്ടുണ്ട്, അവരിപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് ആദ്യം ഉഷാറാക്കുന്നത് കൃത്തിക്കാണ്. പവർ വരട്ടെ എന്ന്. ഞാനൊന്ന് ഡൗൺ ആയാലും കൃത്തിക്കാണ് ആക്ച്വലി പവർ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഫയർ കാണിച്ചു തരുന്നത്. യെസ്, എന്തായാലും എത്തിയല്ലോടാ, കുറച്ച് ലേറ്റ് ആയെങ്കിലും എത്തിയല്ലോ. ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന അതിന് മുന്നേ മിസ്സിൻ്റെ നെയിം എന്താ? മൈ നെയിം ഇസ് മാളവിക.
ഓക്കെ, യു ക്യാൻ കോൾ മീ MK. എങ്ങനെയാ കൃത്തിക്, മാളവിക മാം എന്നെ എങ്ങനെയാണ് നിങ്ങൾ വിളിക്കുന്നത്? യു ഗൈസ് കോൾ മീ MK, റൈറ്റ്? ഒന്ന് പറഞ്ഞു കൊടുക്ക്. യെസ്, കൃത്തിക്കിൻ്റെ ഫയർ വന്നു കഴിഞ്ഞു. അതിന് ശേഷം എന്നാൽ പിന്നെ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യാം. യെസ് MK, യെസ്. അപ്പം ഒരു എസ്സേ എഴുതുന്നത് പോലെ തന്നെയാണ്. ടോപ്പിക് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പ്രോബ്ലംസ് ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ്. സോ സ്ലീപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള പോയമാണ് നമ്മൾ പഠിച്ചതെങ്കിലും ക്വസ്റ്റ്യൻ വന്ന രീതി എന്ന് പറയുമ്പം ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടാണ്. ഈ ഒരു രീതിയിലും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നേരത്തെ ഒരാൾ അമീനാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരാൾ ചോദിച്ചിരുന്നു മിസ് ഏതിന്നാണ് നറേഷൻ അല്ലെങ്കിൽ റൈറ്റപ്പ് വരാമെന്ന്. ഇതൊക്കെ റൈറ്റപ്പ് കാറ്റഗറിയിൽ വരാം. ഒരൊറ്റ പാരഗ്രാഫ് എഴുതുകയാണെങ്കിൽ ആ ഒരു രീതിയിലും ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ഇന്ന ചാപ്റ്ററിൽ നിന്ന് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ ചാപ്റ്ററിൽ നിന്നും ഇതേപോലെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പഠിക്കണം. ഓക്കെ, കമാൻഡർ MK യെസ്. Then, അടുത്ത question നോക്കിക്കേ. Read the lines from the poem The Wreck of the Titanic and answer the questions that follow. And with these down the corridors of all time, the Titanic story shall sound sublime, for never was courage more noble and true than was shown on that night by the Titanic's crew. ഈ ഒരു question നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മോഡൽ എക്സാമിന് ഉണ്ടായിരുന്നു അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നില്ലേ? എന്തുകൊണ്ടാണ് ഇപ്പോഴും ടൈറ്റാനിക്കിൻ്റെ ആ ഒരു സ്റ്റോറി നമ്മൾ ഓർത്ത് വെക്കുന്നത് എന്നുള്ളത് മോഡൽ എക്സാമിന് ഉണ്ടായിരുന്നു, റൈറ്റ്? 1 മാർക്ക് ക്വസ്റ്റ്യൻ, ലൈൻസ് തന്നിട്ട് why should you even consider it as, why should it sound sublime എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ഡു യു റിമെമ്പർ? ഓർമ്മയുണ്ടോ? സോ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം, അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. എപ്പോഴും ഞാൻ പറയുന്നതായിരുന്നു, എക്സാമിന് മുന്നേ എത്ര വട്ടമാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ടെക്സ്റ്റ് വായിക്കണേ. ഇപ്പോൾ ഒരു ചാപ്റ്റർ സമ്മറി തന്നു എന്ന് കരുതിയിട്ട് അത് വിട്ടിട്ട് പോകരുത്. ടെക്സ്റ്റ് വായിച്ചാൽ മാത്രമാണ് ചിലത് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുള്ളൂ. അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും എന്ന് പറഞ്ഞതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? എഡിറ്റിംഗ് പാടാം മിസ്. എഡിറ്റിംഗ് എന്നുള്ളത് അത്രയ്ക്ക് പാടൊന്നും അല്ലടാ. സത്യം പറഞ്ഞാൽ അത്രയും വലിയ പാടുള്ള സംഭവമൊന്നും അല്ല. കാരണം എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. മെയിൻലി ചോദിക്കുന്നത് എന്താണ്? എഡിറ്റിംഗ് തന്നെ 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസും വരും, 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസും വരും. ഓരോന്നിലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചിലപ്പം ലൈക്ക് എന്താണ് ടെൻസിനെ ബേസ് ചെയ്തിട്ട് വരും. ചിലപ്പോൾ ജനറൽ എഡിറ്റിംഗ്, അതായത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാം, അല്ലെങ്കിൽ വേഴ്സ് വെയർ ആ ഒരു രീതിയിൽ വരാം. ടെൻസിനെ ബേസ് ചെയ്തിട്ട് വരാം. സോ കുറച്ച് സ്ഥിരം ചോദിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില എറേഴ്സ് ഉണ്ട്. അത് ശരിയാക്കാനായിട്ടുള്ള 4 to 5 ടൈപ്സ് ഓഫ് എഡിറ്റിംഗ് ടെക്നിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. അത് കാണണം കേട്ടോ എക്സാമിന് മുന്നേ. ആൻഡ് എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോകാം. ഓക്കെ, ഡോണ്ട് വറി കേട്ടോ ബിൻ. ഓക്കെ, why is it said that the Titanic story sounds sublime? എപ്പോഴും അല്ലേ ടൈറ്റാനിക്കിൻ്റെ സ്റ്റോറി, ഈവൻ ഇപ്പോഴും 2020 എത്രയാണ്, 3 ആണോ 4 ആണോ എത്രയാണെങ്കിൽ നമ്മൾ ആ ഒരു ഓർത്തിരിക്കണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഓർക്കുന്നുണ്ട് നമ്മൾ. ടൈറ്റാനിക് എന്ന് പറയുമ്പോഴത്തേക്ക് ജാക്കം റോസ് മാറ്റി വെച്ചിട്ട് ആ ഒരു ക്യാപ്റ്റൻ്റെ മോഹം, എസ്പെഷ്യലി ആഫ്റ്റർ ലേണിംഗ് ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക്, നമ്മൾ അത്രയും ഓർത്ത് വെക്കുന്ന, അത്രയും എന്താണ് വളരെ ഒരു അത്രയും ഒരു സ്നേഹത്തോടെയല്ല, ഒരു സഹതാപം, എന്തൊക്കെയോ ഒരു മിക്സ്ഡ് എമോഷൻസ് കൊണ്ട് നോക്കി കാണുന്ന ഒരു ക്യാരക്ടറാണ് ക്യാപ്റ്റൻ്റേതെന്ന് പറയുന്നത്. ആ ഒരു കാര്യം ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ക്യാരക്ടർ. ക്യാപ്റ്റൻ മാത്രമല്ല, ക്രൂവിങ് ടീം. ബി ബ്രേവ്, ബി ബ്രിട്ടീഷ്, സേവ് ദ ലൈഫ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഫസ്റ്റ് എന്നുള്ള ഈ 3 കമാൻഡ്സ് നിങ്ങൾ മറക്കരുത്. ആ ചാപ്റ്റർ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്കത് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ദ ടൈറ്റാനിക് സ്റ്റോറി shall sound sublime because its crew were incredibly brave. Hi teacher, Aflu. Yes, Captain Smith. Hi teacher, hello Aflu, hello. So നമ്മുടെ ക്യാപ്റ്റനും ക്രൂവും എന്നും പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിനേക്കാൾ അപ്പുറം ബ്രേവ് ആയിരുന്നു അല്ലേ? ഇൻസ്റ്റെഡ് ഓഫ് സേവിങ് ദംസെൽസ് ഫസ്റ്റ് ദേ ഹെൽപ് വുമൻ, ചിൽഡ്രൻ ആൻഡ് അതേഴ്സ് ഓൺ ദ ലൈഫ് ബോട്ട്സ്. അവരെ തന്നെ രക്ഷിക്കുന്നതിന് പകരം അവരുടെ ലൈഫിന് അവർ 0 ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തത്. ഇൻസ്റ്റെഡ് ദേ പ്രയോറിറ്റൈസ് ദ ലൈഫ് ഓഫ് വുമൻ ആൻഡ് ചിൽഡ്രൻ ഓൺ ബോർഡ്. അവരെ ലൈഫ് ബോട്ടിലേക്ക് മാറ്റാനാണ് അവർ അത്രമാത്രം കഷ്ടപ്പെട്ടത്. ദേ സ്റ്റേഡ് ഓൺ ദ ഷിപ്പ് ആസ് ഇറ്റ് സാങ്ക്, ഷോയിങ് ട്രൂ കറേജ് ആൻഡ് സെൽഫ്ലെസ്നെസ്. ആ ഓരോ ടൈറ്റാനിക് മുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അവർ അവിടെ തന്നെ നിന്നു. അയ്യോ, എൻ്റെ ജീവിതം രക്ഷിക്കണം, എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട്
അവർ പോയില്ല, അവിടെ തന്നെ നിന്ന് കാമായിട്ട് നിന്നു. സെൽഫിഷ്നെസ് അല്ല, സെൽഫ്ലെസ്നെസ്, ആ ഒരു സെൽഫ് ലവ് അല്ല അവിടെ കാണിച്ചത്. ബാക്കിയുള്ളവർക്ക് അവരുടെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ആണ് അവിടെ കാണിച്ചത് അല്ലേ. ദ ആക്ഷൻസ് വെയർ നോബിൾ ആൻഡ് ഇൻസ്പയറിംഗ്, മേക്കിംഗ് ദം ഹീറോസ്. അവർ ഇത്രയും 1912 ആ ഒരു ടൈറ്റാനിക് മുങ്ങിക്കഴിഞ്ഞതിന് ശേഷവും ഇപ്പോഴും ആ ഒരു ക്യാപ്റ്റനെ നമ്മൾ ഓർത്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഹീറോയിസം ആണല്ലേ. ആ ഒരു ഹീറോയിസം, ആ ഒരു സെൽഫ്ലെസ്നെസ് കാണിച്ച എന്താണ്, ആ ഒരു ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് പ്രയോറിറ്റൈസിങ് ദ ലൈഫ് ഓഫ് അതേഴ്സ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ക്രൂവും കാണിച്ച ആ ഒരു റിമാർക്കബിൾ അറ്റൻറ്റ്, അത് ഓർത്ത് വെക്കുക തന്നെ വേണം. മിസ് ബ്ലോബ് പറഞ്ഞു തരുമോ? ഉറപ്പായിട്ടും പറഞ്ഞു തരാം. എത്ര തവണ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ എനിക്ക് ഓർമ്മയില്ലാതെ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞുതരാം. കാരണം പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഇമ്പോർട്ടൻറ്റ് പറയുമോ മിസ്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ ബേസ് ഏതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ മിനി മാരത്തോണിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. മിസ് ഇലാൻസ് 9th ക്ലാസ് ഉണ്ടാവും. +1 +2 ആണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ആഫ്റ്റർ +2 ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ളതും ചെയ്യുന്നുണ്ട്. 9th കേട്ടോ. ഫോർ ദ ടൈം ബീങ് 9th. ഓക്കെ, യെസ്. Whose courage is mentioned here? We know that, of course, the courage of the crew of the Titanic ആണ് പറയുന്നത്. എസ്പെഷ്യലി ക്യാപ്റ്റൻ്റെ ആ ഒരു ലീഡർഷിപ്പിലുള്ള ക്രൂവിൻ്റെ സ്റ്റോറിയും കറേജും ആണ് ഈ ഒരു ലൈൻസിൽ പറയുന്നത്. ഓക്കെ, യെസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ആ ഒരു രീതി തന്നെ ഒന്ന് നോക്കിക്കേ. If the victim of abuse is a woman, she has to carry its stigma and shame all her life. So women, victims, do not even mention the atrocities they face. In the Secret Turtles of Kandava, we see that the 2 women from Namuana were changed into turtles to escape from the fishermen from Nabulika. If they had come back, how should the society have received them? Write an email to your friend on how society can help victims of abuse to succeed in life. Question എന്താണ്? ഇമെയിലാണ്. പക്ഷെ കണക്ട് ചെയ്ത് വന്നേക്കുന്നത് എന്താണ്? സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കണ്ടാവ് വഴി ആ ഒരു ചാപ്റ്ററിൻ്റെ ബേസിൽ വളരെ ജനറൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ, അട്രോസിറ്റീസ് ഫേസ് ബൈ വിമനും ആൻഡ് അങ്ങനെ ഒരു വിക്ടിം ഉണ്ടായാൽ നമ്മുടെ സൊസൈറ്റിയുടെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളൊരു ജനറൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജനറലാണ്. സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കണ്ടാവ് പഠിച്ചാലും ഇല്ലെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള ആൻസർ കിട്ടും. സോ ഇത്തരത്തിൽ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ജനറൽ ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ വരാം. കാരണം ഇത് ലാംഗ്വേജ് സബ്ജക്റ്റ് ആണ്. ഇന്നതേ വരൂന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. ഓക്കെ, മിസ് സെറംഗ് ഓഫ് റാണാഗഞ്ചി പറയോ? പറയാം. സെറംഗ് ഓഫ് റാണാഗഞ്ചി ടൈറ്റാനിക് എനിക്കിവിടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞാൽ മതി കേട്ടോ. ഇവിടെ സെറംഗ് ഓഫ് റാണാഗഞ്ചി സ്റ്റുഡിയോ ആണോ ക്ലാസ് ആണോ? ക്ലാസ് ഓൺലൈനായിട്ടല്ലേ നടക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ആഫ്റ്റർ ദിസ് ക്ലാസ് ചിലത് ഞാൻ ലൈവിൽ ചില കമൻറ്റ്സ് ഞാൻ മിസ്സായി പോകുന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി. അതിനെ ബേസ് ചെയ്തിട്ട്, കാരണം പബ്ലിക് എക്സാമിന് മുന്നേ നമ്മൾ പിന്നെയും ചാപ്റ്റർ വൈസ് ഡിസ്കസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഡോണ്ട് വറി. ഇവിടെ ഇപ്പം മെയിൻ എക്സ്ക്ലൂസീവായിട്ട് വെറൈറ്റി രീതിയിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചോണം. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ കൂടെ അറിയിച്ചാൽ മതി. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതിൽ നിന്നുള്ള 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി വരുന്ന മിനി മാരത്തോണിലും മെയിൻ മാരത്തോണിലും നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടും വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്. കാണുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു അബ്യൂസിൻ്റെ വിക്ടിം എന്ന് പറയുന്നത് ഒരു വുമൺ ആണെങ്കിൽ ജീവിതകാലം മുഴുവൻ ദാറ്റ് ഗേൾ ഓർ വുമൺ ഇസ് കൺസിഡേർഡ് ടു ക്യാരി ഔട്ട് ദാറ്റ് സ്റ്റിഗ്മ ത്രൂ ഔട്ട് ഹെർ ലൈഫ് എന്നാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു ടേർട്ടിൽസ് ഓഫ് കണ്ടാവ് ഫിജിയൻ ലെജൻഡ് നമ്മൾ വായിച്ചു. അപ്പോൾ ഈ ഫിഷർമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ സ്ത്രീകളെയാണ് ഈ 2 മദറിനെയും റോഡാലിസിനെയും ഡോട്ടറിനെയാണ് ടേർട്ടിൽസ് ആക്കി മാറ്റുന്നത്. അവരിപ്പോൾ തിരിച്ച് വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും സൊസൈറ്റിയുടെ കാഴ്ചപ്പാട്? ബിക്കോസ് ദേ വിൽ ബി കൺസിഡേർഡ് ഓൺലി ആസ് എ വിക്ടിം. അവരുടെ ഭാഗത്താണോ തെറ്റ്? അല്ല, പക്ഷേ വിൽ കൺസിഡർ ദം ആസ് വിക്ടിം. ഈ ഫിഷർമെൻ എന്നുള്ളത് ആസ് യൂഷ്വൽ അവരുടെ ലൈഫ് ക്യാരി ഓൺ ചെയ്ത് പോവുകയും ചെയ്തു. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇമെയിൽ ഫ്രണ്ടിന് അയക്കാനാണ് പറഞ്ഞത്. ഇമെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് ശ്രദ്ധിക്കേണ്ടത്? ഫോമാറ്റ് ആണ് അല്ലേ. ടു അഡ്രസ്സ് gmail.com എന്നുള്ളത് CC സബ്ജക്റ്റ് അതൊക്കെ നമ്മൾ ഒരുപാട് വട്ടം എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്തതാണ്. സോ ഫോമാറ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്നൊന്ന് നോക്കിക്കേ.
I hope you're doing well. I have been thinking a lot about how society can better support victims of abuse, especially women who often carry the stigma and shame for life. It's heartbreaking to see how many suffer in silence. ഒരുപാട് ഇങ്ങനെ ഞാൻ ആലോചിക്കുകയായിരുന്നു. I think it's high time I should discuss with one of my few friends. So then അതിൽ പറയുന്നത് it's really heartbreaking അല്ലേ, കാരണം ഇതെന്ന് പറയുന്നത് സത്യമാണ്. Like a person who is a victim, he should carry out the stigma throughout her life. So ഇത് പേടിച്ചിട്ട് a lot of people, they live in silence. They are not ready to express what they are going through. കാരണം it's mainly because of the attitude of the society towards them. ആ ഒരു കാര്യം നമ്മൾ ഓർക്കണം. മിസ്സേ ഇൻഫോർമൽ ലെറ്റർ അല്ലേ? സൈക്കോ ആവാതെ ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. റിമെമ്പർ ദ സ്റ്റോറി. ഫോർമൽ ലെറ്ററും ഇൻഫോർമൽ ലെറ്ററും ചോദിക്കാം. ഇത് ഇമെയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ആൻ ഇമെയിൽ ടു യുവർ ഫ്രണ്ട് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. റിമെമ്പർ ദ സ്റ്റോറി ഓഫ് ദ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കണ്ടാവർ. It made me wonder if those two women from Namona could come back, how would society receive them? മിസ്സേ പ്രൊഫൈൽ ഉണ്ടാവും. ഈ ക്ലാസ് ആദ്യം തൊട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ആൾ പറഞ്ഞു മിസ്സേ പ്രൊഫൈൽ ഉണ്ടാവും എന്നുള്ളത്. പ്രൊഫൈൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഐൻസ്റ്റൈൻ്റെ പ്രൊഫൈലായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ മിസ്സ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പ്രൊഫൈൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഷോർട്ട് ക്വസ്റ്റ്യനിൽ വരുന്ന ഒരെണ്ണമാണ് കേട്ടോ. യെസ്. എന്താണ് ടീച്ചറിന് ജാട ആയതുകൊണ്ടാണോ ടീച്ചർ ഇതേപോലെ എല്ലാ കമൻസിനുള്ള റിപ്ലൈ തരുന്നത് റിലേറ്റഡ് ടു എക്സാം? It made me wonder if those two women from Nirvana could come back, how would society receive them? അല്ലേ, അതേപോലുള്ള ഇവർ ടേർട്ടിൽസ് ആയി മാറിയതിന് ശേഷം അവർ സ്ത്രീകളായി തന്നെ തിരിച്ച് നാട്ടിലേക്ക് വന്നാൽ സൊസൈറ്റി അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു ഞാൻ ഓർത്ത് വണ്ടർ ആയിട്ടിരിക്കുകയാണ്. I believe that as a society we need to do more to help victims of abuse succeed in life. So എന്താണ്, നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ we should try to understand the feelings and emotions of those victims too. അവരെ മനസ്സിലാക്കിയിട്ട് അവരെ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാമെന്നതിനെ കുറിച്ച് it's high time we need to openly discuss about that. Okay? ആദ്യം ഞാൻ ഉണ്ടായിട്ടില്ല മിസ് നിഫ്ലു പറയുന്നുണ്ട്. ഇഫ്ലു അല്ല, ആഫ്ലു പറയുന്നുണ്ട്. സോ ആഫ്ലു ആഫ്റ്റർ ക്ലാസ് നോക്കിയാൽ മതി കേട്ടോ. മോനെ സൈക്കോ ഇങ്ങോട്ട് വന്നേ. I believe that as a society we need to do more to help victims of abuse succeed in life. We can start by creating safe spaces where victims feel comfortable sharing their experiences without fear. So അതിന് ആദ്യം നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണ്? We need to create a friendly approach or environment for those victims. അവർക്ക് ഇതിനെക്കുറിച്ച് തുറന്ന് പറയാൻ ധൈര്യം കാണിച്ചു കൊടുക്കുന്ന ഒരു എൻവയോൺമെൻറ്റ് അവർക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുക. ബിക്കോസ് അവർ വിക്റ്റിമായിട്ടല്ല, എ പേഴ്സൺ ഹു ഹാസ് ഇഫക്റ്റഡ് ദിസ് ബാഡ് ബിഹേവിയർ ഓഫ് മെന്നെ ഒരു വിക്റ്റിമായിട്ട് കാണരുത്. അവരെ അതിൽ നിന്ന് ഹെൽപ്പ് ചെയ്യണം, കടന്നു വരാൻ ഹെൽപ്പ് ചെയ്യാണ് വേണ്ടത്. സോ വളരെ ജനറൽ പോയിന്റ് ഓഫ് വ്യൂ. കാരണം ഇത് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈവൻ ടുഡേ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ ന്യൂസ് വന്നിട്ടുണ്ട്. സോ ഇതെല്ലാം ജനറലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നോക്കുക. ഇത് ടേർട്ടിൽസ് ഓഫ് കണ്ടാവ് എന്നുള്ള ഒരു ചാപ്റ്ററിൻ്റെ നെയിം അവിടെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ അല്ലേ, അതല്ലാതെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ എത്രത്തോളം ടോപ്പിക്സ് നമുക്കുണ്ട്. സോ ഈ ഒരു രീതിയിൽ ജനറൽ ക്വസ്റ്റ്യൻസ് വന്നാൽ അതിന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. എസ്പെഷ്യലി ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നല്ലോ. അതേപോലെ തന്നെ വിമൻ എംപവർമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത്തരത്തിലും ഓരോ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരാം. വി വോണ്ട് A+, ഫുൾ A+ നമുക്ക് സെറ്റാക്കാം. സൈക്കോ എന്ന് പറയുമ്പോൾ ഒരു സുഖമില്ല. വാട്ട്സ് യുവർ നെയിം എന്ന് പറഞ്ഞേ. യെസ്. ദെൻ it's also important to empower victims by giving them resources, skills and opportunities to rebuild their lives. Holding perpetrators accountable for their actions is essential too to prevent future abuse. Let's keep talking about this. I would love to hear your thoughts on how we can make a positive difference in the lives of those affected by abuse. So എന്താണ്, ഇമെയിൽ ആണ്, നിങ്ങളുടെ ഫ്രണ്ടിന് അയക്കുന്നതാണ്. അപ്പോൾ ഒരു എസ്സേ പോലല്ല ആൻസർ എഴുതി വെക്കേണ്ടത്. ഒരു ലെറ്റർ അല്ലെങ്കിൽ ഇമെയിൽ എഴുതി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സുഖമാണെന്ന് തോന്നുന്നു, നിനക്ക് ഇതിനെ
അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നതെന്ന് ചോദിക്കാനുള്ള ഒരു കോമൺ ലോജിക് അവിടെ യൂസ് ചെയ്യണം. ഇവിടെ ഒരു ടോപ്പിക് എടുത്തിട്ടു എന്ന് വെച്ചിട്ട് അത് എസ്സേ അല്ല, ഇമെയിലാണ്, അതോ ഫ്രണ്ടിന് അയക്കുന്നത്. സോ ലാസ്റ്റ് സെഗ്മെന്റ് കണ്ടോ? ലെറ്റ്സ് കീപ് ടോക്കിംഗ് അബൌട്ട് ദിസ്. ഐ വുഡ് ലൈക്ക് ടു ഹിയർ യുവർ തോട്ട്സ് ഓൺ ദിസ് ടോപ്പിക് ആൻഡ് ഫ്രീ ഫീൽ ടു ഷെയർ എന്നുള്ള രീതിയിൽ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തിട്ട് നെയിമും കൂടെ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഇമെയിൽ സെറ്റ് ആകും. സോ എങ്ങനെയാണെന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചോണേ. എടുക്കും, ടീച്ചർ എടുക്കും. നിങ്ങളെപ്പോലുള്ള കുറച്ച് കുട്ടികളാണെങ്കിലും അത് മതി എനിക്ക്. ഐ ആം ഹാപ്പി യു ഗൈസ് ആർ ഹിയർ ഫുൾ ആക്റ്റീവ് ആയിട്ടുള്ളപ്പോൾ ഞാൻ എന്തിനാ വിഷമിക്കുന്നേ? അഫ്ലു അല്ലേ? എബിൻ ആദ്യം ഒന്ന് വന്നിട്ട് ഇപ്പോഴാണോ വരുന്നത്? ഹേ അബിൻ, യെസ് നിങ്ങൾ യെസ് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് കുടിച്ചോട്ടെ കേട്ടോ. യെസ്. ഇനി നിങ്ങൾ ഇപ്പം ഇവിടെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മോഡൽ എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്നും കൂടി ഒന്ന് പറഞ്ഞേ. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് വെള്ളം ഒന്ന് കുടിക്കട്ടെ. ഓക്കെ, കുടിച്ചോളൂ. ഓക്കെ, ഞങ്ങൾക്ക് ടീച്ചറിനെ മതി. ഓക്കെ താങ്ക് യു. സുഖിച്ചു, ഇഷ്ടപ്പെട്ടു. സോ ഹൗ വാസ് യുവർ എക്സാം? നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിട്ടുള്ള പോർഷൻ ഏതായിരുന്നു? അറ്റ് ദ സെയിം ടൈം മോഡലിന് പൊട്ടി ടീച്ചറുണ്ടല്ലോ. മോഡലിന് പൊട്ടി എന്ന് പറയുന്നത് അങ്ങനെ പൊട്ടാൻ പാടില്ലല്ലോ. ഇതിന് മുന്നേയുള്ള ക്ലാസ്സസിലൊക്കെ എവിടെയായിരുന്നു? ഗ്രാമറാണ് പാടല്ലേ? ഓക്കെ, അമീൻ പറഞ്ഞിട്ടുണ്ട് ഗ്രാമറാണ്. എനിക്ക് കുറച്ച് ടഫായിരുന്നു മിസ് ഗൂഗിൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കാരണം ഇതിൽ ആദ്യത്തെ ലൈവ് തൊട്ട് കാണുന്ന എത്ര പേരുണ്ട്? ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിരുന്നു. കാരണം ഇത്തവണ നിങ്ങൾ സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് പോകരുത്. ടെക്സ്റ്റ് വായിക്കണേ മക്കളെ എന്ന് ഞാൻ എക്സാമിൻ്റെ മോഡൽ എക്സാമിൻ്റെ തൊട്ട് തലേ ദിവസം ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു കമൻ്റ് ആയിരുന്നു. അതേപോലെ തന്നെ കുറച്ചും കൂടെ ടെക്സ്റ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു? അത് മോഡലല്ലേ എന്ന് വെച്ചാൽ ആ മോഡലിൻ്റെ മാർക്ക് മുതൽ മതിയോ പബ്ലിക് എക്സാമിൻ്റെ മാർക്ക് എന്ന് പറയുന്നത്? അപ്പോൾ ഫുൾ സെറ്റ് ആക്കണം. എവിടെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയത് അത് നോക്കി വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. ലാംഗ്വേജ് ആണ്, ഗ്രാമർ മിസ്റ്റേക്കും വേറെ ഒരു രീതിയിലുള്ള എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മിസ്റ്റേക്കും ഒന്നും വരാൻ പാടില്ല. സോ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇപ്പം തന്നെ വളരെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അതൊന്നും ഓർത്ത് വെച്ചോണം. കാരണം നമുക്കിനി അങ്ങനെ ഒരുപാട് സമയമില്ല. യെസ്. സോ ഇമെയിൽ എഴുതുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. നൗ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ റീസെൻറ്റ് ഓഖി ഡിസാസ്റ്റർ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ടഫായിരുന്നു. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സീകളുടെ ആരാണ് ഇപ്പം ആദ്യം മുതലേ കാണുന്ന ആളാന്ന് പറഞ്ഞേ? അമീനായിരുന്നോ? ഞാൻ കാണലുണ്ട്. അഫ്ലു അല്ലേ പറഞ്ഞിട്ടുള്ളത്? ആ ഒരു സീകളിൻ്റെ ക്വസ്റ്റ്യൻ വന്നിരുന്നല്ലോ, മോഡൽ എക്സാമിന് വന്നിരുന്നല്ലോ. സീകളുടെ ക്വസ്റ്റ്യൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതായിരിക്കണം എന്നില്ല, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരും. പക്ഷെ നിങ്ങൾ ടെക്സ്റ്റ് ഉറപ്പായിട്ട് വായിച്ചിട്ട് പോണേ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓർമ്മ വരുള്ളൂ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരും എന്നൊക്കെ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ക്ലാസ് തൊട്ട് വരുന്നവർക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഓൾ ചാപ്റ്റർ സമ്മറി പറയോ മിസ്? എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? കാരണം ഇനിയിപ്പോൾ നമുക്ക് ചാപ്റ്റർ വൈസ് സമ്മറി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ചാപ്റ്റർ ഏതാണ്? ഇപ്പോൾ എന്താണ് സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കണ്ടാവ് ചാപ്റ്ററിൻ്റെ സമ്മറി പഠിച്ചു. പക്ഷേ ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു സമ്മറി പഠിച്ചുകൊണ്ട് ഉപയോഗം ഉണ്ടോ? അതിനെ ബേസ് ചെയ്തിട്ടുള്ള ജനറൽ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. സോ സമ്മറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇനിയും നമുക്ക് എക്സാമിന് മുന്നേ നമുക്കൊന്ന് പൊടി തട്ടിയെടുക്കാം. അല്ലാതെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് മാർക്കല്ലേ നമുക്കിനി വേണ്ടത്, അത് ഉണ്ടാക്കാനായിട്ട് എത്രത്തോളം നമുക്ക് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ ഇപ്പം നമ്മൾ നോക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The recent OK disaster wreaked havoc in the lives of hundreds of people in coastal Kerala. The tragedy warns us that our weather forecasting technology needs to improve. Write a letter to the editor of a popular daily expressing your concern over the delay in the forecast and the need for better technology and more proactive staff. Yes. So, ഓഖി ഡിസാസ്റ്റർ 4 to 5 years ബാക്ക് നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ള ഡിസാസ്റ്ററാണ്. ആ ഒരു സമയത്ത് ഓഖി ദുരന്തം എന്നുള്ളത് ന്യൂസിലൊക്കെ കണ്ടു കാണും. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ പഠിച്ചു ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ. അഞ്ജന മജുംദാറിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ എസ്സേ ആണ്, ഐ ഓപ്പണർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എസ്സേ ആണ്. ആ ഒരു ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്നുള്ള ചാപ്റ്ററിൽ എന്താണ് പറയുന്നത്? ഹ്യൂമൻ കലാമിറ്റി നാച്ചുറൽ കലാമിറ്റീസ് എന്നുള്ളത് ഹ്യൂമൻസ് കാൺ കൺട്രോൾ അല്ലേ? അതെന്ന് പറയുന്നത്
അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. സോ ദ ബെസ്റ്റ് തിങ് ദാറ്റ് വി ക്യാൻ ഡു ഇസ് ദാറ്റ് വി കുഡ് മിനിമൈസ് അല്ലെങ്കിൽ റെഡ്യൂസ് ദ ആഫ്റ്റർ എഫക്ട്സ് കോസ് ബൈ ദീസ് തിങ്സ്. ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ. ഓൾ വി ക്യാൻ ഡു ഇസ് ടു കൺട്രോൾ ദ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ഹാർംഫുൾ എഫക്ട്സ് ഓഫ് ദിസ് ഡിസാസ്റ്റേഴ്സ്. അതാണ് വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള വന്ന ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ ഓഖി പോലുള്ള ഒരു ഡിസാസ്റ്റർ ഫേസ് ചെയ്തപ്പോൾ വി അണ്ടർസ്റ്റുഡ് ദാറ്റ് നമ്മുടെ വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അത്രത്തോളം അക്യുറേറ്റ് ഒന്നും അല്ല. സോ ബേസ്ഡ് ഓൺ ദാറ്റ് യു ആർ ആസ്ക്ഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ദ പോപ്പുലർ എഡിറ്റർ ഓഫ് എ പോപ്പുലർ ഡെയിലി ആൻഡ് you should mention about the need of better technology and also more proactive staff എന്നാണ് പറയുന്നത്. സൈബർ സ്പേസ് ലാസ്റ്റ് ചാപ്റ്റർ അല്ലേ, അത് പഠിക്കണം, എല്ലാ ചാപ്റ്ററും പഠിക്കണം. ഓക്കെ, ഇംഗ്ലീഷ് 56 നമുക്ക് ഇനിയും സെറ്റാക്കാനുണ്ട് അല്ലേ? ഇനിയല്ല, ഒരുപാട് സെറ്റാക്കാനുണ്ട് ഇംഗ്ലീഷ്. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്തൊക്കെ നമുക്ക് എഴുതാൻ പറ്റും നോക്കിക്കേ. ഫോർമൽ ലെറ്റർ ആണ്. ഫോർമൽ ലെറ്ററിൻ്റെ എങ്ങനെയാണ്? ഫ്രം, ഡേറ്റ്, ടു, സബ്ജക്റ്റ്. ഓർക്കണം, എഡിറ്റർ പറഞ്ഞിട്ട് അഡ്രസ്സ് ചെയ്തതിന് ശേഷം ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ, യോർസ് ഫെയ്ത്ത്ഫുള്ളി, യോർ നെയിം, റിഗാർഡ്സ്. ഇതാണ് ഫോർമാറ്റ് ഓഫ് ദ ലെറ്റർ എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് തറവായി എന്ന് വിചാരിക്കുന്നു. അതെല്ലാം ഡിസ്കസ് ചെയ്തത് തന്നെ പിന്നെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് സമയം കളയണ്ടല്ലോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഏതൊക്കെ കോണ്ടന്റ് നമുക്ക് എഴുതാനായിട്ട് പറ്റും? ഫോക്കസ് ഏരിയ ഉണ്ടോ മിസ്സേ? ഫോക്കസ് ഏരിയ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എന്താണ്? എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ലെറ്റർ, ഫോർമൽ ലെറ്റർ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, പ്രൊഫൈൽ റൈറ്റിംഗ്, ബ്ലർബ് ചോദിക്കാം, ബ്ലോഗ് ചോദിക്കാം, ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ. ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ മെയിൻലി ചിലപ്പോൾ എന്താണ്, നിങ്ങൾ പഠിച്ച ഒരു പോയമായിട്ടുള്ള കമ്പാരിസൺ, അത്രയും റിലേറ്റഡ് ആയിട്ടുള്ളൊരു പോയം തന്നിട്ട് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കുക. ദെൻ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് ഗ്രാമർ ക്വസ്റ്റ്യൻസ് ലൈക്ക് റിപ്പോർട്ടഡ് സ്പീച്ച്, അതേപോലെ തന്നെ എഡിറ്റിംഗ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസും. ഇതിൽ കൂടുതൽ എന്ത് ഫോക്കസ് ഏരിയ വേണ്ടത്? ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ പഠിക്കാൻ. മോഡൽ എക്സാം 19th ക്വസ്റ്റ്യൻ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, അതുകൊണ്ട് 19th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മിസ്റ്റർ ബുദ്ധിമുട്ടായിരിക്കും. ഏതാണ് എന്നുള്ളതും കൂടെ ഒന്ന് പറയണേ. ഓക്കെ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ അതേപോലെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സമയം നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഞാൻ ഒപ്പിക്കാനും ശ്രമിക്കാം. ഓക്കെ, എനിത്തിങ് യു വോണ്ട് ഐ വിൽ ഡു. ഓക്കെ, യെസ്. അങ്ങനെ ഒരെണ്ണം വരികയാണെങ്കിൽ എഡിറ്റർ എന്നുള്ളൊരു ഫോർമൽ ലെറ്റർ ആണെങ്കിൽ ഐ എം റൈറ്റിംഗ് ടു ടോക്ക് അബൌട്ട് ദ റീസെൻറ്റ് ഓഖി ഡിസാസ്റ്റർ ഇൻ കോസ്റ്റൽ കേരള. ഇറ്റ് കോസ്ഡ് എ ലോട്ട് ഓഫ് ഡാമേജ് ടു മെനി പീപ്പിൾസ് ലൈഫ്സ്. ദിസ് ഈവൻ ഷോസ് us that our weather forecasting technology needs to get better. സോ ഞാൻ എന്തിനാണ് ഈ ഒരു ലെറ്റർ എഴുതുന്നത്? എഡിറ്ററിന് എഴുതുന്ന ഫോർമൽ ലെറ്റർ ആണ്. പേഴ്സണൽ കാര്യങ്ങളല്ല നമ്മൾ പറയേണ്ടത്. സുഖമാണോ തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യില്ല, ഡയറക്റ്റ് ആയിട്ട് കാര്യം പറയുകയാണ്. ഐ ആം സെൻഡിങ് ദിസ് ഇമെയിൽ ടു let you know about, അല്ലെങ്കിൽ I'm writing this email, അല്ലെങ്കിൽ I'm writing this letter to speak, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് കാര്യം എക്സ്പ്രസ് ചെയ്യണം. So it caused a lot of pain and also damage to the lives of people and it shows, what does it show? It shows that our weather forecasting system എന്ന് പറയുന്നത് is not that good. It needs to be എന്താണ് better അല്ലേ? It's need to get better എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. The problem was that the forecast for OK came too late. ഏറ്റവും നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നമായിരുന്നു ഓഖിയെ ബേസ് ചെയ്തിട്ടുള്ള വെതർ ഫോർകാസ്റ്റ് വന്നത് വളരെ ലേറ്റായിട്ടായിരുന്നു. ആർക്കും ആ ഒരു വാർണിംഗ് സിമ്പിൾ കിട്ടിയിരുന്നില്ല. ദിസ് വെൻ പീപ്പിൾ ഡിഡ്ന്റ് ഹാവ് ഇനഫ് ടൈം ടു ഗെറ്റ് റെഡി. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് എന്താണ് പ്രിപ്പയർഡ് ആയിട്ട് ആ ഒരു ഫേസ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല. അഞ്ജന മജുംദാർ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്താണ് ഈ നാച്ചുറൽ കലാമിറ്റീസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല, പക്ഷേ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതിലൂടെ നമ്മുടെ സ്റ്റാഫും അല്ലെങ്കിൽ ഗവൺമെൻറ്റും NGOസും ഈവൻ ഹ്യൂമൻ ബീങ്സ്, നമ്മൾ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ളൊരു നിലയ്ക്ക്, സിറ്റിസൺ എന്നുള്ളൊരു നിലയ്ക്ക് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും പ്രിപ്പയർഡ് ആയിരിക്കുക. അങ്ങനെ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് കുറയ്ക്കുക എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഒരു എസ്സേയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ എന്താണ് പ്രഡിക്ഷൻ സിസ്റ്റം വർക്കൗട്ട് ആകാത്തത് കൊണ്ട് തന്നെ ആൾക്കാർ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ടു ഡു ദിസ് വി നീഡ് ബെറ്റർ ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ് ടു ട്രാക്ക് സ്റ്റോംസ് അക്യുറേറ്റ്ലി. ഇതുപോലുള്ള ഡിസാസ്റ്റേഴ്സ് ട്രാക്ക് ചെയ്യാനുള്ള എഫിഷ്യൻറ്റ് ടൂൾസ്, വെബ്സൈറ്റ്സ് എല്ലാം നമുക്ക് വേണം. അത് ആൾക്കാരിലേക്ക് എത്തിക്കുകയും വേണം. We also need more trained staff who can understand the weather data quickly and make decisions fast. And it's important for us to act now before another disaster happens, and we should
മിസ്സേ വൺ ഷുഡ് ഡ്യൂട്ടി ഫോർ ഇറ്റ്സ് ഇത് മോഡലിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും, ഉറപ്പായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇതെന്ന് പറയുന്നത് സജഷൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ഒപ്പീനിയൻസ് കൊടുക്കുന്ന രീതിയിൽ ചോദിക്കാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡു അല്ലെങ്കിൽ ഡോൺസ് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് അത്. എനിവേ എങ്ങനെയാണെങ്കിലും അത് നമുക്ക് ചോദിക്കാം. മിസ്സേ സ്പീച്ച് ഉണ്ടാവും, ഉറപ്പായിട്ടും സ്പീച്ച് ഉണ്ടാവും കേട്ടോ, സ്പീച്ച് ഉണ്ടാകുന്നതാണ്. It's important for us to act now before another disaster happens. വേറൊരു ഡിസാസ്റ്റർ വരാൻ കാത്തിരിക്കുകയല്ല വേണ്ടത്. Even before that we need to get prepared for that, and that way we could reduce its impact. We should invest in improving our weather technology and training more people to keep us safe from future storms. Thank you for listening എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ ടൈം ഫോർ റീഡിങ് ദിസ് ലെറ്റർ എന്ന് പറഞ്ഞിട്ട് യുവർ നെയിം ഫെയ്ത്ത്ഫുള്ളി നെയിം പറയുകയാണെങ്കിൽ ഫോർമൽ ലെറ്റർ സെറ്റാണ്. സോ എന്താണെന്നുള്ളത് ഡയറക്റ്റ് ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുക. നിങ്ങൾക്ക് പോസിബിൾ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് കൂടെ ഡിസ്കസ് ചെയ്യുക. ദെൻ താങ്ക് ഹിം ഫോർ യുവർ വാല്യുബിൾ ടൈം എന്നുള്ളത് പറഞ്ഞതിന് ശേഷം നെയിം റിഗാർഡ്സ് പറഞ്ഞാൽ ലെറ്റർ, ഫോർമൽ ലെറ്റർ അല്ലെങ്കിൽ ഇമെയിലും ഒക്കെ സെറ്റാണ്. ഓക്കെ, ഒരു വലിയ റൈറ്റപ്പ് തന്നിട്ട് അതിനെ ഷോർട്ടാക്കി മാറ്റാം. പ്രിസൈസ് റൈറ്റിംഗ് ചോദിക്കും കേട്ടോ, അങ്ങനെയും ചോദിക്കാം. നോക്കിക്കേ, ഇവിടെ എല്ലാവരും നല്ല നല്ല കുട്ടികളായിക്കേ. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക, നല്ല കുട്ടികളായിട്ട് ക്ലാസ് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. റീഡ് ദ പാസേജ് ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. സയൻസ് ആൻഡ് ടെക്നോളജി വാട്ട് ഈസ് പ്രിസൈസ് റൈറ്റിംഗ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഷോർട്ട് ആക്കി എഴുതുക. ഇപ്പോൾ വലിയൊരു ആർട്ടിക്കിൾ പോലെ തന്നിട്ട് അതിനെ ഷോർട്ട് ആക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്താണെന്ന് നോക്കിയിട്ട് അത് നിങ്ങളുടെ ലാംഗ്വേജിലേക്ക് മാറ്റി എഴുതുന്നത്. ഓക്കെ. സയൻസ് ആൻഡ് ടെക്നോളജി പ്ലേ കീ റോൾസ് ഇൻ മോണിറ്ററിംഗ് ഹസാർഡ്സ് ആൻഡ് vulnerabilities, developing an understanding of their continually changing patterns, and in developing tools and methodologies for disaster risk reduction, and the dissemination and application of new strategies and measures to protect lives, livelihoods, and property within societies experiencing dynamic change are key areas of work for the scientific and technical communities. Scientific knowledge, technical expertise, and experiences to reduce risk have to be shared and made widely available as an important part of multidisciplinary technical cooperation. Efficient disaster reduction needs a mutually reinforcing interaction between scientists, decision makers, and informal citizens. അപ്പം ഒരു പാസേജ് തന്നിട്ടുണ്ട്. ദ സൈബർ സ്പേസ്. ഇവിടെ ആരോ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു സൈബർ സ്പേസിനെ കുറിച്ച് പറയുമോ എന്നുള്ളത്. എസ്തർ ഡൈസൻ്റെ ആണ്. ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സൈബർ സ്പേസ് എന്ന് പറയുന്നത് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒരേപോലെയുള്ള ഒരു സ്ഥലമാണ്. നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പം നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, കമൻറ്റ് വളരെ ആക്റ്റീവ് ആക്കി വെക്കുന്നു. ഈ ക്ലാസ് നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എത്രമാത്രം ഫ്രൂട്ട്ഫുൾ ആകും അല്ലേ? അതേസമയം ഇതിൽ ചാറ്റിങ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ കുറേ കമൻറ്റ്സ് അതിന് വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ അതൊരു നെഗറ്റീവ് സൈഡാണ് മാറുന്നത്. ഏത് വേണം എന്നുള്ളത് നിങ്ങൾക്കാണ്. ബിക്കോസ് യു ആർ ദ ബോസ് ഓഫ് യുവർ ഓൺ സൈബർ സ്പേസ് എന്നാണ് പറയുന്നത്. നിങ്ങളാണ് ആസ് ആൻ ഇൻഡിവിജ്വൽ. നിങ്ങൾക്ക് മുകളിലും താഴെയായിട്ട് ആൾക്കാരില്ല. നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ സൈബർ സ്പേസിലെ ബോസ് എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു യു, യു കുഡ് ചൂസ് വിച്ച് പാത്ത്. ഓക്കെ, ഏത് പാത്ത് വേണം എന്നുള്ളത് യു കുഡ് ചൂസ്. ഹൗ ടു യൂസ് ഇറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് എസ്തർ ഡൈസൻ്റെ സൈബർ സ്പേസ് എന്ന് പറയുന്നത് കേട്ടോ. എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചതല്ലേ? ഞാനാണ് മിസ് ചോദിച്ചത്. ഓക്കെ, അതൊന്നുമില്ല പറയുന്നത്. ഇൻഡിവിജ്വൽ എന്നുള്ളൊരു നിലയിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടിയെ കൊണ്ടുവന്നിട്ട് ഈ സൈബർ സ്പേസിലെ നെഗറ്റീവ്സും പോസിറ്റീവ്സും കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ഓരോരുത്തർ എത്ര പേരാണ് യൂസ് ചെയ്യുന്നത്. സോ ദ ബെസ്റ്റ് വേ ഈസ് ടു ആക്ട് യുവർ സെൽഫ് ആസ് എ റെസ്പോൺസിബിൾ ഹ്യൂമൻ ബീങ്. നല്ല കുട്ടികളല്ലേ? +1 +2 എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താണ് ഒരു ഗ്രോൺ അപ്പ് ഇൻഡിവിജ്വൽ ആയി കഴിഞ്ഞിട്ടുണ്ട്. സോ യു നോ നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് ഇതെങ്ങനെ യൂസ് ചെയ്യണം. എക്സാമ്പിൾ ഇപ്പോൾ MKD ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ വേറെ ടൈമും ഡേറ്റയും വേറെ രീതിയിൽ നിങ്ങൾക്ക് കളയാനായിട്ട് പറ്റും. സോ വിച്ച് തിങ് ടു ചൂസ് എന്നുള്ളത് യു ആർ ദ ബോസ്, യു കുഡ് ചൂസ് ഇറ്റ്. അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. കൊച്ചുകുട്ടികളാണ് ഇത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നതെങ്കിൽ അവർക്കൊരു ജനറൽ അവയർനെസ് ക്ലാസ് ഓൾറെഡി കൊടുക്കുക. പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒരുപോലെ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എത്ര മാത്രം പോസിറ്റീവ് ഏറ്റെടുക്കണം, ഏതൊക്കെ നെഗറ്റീവിൻ്റെ മുന്നിൽ നിങ്ങൾ കണ്ണടയ്ക്കണം എന്ന് പഠിപ്പിച്ച് തന്ന എസ്തർ ഡൈസൻ്റെ ദ സൈബർ സ്പേസ്. ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും അല്ലേ? പ്രാക്ടിക്കൽ ലൈഫിലും കൂടെ എന്താണ് കോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഷഹനി, ഹലോ.
സെനിയ, മിസ് സേ ഐ ആം ന്യൂ സ്റ്റുഡൻറ്റ്, വെൽക്കം ടു ഇലാൻസ് ട്യൂഷൻ. ന്യൂ സ്റ്റുഡൻസിനൊക്കെ ഷിഫാൻ ഗ്രാമറൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? ഗ്രാമറൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാമല്ലോ മോനെ. അമീനെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ആർ ഇൻ ടു മൈ ഗുഡ് സ്റ്റുഡൻറ്റ് എല്ലാം ക്ലാസ്സിലെല്ലാം പറഞ്ഞേ. ഷഹാനി ഹലോ ഹൗ ആർ യു? സോ ഹൗ ഇസ് യുവർ മോഡൽ എക്സാം? ഇവിടെ ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിനെയും ബേസ് ചെയ്തിട്ട് പോസിബിൾ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിൽ വരാം, അതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണെന്ന് തോന്നുന്നു. പിന്നെ ഓക്കെ ആണല്ലോ അല്ലേ? എല്ലാം ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വാട്ട് ആർ ദ റോൾസ് പ്ലേഡ് ബൈ സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്? ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്നുള്ളതിനെ കുറിച്ച് അതിൻ്റെ സമ്മറി മാത്രമോ പ്രിസൈസ് റൈറ്റിങ്ങോ ആയിരിക്കില്ല ചോദിക്കുക. സിമിലർ ഒരു ടെക്നോളജി ബേസ്ഡ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ ഈ ഒരു ടൈപ്പ് ടോപ്പിക്ക് തന്നിട്ട് ഒരു റൈറ്റപ്പ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ചാൻസ് ഉണ്ട്. സോ വാട്ട് ആർ ദ റോൾസ് പ്ലേഡ് ബൈ സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്? ഇതിൽ എന്താണ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുള്ള പാരഗ്രാഫ് തന്നിട്ട് ആൻസർ ചോദിക്കുകയാണെങ്കിൽ ഒരൊറ്റ ടെക്നിക്കേ ഉള്ളൂ. ഒരൊറ്റ തവണ ഈ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാ പോയിന്റ്സും മനസ്സിലാകണം എന്നില്ല. സെക്കൻഡ് ടൈം കുറച്ചും കൂടെ തറവായിട്ട് വായിക്കുക. ദെൻ ഗോ സ്ട്രെയിറ്റ് ടു ദ ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ഇതിൻ്റെ ആൻസർ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു സാധനം നിങ്ങൾക്ക് കത്തും. അപ്പോൾ ആ ഒരു പോർഷൻ ഒന്നും കൂടെ തറവായിട്ട് വായിക്കുമ്പോൾ ദെൻ ട്രൈ ടു കണക്ട് ദോസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഓക്കെ, വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ആദ്യത്തെ വായനയിൽ തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ നോക്കുകയാണെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിങ് ആയിരിക്കും. സോ സമയമെടുത്ത് വായിക്കേണ്ടത് വായിക്കുകയും കൂടെ വേണം. എന്ന് വെച്ച് ഒരുപാട് സമയം ഇതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം എസ്സേ ക്വസ്റ്റ്യനും സ്പീച്ചും ഒക്കെ വരുന്നതേ ഉള്ളൂ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ലക്ഷ്മി ഹലോ. അമൃത യെസ്. ഓക്കെ എല്ലാവരും ഉണ്ടല്ലോ. യെസ്. Then പറഞ്ഞേ, what are the roles played by science and technology in disaster management? Science and technology play key roles in monitoring hazards and vulnerabilities. ഇവിടെ ഓൾറെഡി ആൻസർ ഉണ്ട്. ഇതിൽ നിന്ന് എടുത്ത് അതേപോലെ എഴുതിയിരിക്കുകയാണ് അല്ലേ? മോണിറ്ററൈസിങ് hazards and vulnerabilities. It develops, continually changes patterns and in developing tools we should upgrade it എന്ന് പറയുന്നുള്ള ആൻസർ അവിടെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പാരഗ്രാഫ് റൈറ്റിംഗ് അബൌട്ട് ട്രാവൽ. മിസ് ക്യാരക്ടർ സ്കെച്ച് ആരുടെയൊക്കെ ചോദിക്കും മിസ്? ആരുടെ വേണമെങ്കിലും ചോദിക്കാടാ. ഓക്കെ, ആരുടെ വേണം? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണല്ലോ, എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഇവിടെ ഒരു മിനിറ്റ്, എല്ലാം ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. സോ ഇവിടെ ചോദിക്കുകയാണെങ്കിൽ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിലെ മാഗിയും മിസ്റ്റർ ഗുപ്തയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അതിൻ്റെയൊക്കെ പോസിബിൾ ആൻസേഴ്സും ക്വസ്റ്റ്യൻസ് മാത്രമല്ല ആൻസറും ഡിസ്കസ് ചെയ്തതാണ്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിൽ ക്യാരക്ടർ സ്കെച്ച് എന്നുള്ള രീതിയിലായിരിക്കില്ല, പകരം മദർ സീകളിൻ്റെ ആ ഒരു ഇന്നോവേഷൻ അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ദ റോൾ ഓഫ് പേരൻസ് എന്നുള്ള രീതിയിൽ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് ഏതൊക്കെയാണ്? ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് മാഗി, അതേപോലെ തന്നെ മിസ്റ്റർ ഗുപ്ത ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ ഓരോ ചാപ്റ്ററിനെയും ബേസ് ചെയ്തിട്ട് സെറംഗ് ഓഫ് റാണാഗഞ്ചിയിൽ ഹസൻ്റെ ക്യാരക്ടർ ചോദിക്കാം, ഡോക്ടറിൻ്റെ നറേറ്ററിൻ്റെ ചോദിക്കാം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ദെൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, പാരഗ്രാഫ് അബൌട്ട് ട്രാവൽ എക്സ്പീരിയൻസ് ചോദിക്കാം, ഉറപ്പായിട്ടും ചോദിക്കാം. കാരണം നിങ്ങൾ ട്രിപ്പ് ഓഫ് ലേഹോർലയിലൊക്കെ പോയിട്ട് വന്നതല്ലേ? ഫിജിയ ലെജൻഡ് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ടേർട്ടിൽ കോളിംഗ് സാധനങ്ങളൊക്കെ കണ്ടതല്ലേ ട്രാവൽ എക്സ്പീരിയൻസിൽ കൂടെ? സോ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ചോദിക്കാം. ഡയറക്റ്റ് ആകണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾ അവിടെ ചെന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? ട്രിപ്പ് ഓഫ് ലേഹോർലയുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? അല്ലെങ്കിൽ ടേർട്ടിൽ കോളിംഗ് എങ്ങനെ നിങ്ങളെ ഇൻസ്പയർ ചെയ്തു? ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് വേണം എന്നില്ല. അത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളൊരു യാത്രയ്ക്ക് പോകുന്നു, നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണ്? ഒരു കണക്ഷൻ മാത്രം മതി, തീം ബേസ് ഒരു കണക്ഷൻ മാത്രം മതി. ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആസ്ക്ഡ് ഫ്രം എനിവെയർ, സോ ബി പ്രിപ്പയർ ഫോർ ദാറ്റ്. ഓക്കെ, അത്രയും ഓർത്ത് വെക്കുക. ഇവാനിഷ് ചോദിക്കുമോ? പ്രിപ്പയർ ചെയ്തിരിക്കാമല്ലോ. ഇവാനിഷിൻ്റെ കാര്യം നമുക്ക് പ്രിപ്പയർ ചെയ്തിരിക്കാം. ഓക്കെ അല്ലേ? യെസ്. Then,
Which are the groups of people that can be involved in efficient disaster management? Scientists, decision making and informed citizens. So ഇതിനൊന്നും നമുക്ക് ടൈം കളയേണ്ടതായിട്ടില്ല, കാരണം പാരഗ്രാഫ് പാരഫ്രൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. Pick out the word from the passage that means spreading, developing. Pick out the word from the passage that is opposite in meaning to passive, that is dynamic. So ഒന്നേ ഉള്ളൂ, ഇതിനൊരൊറ്റ ട്രിക്കേ ഉള്ളൂ. ആദ്യം നല്ല രീതിയിൽ വായിക്കുക, രണ്ടാമത് കുറച്ച് സമയം എടുത്ത് വായിക്കുക, ദെൻ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് ആൻസർ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വേണം ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് സ്കോർ ചെയ്യാൻ കേട്ടോ. യെസ്, അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള എത്ര വട്ടം മിസ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ലൈൻസ് ആണ്. ഗോ ടു ദ വുഡ്സ് ആൻഡ് ഹിൽസ്, നോ ടിയേഴ്സ് കുഡ് ഡിം ദ സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ വെയേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ ഇമേജറി പറയാനാണ്. കാരണം ഈ ഒരു ചാപ്റ്ററിനെ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറഞ്ഞ പോയത്തിലെ വിഷ്വൽ ഓഡിറ്ററി ഇമേജസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. Go to the woods and hills, no tears dim the sweet look that nature wears. What was the sweet look that had captured H.W. Longfellow's attention? Write a paragraph on the use of imagery in the poem Sunrise on the Hills. ഇതെന്ന് പറയുന്നത് എന്താണ്? അപ്രിസിയേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ക്രിട്ടിക്കൽ അപ്രിസിയേഷനിൽ വരുന്നതാണ്, ഡിസ്കസ് ചെയ്യുന്നതാണ് ഇമേജറിയും ലാംഗ്വേജിൻ്റെ യൂസേജും അതേപോലെ തന്നെ പോയറ്റിക് ഡിവൈസസും കണ്ടുപിടിച്ചിട്ട് എഴുതുക എന്നുള്ളത്. സോ പാരഗ്രാഫ് ആക്കിയിട്ട് എന്ത് ചോദിച്ചു? അപ്രിസിയേഷൻ ഓഫ് ദ പോയം ചോദിച്ചു. ഇങ്ങനെയാണ് ചോദിക്കുക. ഡിബേറ്റ് ചോദിക്കോ? ഡിബേറ്റ് ചോദിക്കും. റിപ്പോർട്ടഡ് സ്പീച്ച് പറഞ്ഞു തരുമോ? റിപ്പോർട്ടഡ് സ്പീച്ച് പറഞ്ഞു തരാം. ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്തതാണ്, ബട്ട് സ്റ്റിൽ നമുക്ക് പറഞ്ഞു തരാം. റിപ്പോർട്ടഡ് സ്പീച്ചിൽ 3 റൂൾസ് ആണ് നിങ്ങൾ മെയിൻലി ഫോളോ ചെയ്യേണ്ടത്. ആഡ് റിപ്പോർട്ടിംഗ് വെർബ് ക്ലോസ്, അതായത് ഹീ സെഡ് ദാറ്റ് അല്ലെങ്കിൽ വെദർ, ഇഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാ ഒരെണ്ണം ആഡ് ചെയ്യില്ലേ, അത് ആഡ് ചെയ്യുക. ഫസ്റ്റ് റൂൾ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബാക്ക് ഷിഫ്റ്റ് ദ ടെൻസ്. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ പാസ്റ്റ് ആക്കുക, പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കുക, അതായത് പാസ്റ്റ് ജസ്റ്റ് ബാക്ക് ഷിഫ്റ്റ് ദ ടെൻസ്. ആൻഡ് ദ ലാസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ചേഞ്ച് ദ പ്രോനൗൺ എന്ന് പറയുന്നത്. ഐ ആണെങ്കിൽ എന്താണ്? ഹീ ഷീ, അങ്ങനെ ഒരു രീതിയിൽ. യു എന്നുള്ളത് ഹീ ഷീ ആക്കാം. അതേപോലെ വേർഡ്സ് വിൽ, വുഡ്, ക്യാൻ, കുഡ്, അങ്ങനത്തെ ചേഞ്ചസ്, പ്രോനൗൺസിൽ വരുന്ന ചേഞ്ചസ്. ഇത് അതേപോലെ പ്ലേലിസ്റ്റിൽ ഒരു വീഡിയോ റിപ്പോർട്ടഡ് സ്പീച്ചിന് മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പോയി കാണുക. സ്റ്റിൽ യു ഹാവ് ഡാറ്റ്, ഫീൽ ഫ്രീ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ആൻഡ് ഇനിയും ഉള്ള ചാപ്റ്റേഴ്സിലും നമ്മൾ എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? ഡിബേറ്റ് ചോദിക്കുക. ഡിബേറ്റ് ചോദിക്കും. ഡിബേറ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഒരു ഡിബേറ്റ് പ്രിപ്പയർ ചെയ്യാനായിരിക്കില്ല. റൈറ്റ് 4 points for or against the topic. ഈ ലൈവ് ക്ലാസ്സിൻ്റെ സെക്കൻഡ് ഓർ തേർഡ് സ്ലൈഡ് എന്ന് പറയുന്നത് ഇതേപോലെ ഡിബേറ്റിൻ്റെ ഗോയിങ് ഔട്ട് ജസ്റ്റ് ഫോർ എ വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വാക്കിങ്ങിനെ കുറിച്ചുള്ള ഒരു ഡിബേറ്റ് പോയിന്റ് എഴുതാനായിരുന്നു. സോ 4 അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ടോപ്പിക്കിനെ സപ്പോർട്ട് ചെയ്തൊരു 4 ആർഗ്യുമെൻറ്റ്സ് എഴുതുക, അല്ലെങ്കിൽ എഗൻസ്റ്റ് അതിനെതിരായിട്ട് 4 ആർഗ്യുമെൻറ്റ്സ് എഴുതുക. അങ്ങനെ ഒരു 4 points ആയിട്ടായിരിക്കും ചോദിക്കുക ഡിബേറ്റ് റൈറ്റിംഗ്. ഓക്കെ, ഇനിയിപ്പോൾ സ്ഥലങ്ങളുടെ ഡിസ്കഷനൊക്കെ വന്നു അല്ലേ. എനിവേസ് നമുക്ക് കണ്ടിന്യൂ ചെയ്താലോ? Go to the woods and hills, sunrise on the hills. H.W. Longfellow. The poem paints a beautiful picture. The sky looked amazing with the rising sun shining bright. Where is he standing now? He is on the hills watching the beautiful sunrise. And the forest well lit up, and we could see tall peaks with the sharp edges. A pine tree swayed on the cliff, moved by the wind. The river flowed, sometimes darkened by the shade of trees. A bird flew high, making a lot of noise. Smoke rose from huts in the valley, picking through the thick branches of the tree. So, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ആ ഒരു ബ്യൂട്ടിഫുൾ സൺറൈസ് വരുമ്പോഴത്തേക്ക് ക്ലൗഡ്സ് തോറ്റുപോയ വാരിയേഴ്സിനെ പോലെ മാറുന്ന ആ ഒരു വിഷ്വൽ ഇമേജറി ഓർമ്മയുണ്ടോ? നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതേപോലെ തന്നെ ആ ഒരു ബ്രാഞ്ചസ് അല്ലേ, ബ്രാഞ്ചസിൻ്റെ ട്രീയുടെ ബ്രാഞ്ചസ് തിക്കായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു കളർ ഓഫ് ദ റിവർ ചേഞ്ച് ചെയ്യുന്ന ആ ഒരു വിഷ്വൽ ഇമേജറി. പക്ഷേ സൗണ്ട് ഓഫ് ദ ബേർഡ്സ് കേൾക്കുന്നത്, അടുത്ത ഒരു ന്യൂ ഡേ ആണ്, ന്യൂ ബിഗിനിങ് ആണ്, അതിൻ്റെ സൗണ്ട് എംഫസൈസ് ചെയ്യുന്ന വില്ലേജ് ബെൽസ് കേൾക്കുന്നത്, അതൊക്കെ എന്താണ്? ഓഡിറ്ററി ഇമേജസ് ആണ്. ഇത്തരത്തിലുള്ള ഇമേജറി എങ്ങനെ എംപ്ലോയ് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിക്കുന്നത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരുന്നതുമാണ്. ഈ ഒരു പോയത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലൈനാണ് ഗോ ടു ദ വുഡ്സ് ആൻഡ് ഹിൽസ്, നോ ടിയേഴ്സ് കുഡ് ഡിം ദ സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ വെയേഴ്സ്. ഓക്കെ, ക്രിസ്റ്റൽ ക്ലിയർ മിസ് ഗൂഗിൾ പറഞ്ഞിട്ടുണ്ട്. സോറി മിസ്, വൈ ഹായ് അൻസാർ, ഹൗ ആർ യു? എവിടെയായിരുന്നു? കുറച്ച് ലേറ്റായി പോയല്ലോ ക്ലാസ്സിൽ കയറിയപ്പോഴത്തേക്ക്. എല്ലാവരും പുതിയതായിട്ട് കയറുന്നവരുടെ അടുത്ത് ഒന്ന് പറഞ്ഞോളട്ടെ, 6:30 നമ്മുടെ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതോർത്തോണം. യെസ്,
Next question നോക്കിക്കേ. Your friend is going to visit the Namoana village in Kantau Island to see the ritual of turtle calling. Write an email wishing him or her an adventurous journey and also warning him or her about the dangers in the rocky island. ഇമെയിൽ ആണോ എന്ന് ചോദിച്ചാൽ ഇമെയിലാണ്, പക്ഷെ വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്? അപ്പം ഇത്തരത്തിൽ പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വളരെയധികം ശ്രദ്ധയോടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അത് അതേ സീരിയസ്നെസ്സോട് കൂടി അറ്റൻഡ് ചെയ്യാനും കൂടെ ശ്രമിക്കുക കേട്ടോ. ടീച്ചർ ഏതൊക്കെ സബ്ജക്റ്റ് എടുക്കും? ഇംഗ്ലീഷ് അല്ലേ ഞാൻ എടുക്കുന്നത്? അറിയില്ല. ഇത്രയും നേരം എൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ട് ഇനി എന്നാ ഉണ്ടാവുക വരുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ പേജിൽ യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി, കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ് കേട്ടോ. ഉടനെ തന്നെ ഉണ്ടാവും. കാരണം നമുക്കിനി മിനി മാരത്തോൺ സെഷൻ കഴിഞ്ഞാൽ മെയിൻ മാരത്തോണും എക്സാമിൻ്റെ അന്ന് ബൂസ്റ്ററും ഒക്കെ ഉണ്ടാവുന്നതാണ് കേട്ടോ. ഇംഗ്ലീഷ് മാത്രമാണ് മിസ് തൽക്കാലം എടുക്കുന്നത്. ഓക്കെ, യെസ്. അപ്പം എന്താണ് നമോന വില്ലേജ് നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണ്. കണ്ടാവ് ഐലൻഡിലേക്ക് പോകുമ്പോഴത്തേക്ക് ടേർട്ടിൽ കോളിംഗ് റിച്വലാണ്, പരിചയമില്ലാത്ത റിച്വലാണ്. സോ നിങ്ങളുടെ അടുത്ത് എന്താണ് സെനിയ മിസ്സേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ടീച്ചറിൻ്റെ ക്ലാസ് ഞാൻ കാണുമല്ലോ. താങ്ക് യു. അപ്പോൾ ഇതുപോലെ ടോപ്പിക്ക് മാറിപ്പോയി അല്ലേ? കമൻറ്റ് വായിച്ചപ്പോഴത്തേക്ക് ടോപ്പിക്ക് മാറിപ്പോയി. കണ്ട ഐലൻഡിൽ പോകുമ്പോഴത്തേക്ക് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രിപ്പാണ്. പക്ഷേ ടേർട്ടിൽ കോളിംഗ് എന്ന് പറയുന്നത് അത്രയും പരിചയമില്ലാത്ത പക്ഷേ ന്യൂ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടൊരു ഇമെയിൽ, എക്സൈറ്റ്മെൻറ്റും അതേപോലെ വാർണിംഗ് സിഗ്നൽസും കൊടുക്കേണ്ട ഒരു ഇമെയിൽ ഫോർ യുവർ ഫ്രണ്ട് ഡ്രാഫ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇമെയിൽ പറയുമ്പം ലെറ്റർ എഴുതുന്നത് പോലെ എഴുതി വെക്കരുത്. അതിൻ്റെ ഫോർമാറ്റ് ഓർത്തോണം. ടു സബ്ജക്ട് CC BCC ഒക്കെ എഴുതാനായിട്ട് മറക്കരുത്. CCയും BCC ഒന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ അത് അവിടെ ഉണ്ടാകണം. കാരണം ഇമെയിൽ റൈറ്റിംഗ് ആണ്, ഫോർമാറ്റ് ശ്രദ്ധിച്ചോണം. അത് കഴിഞ്ഞിട്ട് ലെറ്റർ ഒരു ഇൻഫോർമൽ ലെറ്ററിൻ്റെ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കോണ്ടന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ലെറ്റർ ഫോർമാറ്റ് ഇമെയിൽ ആണെങ്കിലും ഫോർമൽ ലെറ്റർ ആണെങ്കിലും ഇൻഫോർമൽ ലെറ്റർ ആണെങ്കിലും അതിൻ്റെ ഫോർമാറ്റ് മറക്കരുത്. ഓക്കെ ഓക്കെ അല്ലേ? യെസ്. ഹലോ മലയാളി, ഹൗ ആർ യു? So thanks for your mail. It's great that you are going to visit Namoana village for the turtle calling ritual. You will have a lot of fun. I have been there before and I enjoyed it a lot. നീ ഉറപ്പായിട്ടും ആ ഒരു ടേർട്ടിൽ കോളിംഗ് ഇൻസിഡൻറ്റ് എൻജോയ് ചെയ്യും. കാരണം ഞാനും അവിടെ പോയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. എൻ്റെ മച്ചാനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതില്ലേ, അതേപോലെയാണ് ഇമെയിൽ റൈറ്റിംഗ് എഴുതുമ്പോഴും അല്ലേ. മിസ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് സെറ്റാക്കി തരും. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് സെറ്റാക്കി തരാം. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ട്രിക്ക് പറയാം കേട്ടോ. When you get there, your boat will stop in a pretty bay under some cliffs. You will get off the boat onto the beach and can sit on the rocks. If you want, you can climb up a rocking path to a spot about 150 to 200 feet up the cliff. The view from up there is really nice, but be careful if you decide to climb because it's easy to slip and get hurt on the sharp rocks below. So turtle calling റിച്വലിന് പോകുമ്പോഴത്തേക്ക് ഇത്രയൊരു സീഡ് നടുക്കായിട്ട് കൊണ്ടുപോയി നിർത്തും. ഒരു ഐലൻഡിലായിരിക്കും, അവിടെ റോക്കി ഐലൻഡ് ആണ്. ഇത്ര ഫീറ്റിൽ നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് പറ്റും. അഡ്വഞ്ചറസ് ആയിട്ടാണെങ്കിൽ ഏറ്റവും അടിപൊളിയാണ് ആ ഒരു റോക്കിൻ്റെ ഏറ്റവും മോൾവശത്ത് ചെന്നിട്ട് വ്യൂ ആസ്വദിക്കുക എന്നുള്ളത്. പക്ഷേ റിസ്ക് ഉണ്ട്, അത് മനസ്സിലാക്കി ചെയ്യണം. സോ നല്ലൊരു ഫ്രണ്ടാണ് അല്ലേ, അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എന്തൊക്കെ സൂക്ഷിക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, അതിന് നീ എങ്ങനെയൊക്കെ പ്രിപ്പയർ ആയിരിക്കണം, ഇങ്ങനെ വേണം. ഓക്കെ, അല്ലാതെ ടേർട്ടിൽ കോളിംഗ് നല്ല ഒരു ഇൻസിഡൻ്റ് ആണ്, അതിൻ്റെ സമ്മറി ഇതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യം എഴുതുകയല്ല. ഇങ്ങനെ വേണം കണക്ട് ചെയ്യാൻ. ഓക്കെ, അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. രാഹുൽ ഘോഷ്, ഹലോ രാഹുൽ. Some people also try to jump into the water from the boat, but that's not safe. Some parts of the sea near the rocks are really deep and there are whirlpools that can be dangerous. So just be careful and don't do anything risky. ചിലപ്പോൾ നമ്മുടെ ബോട്ട് നിർത്തുന്ന വെള്ളത്തിലേക്ക് ചില ടൂറിസ്റ്റുകൾ ചാടും. പക്ഷേ അവിടെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഡോണ്ട് ഡു ദാറ്റ് എന്നുള്ളത്. കാരണം അവിടെ വേൾപൂൾസ് കാണും, എന്താണ് ചുഴി എന്നൊക്കെ പറയില്ലേ, നമ്മൾ സീ ആണ്, ഹിഡൻ ഡേഞ്ചേഴ്സ് ഒരുപാടുള്ള സ്ഥലമാണ്. ഇതുപോലെ ചുഴിയിൽ അകപ്പെട്ടാൽ പിന്നെ നമുക്ക് എന്താണ് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല. സോ ബിവെയർ, അല്ലെങ്കിൽ എന്താണ് റിസ്ക് ഏറ്റെടുക്കാതിരിക്കുക, അതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. വേൾപൂൾസ് ഉണ്ടാകും, സീ ആണ്, ഓഷ്യനാണ്, അതൊക്കെ ഓർത്തിട്ട് വളരെ എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കുന്ന രീതിയിൽ. ചാപ്റ്റർ ഏതാണ്? സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കണ്ടാവ് ആണ്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു സജഷൻ അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കുന്ന രീതിയിൽ എഴുതാനാണ്. മനസ്സിലായല്ലോ? സമ്മറി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, ഈ രീതിയിൽ കണക്ട് ചെയ്യാനും കൂടെ പഠിക്കണം. ഇതുപോലെ ഓരോ ചാപ്റ്ററിൽ നിന്നും ജനറൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനും ശ്രമിക്കണം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യെസ് രാഹുലിൻ്റെ കൂയ് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ ഗോകുൽ ചോദിച്ചല്ലേ, മറ്റേ നമ്മുടെ
ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. ഇവിടെ ഞാൻ വായിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നിട്ടുള്ളതല്ലേ. ബാബു, എ റെസ്ക്യൂ വർക്കർ ഹു ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ റീസെൻറ്റ് ഫ്ലഡ് ഡിസാസ്റ്റർ ഇൻ ട്രിവാൻഡ്രം വാസ് അപ്രീഷിയേറ്റഡ് ഫോർ ഹിസ് സിൻസിയർ സർവീസ് ബൈ ദ ഗവൺമെൻറ്. യു ഗെറ്റ് എ ചാൻസ് ടു ഇൻ്റർവ്യൂ ഹിം, റൈറ്റ് 4 questions you would ask. അപ്പം ഒരാൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് നടന്നിട്ടുള്ള ഒരു ഫ്ലഡ് ബേസ് ചെയ്തിട്ട് ഡിസാസ്റ്ററിൽ രക്ഷപ്പെടുത്തിയ അല്ലേ, ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ആക്റ്റീവ്ലി ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളുടെയാണ്. അയാളെ ഗവൺമെൻറ് ആദരിക്കാനായിട്ട് വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റുന്ന 4 questions. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? ബാബു, ഹൗ ആർ യു? യു ഹാഡ് യുവർ ലഞ്ച്? ഹു ഓൾ ആർ ദെയർ ഇൻ യുവർ ഫാമിലി? എന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ ചോദിക്കുക? പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഒരിക്കലും കൊണ്ടുവരാതിരിക്കുക. ഫ്രെയിം 4 questions എന്ന് വരുമ്പോൾ നമ്പർ തികയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 4 എഴുതി പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചോദിക്കരുത്. വളരെ ഫോർമലായിട്ട് ടു ദ പോയിന്റ് ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. സോ വാട്ട് ആക്ച്വലി, എങ്ങനെ ഒരു എക്സാമ്പിൾ ചോദിക്കാം? ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലോട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. നമുക്ക് എന്ത് ചോദിക്കാം? വാട്ട് ആക്ച്വലി മോട്ടിവേറ്റഡ് യു ടു എൻറ്റർ ഇൻ ടു ദ ഫീൽഡ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് നമുക്ക് ചോദിക്കാം. എന്താണ് ഇൻസ്പിറേഷൻ? എന്താണ് നിങ്ങൾക്ക് കിട്ടിയ മോട്ടിവേഷൻ? കാരണം ലൈഫ് സേവ് ആക്കിയിട്ട് എവിടെയെങ്കിലും ഇരുന്നാൽ പോരെ, മറിച്ച് ഈ ഒരു മാനേജ്മെൻറ്റിന് ബാക്കിയുള്ളവരുടെ ലൈഫ് റിസ്ക് ഏറ്റെടുത്ത് ലൈഫ് ഇതാക്കാൻ വാട്ട് മോട്ടിവേറ്റഡ് യു എന്ന് ചോദിക്കാം. ഇസ് ദർ എനി പേഴ്സണൽ ഇൻസിഡൻസ് ദാറ്റ് സ്ട്രൈക്ഡ് യു? ഇത് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് എന്തെങ്കിലും പേഴ്സണൽ വൈസ് നിങ്ങളെ ടച്ച് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സ്റ്റോറീസ് ഉണ്ടോ? ഏതെങ്കിലും ഒരു ഇൻസിഡൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ആ രീതിയിൽ വേണമെങ്കിൽ പേഴ്സണൽ ആകാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ്, പിന്നെ നമുക്ക് ചോദിക്കാം അല്ലേ, ആഫ്റ്റർ ഫേസിങ് ദിസ് ചലഞ്ച് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് അവർ വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇസ് നോട്ട് ദാറ്റ് അക്യുറേറ്റ്. സോ വാട്ട് ഡു യു തിങ്ക്? ഈവൻ ഇഫ് വി ഫേസ് ഡിസാസ്റ്റർ ലൈക്ക് ദിസ്, എന്താണ്, what do you think? Will the government be able to understand or try to limit the എന്താണ് പ്രോബ്ലംസ് കോസ് ബൈ ദിസ് ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ എന്താണ്, ടു ദ പോയിൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇവിടെ പേഴ്സണൽ ക്വസ്റ്റ്യൻസിന് ഒരു ചാൻസും ഇല്ല, പകരം ട്രൈ ടു മേക്ക് ഇറ്റ് വെരി പ്രൊഫഷണൽ. ഓക്കെ, ഈ ടൈപ്പ് വേണം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ. അതല്ലെങ്കിൽ സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് ഇൻ്റർവ്യൂവറും ഇൻ്റർവ്യൂവും തമ്മിലുള്ള കോൺവെർസേഷൻ തരും, ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, അതിന് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ആൻസർ എന്താണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ആ ആൻസർ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് വേണം ചോദിക്കാൻ. ക്വസ്റ്റ്യൻ വേറെ എന്തെങ്കിലും ആൻസർ ഏതെങ്കിലും അങ്ങനെ ആകരുത്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ കോൺവെർസേഷൻ മോഡലാണെങ്കിൽ ആൻസർ എന്താണ് പറയുന്നത് എന്ന് നോക്കിയിട്ട് വേണം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ. ഓക്കെ, അത്രയും ഓർക്കുക. മിസ്സി, ഹൗ ആർ യു? ഐ എം ഗുഡ്. സെനിയ, മിസ് ഈ നോട്ട്സ് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി, ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിൽ കയറിയാൽ മതി കേട്ടോ. അതെല്ലാം അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അമീനെ, ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. യു ഹാപ്പൻ ടു ട്രാവൽ അലോൺ ഫോർ ദ ഫസ്റ്റ് ടൈം വിതൗട്ട് യുവർ പേരൻസ്. റൈറ്റ് യുവർ ട്രാവൽ എക്സ്പീരിയൻസ് ഇൻ അബൌട്ട് 120 words. എങ്ങനെയുണ്ട്? പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഏതൊക്കെ ചാപ്റ്ററിൻ്റെ ഒരു കണക്ഷനായിട്ട് വരും? വേണമെങ്കിൽ സീഗളിൻ്റെ സ്റ്റോറി എടുക്കാം അല്ലേ, പേരൻസ് ഇല്ലാതെ ആദ്യമായിട്ട് പറഞ്ഞ സീഗളിൻ്റെ ഒരു കണക്ഷൻ വെച്ചെടുക്കാം. അതല്ലാതെ ട്രാവൽ എക്സ്പീരിയൻസ് ആയിട്ട് ട്രിപ്പ് ഓഫ് ലേഹോറിലെ എടുക്കാം, ഫിജിയൻ ലെജൻഡ് എടുക്കാം. അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ പലർതായിട്ടുണ്ട്, പക്ഷെ കണക്ഷൻ ഇങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് ഏറ്റെടുത്തിട്ട് ഒരു പുതിയ ക്വസ്റ്റ്യൻ ആക്കാനും പറ്റും. സോ റൈറ്റ് യുവർ ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണ് പറഞ്ഞത്. പേരൻസ് ഇല്ലാതെ ആദ്യമായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തപ്പം അപ്പോൾ എന്താണ്, നിങ്ങളുടെ ആ ഒരു ഇമോഷൻസും എക്സൈറ്റ്മെൻറ്റും പേടിയുണ്ടെങ്കിൽ അതെല്ലാം ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ആയി എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പേഴ്സണൽ എക്സ്പീരിയൻസ് ആണോ ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ആണ്, ഓർത്തോണേ. വരുൺ, ഹലോ വരുൺ, മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം ക്ലിയർ ആകുന്നുണ്ടല്ലോ. സോ traveling alone for the first time was both exciting and a bit scary. Going without my parents made me feel more grown up. Parents ഇല്ലാതെ ആദ്യമായിട്ട് പോയപ്പോൾ എന്തോ കുറച്ച് വളർന്ന ഒരാളെ പോലെയൊക്കെ എനിക്ക് തോന്നി. I had to figure out things like airports, flights and getting around in new places all on my own. സ്ഥലങ്ങൾ എവിടെയാണ്, പ്ലേസസ് എവിടെയാണ്, ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ്, അതെല്ലാം എനിക്ക് ഒറ്റ
ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നു because there is no one to help me out there. Sometimes things didn't go perfectly, like missing a flight or getting lost in the city. ചില സമയത്തെല്ലാം പക്കയായിട്ടൊന്നും പോയിട്ടില്ല, ചില സമയത്ത് ഫ്ലൈറ്റ് മിസ്സായിട്ടുണ്ട്, അങ്ങനെയുള്ള രീതിയിൽ. ഇതിപ്പോൾ എന്താണ്, ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നില്ല, നിങ്ങളിപ്പോൾ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു ട്രെയിൻ അല്ലെങ്കിൽ ഒരു ബസ് പിടിച്ച് പോയിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. പേരൻസ് ഇല്ലാതെ നിങ്ങൾ പോയപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്, അവിടെ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു കാഴ്ച കണ്ടു അതിൽ സ്ട്രൈക്ക് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും എഴുതാം. ഓക്കെ, all you have to remember is that it should be in your own words, like the first person narration. Hope it's clear to you all. Then but I learned a lot from those moments and felt more confident each time. പക്ഷേ ആ ഓരോ തവണയും ഓരോന്ന് പാളിച്ചകൾ ഉണ്ടായപ്പോഴും I became more confident and I had a thought that okay, I'm able to sort out these things. If some kind of problem happens, okay, I'm actually able to tackle these issues എന്നുള്ളത് എനിക്ക് മനസ്സിലായി. Exploring new places by myself was really cool. സ്വന്തമായിട്ട് ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് എക്സ്പ്ലോർ ചെയ്യുന്നത് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. I got to try new food and meet new people. പുതിയ കുറേ ടേസ്റ്റ് ഫുഡ് ഞാൻ എക്സ്പ്ലോർ ചെയ്തു, പുതിയ കുറേ ഫ്രണ്ട്സിനെ കിട്ടി, അങ്ങനെ വിച്ച് മെയ്ഡ് ദ ട്രിപ്പ് ഈവൻ മോർ ഫൺ. അതൊക്കെ പുതിയ ഓരോരോ എക്സ്പീരിയൻസ് വന്നപ്പോഴത്തേക്ക് അതൊക്കെ വലിയ തരത്തിലുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആയി മാറി. ഓവറോൾ ട്രാവലിംഗ് അലോൺ വാസ് എ ബിഗ് അഡ്വഞ്ചർ ദാറ്റ് ഹെൽപ് മീ ലേൺ എ ലോട്ട് അബൌട്ട് മൈസെൽഫ്. ഭയങ്കര ഒരു അഡ്വഞ്ചർ ആണെങ്കിലും എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ട്രാവലിംഗ് അലോൺ എന്ന് പറയുന്നത്. ട്രാവൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇവിടെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആരായിരുന്നു? കുറച്ച് മുന്നേ ഉള്ള കമൻറ്റ് സെക്ഷനിൽ ഉണ്ടായിരുന്നു ട്രാവൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ വരുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ ആണല്ലോ അല്ലേ? മനസ്സിലാവുണ്ടല്ലോ? യെസ്. ദെൻ I want work that will make me use my head and brain work. How far do you agree with a statement like this? Prepare a write up on your dream job ആണ്. യെസ്, സോ എനിക്ക് എൻ്റെ തലയും ബുദ്ധിയും ടാലൻറ്റും ഒക്കെ എടുക്കാൻ സാധിക്കുന്ന ഒരു ഡ്രീം ജോബ് എനിക്ക് വേണം. നിങ്ങൾ അതിനോട് എത്രത്തോളം യോജിക്കുന്നു? ഇത് ഡിബേറ്റ് ഒന്നുമല്ല, പക്ഷെ നിങ്ങളുടെ വ്യൂ പോയിന്റ് കാണിക്കുന്ന, നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ എക്സ്പ്രഷൻ ഓഫ് ഐഡിയാസ് ആൻഡ് തോട്ട്സ് ആണ് വേണ്ടത്. ഇതുപോലെയുള്ള പേഴ്സണൽ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ഇതിൽ ആൻസർ മാർക്ക് ചെയ്യുന്നത് ഇസ് ബേസ്ഡ് ഓൺ ഓർഗനൈസേഷൻ ഓഫ് യുവർ ഐഡിയാസ്. നിങ്ങൾ എങ്ങനെയാണ് ഇതുപോലുള്ള ഐഡിയാസ് ഓർഗനൈസ് ചെയ്യുന്നത്, നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റീവ് പ്രൊഡക്ടിവിറ്റി ഓഫ് ലാംഗ്വേജ് എങ്ങനെയാണ്, അത് എത്രത്തോളം എക്സ്പ്രസ് ചെയ്തു ഇൻ എ വെരി ഫ്രൂട്ട്ഫുൾ വേ, ഇത്രയും കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് മാർക്ക് കിട്ടുന്നത്. ഓക്കെ, അത് ഓർത്ത് വെച്ചോണം. മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ്, യുവർ യൂസേജ് ഓഫ് ലാംഗ്വേജ് ആൻഡ് how you were able to express it in a very creative and productive way. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. വേറെ ഒന്നിനെ കുറിച്ചും ടെൻസ്ഡ് ആവേണ്ട ഇതുപോലുള്ള ജനറൽ ക്വസ്റ്റ്യൻസിന്. ഓക്കെ, യെസ്. ഇതുപോലെ ഒരു എക്സാമ്പിൾ മാത്രമാണ് തന്നിരിക്കുന്നത്. I believe that having a job that challenges and excites your mind is a great goal. For me, finding a career where I can use my skills and knowledge to the fullest is really important. എന്നെ സംബന്ധിച്ചിടത്തോളം your personal experience ആണ് ചോദിക്കുന്നത്, അതുകൊണ്ട് തന്നെ your viewpoint ആണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ for me, according to me തുടങ്ങിയ യൂസേജസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. My dream job would involve solving problems, being creative and always learning new things. I imagine working in a lively place where I can analyze tough issues, comes up with new ideas and work with different teams to reach our goals together. So ഒരു എങ്ങനെ ആയിരിക്കണം വർക്ക് എൻവയോൺമെൻറ്റ് എന്നുള്ളതും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇവിടെ അല്ലേ. In my ideal job, I would have chances to grow and learn more about things I'm interested in. I love taking on tough challenges and working on projects that make a positive differences in the world. So, ഈ ഒരു വേൾഡിൽ തന്നെ എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ സൊസൈറ്റിയിൽ ഞാൻ ചെയ്യുന്ന വർക്ക് എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും തുടങ്ങിയതിനെ ബേസ് ചെയ്തിട്ടും എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. I also really value being able to take charge of my work and come up with my own ideas. I do my best when I can think critically and try out new things without feeling restricted. Ultimately, my dream job is one where I can use my brain to the fullest, push myself to do better and make a real impact. I'm determined to find opportunities that match what I'm looking for and help me reach my goals. So, ഈ ഒരു രീതിയിൽ ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ് എങ്ങനെ വേണം നിങ്ങളുടെ ജോബ്, അതിൽ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ ബ്രെയിനും ഹെഡും യൂസ് ചെയ്യാൻ പറ്റും, എത്രത്തോളം ക്രിയേറ്റീവ് ആക്കും, അത് നമ്മുടെ സൊസൈറ്റിയിൽ എത്ര ഇമ്പാക്റ്റ് ആക്കും, അത് മാത്രമല്ല ചുറ്റും വർക്ക് ചെയ്യുന്ന ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് എങ്ങനെയായിരിക്കണം തുടങ്ങിയ എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ മെയിൻലി ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ് വന്നിട്ടുണ്ട്, നല്ല ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ഇത്രയും പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള റൈറ്റപ്പ് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും പറ്റും കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. ദെൻ Maggie and Miss Clifford always hope for better things in their life. Comment on the treatment of faith and aspiration in the story The Price of Lovers. The Price of Lovers in Mr. Guptയും മാഗിയും ക്യാരക്ടർ സ്കെച്ച് പ്രതീക്ഷിച്ചാണ് ഒട്ടുമിക്ക ഭാഗവും പ്രതീക്ഷിച്ച് പോവുക ക്വസ്റ്റ്യൻ. പക്ഷേ ഇവിടെ ദ തീം ഓഫ് ഫെയ്ത്ത്, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ആസ്പിറേഷൻ സ്റ്റോറിയാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരെണ്ണം വരികയാണെങ്കിൽ നോക്കിക്കേ. In The Price of Lovers, Maggie and Miss Clifford hope for better things in their lives. Despite facing tough times, they keep believing that things will get better. Maggie, a young girl, dreams of a brighter future, while Mrs. Clifford, despite her own struggles, stays positive and hopeful. Their faith and dreams help them keep going even when life is hard. The story shows how important it is to believe it's a better tomorrow, no matter what challenges we face. Maggie and Mrs. Clifford teach us that having hope and dreams can give us the strength to keep going even when things seem tough. എന്താണ് ഇവിടെ പറയുന്നത്? നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫെയ്ത്തും അതേപോലെ തന്നെ ആസ്പിറേഷനുമാണ് എങ്ങനെയാണ് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിൽ എക്സ്പീരിയൻസ് ചെയ്തത് എന്നുള്ള ക്വസ്റ്റ്യൻ എന്താണ്? മാഗി ആണെങ്കിലും മിസ്സസ് ക്ലിഫോർഡ് ആണെങ്കിലും ദി ആർ ഫേസിങ് ലോട്ട് ഓഫ് ചാലഞ്ചസ് ഇൻ ദിയർ ലൈഫ്. ഡിസ്പൈറ്റ് ദീസ് ചാലഞ്ചസ് അവരുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവാണ് അല്ലേ? അവരുടെ ബ്രദറിനെ കാണാനില്ല. അക്കോർഡിംഗ് ടു ഫോർ മിസ്സസ് ക്ലിഫോർഡ് അവരുടെ മകൻ മിസ്സിംഗ് ആണ്. പക്ഷേ ഷീ ബിലീവ്സ് ദാറ്റ് ഓക്കെ ഷീ ഈസ് സംവെയർ ഇൻ ദിസ് വേൾഡ് ഹീ സേഫ് എന്നുള്ള ഒരു ഹോപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു റിങ് കൊടുത്തിട്ട് ബ്രദർ എവിടെയുണ്ടെന്ന് ട്രേസ് ചെയ്യാൻ പറയുമ്പോൾ ഈവൻ ഇഫ് യു ആർ ലൈങ് ഇറ്റ്സ് ഓക്കെ, ഓൾ ഐ നീഡ് ഇസ് മൈ മദർ ബാക്ക് ടു ഹെർ ഓൺ ലൈഫ് എന്നുള്ള ഒരു കാര്യം മാഗി പറയുന്നുണ്ട്. സോറി. അറ്റ് ലാസ്റ്റ് നമ്മുടെ ബ്രദർ മരിച്ചു എന്ന് മനസ്സിലാക്കുമ്പോഴും അവിടെ സ്വന്തമായിട്ട് അധ്വാനിച്ച ആ ഒരു ഷെല്ലിങ് കൊടുത്തിട്ട് ദിസ് ഇസ് ടു ബൈ ഫ്ലവേഴ്സ് ഫോർ ദ ഗ്രേവ് അല്ലെ, ഫോർ മൈ ബ്രദേഴ്സ് ഗ്രേവ് പ്ലീസ് ഡു ദാറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അവൾ അവിടെയും അധ്വാനിച്ച് നേടിയ ഒരു സാധനം സ്വന്തം ബ്രദറിന്, ഈവൻ ദോ ഹി ഈസ് ഡെഡ്, ഹി ഈസ് നോ മോർ, ഹി ഈസ് പ്രസൻറ്റിംഗ് ദാറ്റ് ഗിഫ്റ്റ് ടു ഹിസ് ബ്രദർ. ഇതൊക്കെ കാണിക്കുന്ന ഒരു ഫെയ്ത്ത്, ആസ്പിറേഷൻ, ഇതുപോലുള്ള തീംസാണ് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻ ദിസ് വേ യു ഹാവ് ടു കണക്ട് ദി ഐഡിയാസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ ടു ദി ആൻസർ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ. Nilharas, hi miss, hello dear, how are you? Class already ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. You succeeded in getting the first-hand information from the survivors of the Titanic. Prepare a newspaper report on the wreck of the Titanic on the night of April 14, 1912. Wreck of the Titanic summary മാത്രം പഠിച്ചിട്ട് പോയാൽ ഇതിനുള്ള ആൻസർ കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് എല്ലാ ചാപ്റ്ററിനും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ പറ്റുന്ന മെയിൻലി ആസ്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? ഇമെയിൽ, ലെറ്റർ റൈറ്റിംഗ്, നറേഷൻ അല്ലെങ്കിൽ റൈറ്റപ്പ്, യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ എന്താണ് ലെറ്റർ, ദെൻ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അല്ലെങ്കിൽ ലൈവ് TV റിപ്പോർട്ട്, ഏതെങ്കിലും ഒരു ചാപ്റ്റർ ബേസ് തന്നിട്ട് അതിൻ്റെ ഒരു ബ്ലർബ് റൈറ്റിംഗ്, ഇതൊക്കെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഓരോ ചാപ്റ്ററിൽ നിന്നും അങ്ങനത്തെ എല്ലാ ക്വസ്റ്റ്യൻസിനുമുള്ള സ്കോപ്പ് ഉണ്ട്. അത് നോക്കി വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ഈസി. അപ്പം ചെന്നിട്ട് അന്തം വിടേണ്ട കാര്യമില്ല. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയുന്നത്? ടൈറ്റാനിക്കിൻ്റെ ആ ഒരു തകർച്ചയുടെ സമയത്ത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ, വാട്ട് യു mean by primary source and secondary source of a newspaper report? അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഡയറക്റ്റ് വിറ്റ്നസിൻ്റെ കയ്യിൽ നിന്ന് ഇൻഫോർമേഷൻ കിട്ടുന്നതിനെയാണ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അതൊരാൾ പറഞ്ഞു, ആ കേട്ട ആളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്കത് കിട്ടുമ്പോഴത്തേക്ക് സെക്കൻഡ് ഹാൻഡ്. ഇതെന്ന് പറയുന്നത് വിറ്റ്നസ് ചെയ്തിട്ടുള്ള ആളുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അത് നിങ്ങൾക്ക് കിട്ടി. അതിനെ ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു റിപ്പോർട്ട് അല്ലേ ഉണ്ടാക്കാനാണ്, April 14, 1912 ഉണ്ടായിട്ടുള്ള ആ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാനാണ് പറയുന്നത്. ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. ഫോർമാറ്റ് എന്താണ്? ടൈറ്റിൽ എന്ന് പറയുന്നത് വളരെയധികം ക്യാച്ചി ആയിരിക്കണം, ഷോർട്ട് ആയിരിക്കണം, ടു ദ പോയിന്റ് ആയിരിക്കണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എന്ത് വേണം? ലൈക്ക് ആരാണ് എഴുതുന്നത്? സ്റ്റാഫ് റിപ്പോർട്ടറിനോ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റിനോ എഴുതുക. ദെൻ പ്ലേസ്, ഡേറ്റ് കൊടുക്കുക. ഫസ്റ്റ് പാരഗ്രാഫ്, സെക്കൻഡ് പാരഗ്രാഫ്, തേർഡ് പാരഗ്രാഫ് which is a conclusion. First paragraph should contain answers to 5 W's and 1 H. What, where, why, when, who and how എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ വേണം എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്.
ഇവിടെ സബ് ഹെഡ്ലൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാൻഡ് അക്കൗണ്ട്സ് ഫ്രം സർവൈവേഴ്സ് റിവീൽ എന്താണ് ഹെറോയിങ് നൈറ്റ്സ് ഓഫ് April 14, 1912. ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ ആണ്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുടെ ആ ഒരു ഭയങ്കര പേടിപ്പെടുത്തുന്ന ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആണെന്നുള്ളത് എടുത്ത് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ന്യൂസ് പേപ്പർ കിട്ടിയിട്ടുണ്ട്, കാരണം അത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ ആണെന്ന് ക്വസ്റ്റനിൽ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഇമ്പാക്റ്റ് കൊടുക്കുക. ദെൻ ദ ടൈറ്റാനിക് തോട്ട് ടു ബി അൺസിങ്കബിൾ സ്ട്രക്ക് an iceberg on April 14, 1912, causing chaos among passengers and crew. So ഒരിക്കലും മുങ്ങില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു ടൈറ്റാനിക്കിൻ്റെ ദാരുണ അവസ്ഥയാണ് ഇവിടെ പറയുന്നത് അല്ലേ. ഐ വിറ്റ്നസ്സസ് ഡിസ്ക്രൈബ് സീൻസ് ഓഫ് പീപ്പിൾ സ്ക്രാംബ്ലിംഗ് ഫോർ ലൈഫ് ബോട്ട്സ് ആസ് ദ ഷിപ്പ് ടൈറ്റിൽ ആൻഡ് സാങ്ക് ഇൻ ടു ദ ഐസി വാട്ടേഴ്സ് ഓഫ് ദ നോർത്ത് അറ്റ്ലാന്റിക്. ഓവർ 1,500 lives were lost, but many acts of heroism were reported as people tried to save others. So ഇതൊരു ഐസ്ബർഗിൽ തട്ടിയിട്ട് അത് തകരാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് എങ്ങനെയാണ് ആൾക്കാർ ജീവന് വേണ്ടിയിട്ട് ലൈഫ് ബോട്ട്സിലേക്ക് കുതിച്ചത്. പക്ഷേ ആ ഒരു ക്യാപ്റ്റൻ്റെയും ക്രൂവിൻ്റെയും ആ ഒരു ഹീറോയിസം കാരണം ഒരുപാട് ലൈഫ് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെങ്കിലും 1,500 ഓൾമോസ്റ്റ് 1,500 ഡിയർ ആൻഡ് നിയർ വൺസ് നമുക്ക് നഷ്ടപ്പെട്ടു അല്ലേ. Then the other ships arrived to rescue survivors, highlighting the importance of emergency response in maritime disasters. So maritime related to sea, oceans ഒക്കെയുള്ള ആ ഒരു ഡിസാസ്റ്റേഴ്സ് വരികയാണെങ്കിൽ എത്രത്തോളം വിജിലൻ്റ് ആണ് നമ്മുടെ മാരിടൈം സിസ്റ്റം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലായതാണ്. ഒരു അലാർമിംഗ് സൗണ്ട് കിട്ടിയപ്പോഴത്തേക്ക് എങ്ങനെയാണ് ബാക്കി ഷിപ്സ് വന്ന് ബാക്കിയുള്ളവരുടെ ലൈഫ് ബോട്ട്സ് ആയിട്ട് സെർവ് ചെയ്തത് എന്നുള്ളത്. This even serves as a somber reminder of the fragility of life and the need for safety precautions in all forms of travel. നമ്മുടെ ആ ഒരു ലൈഫിൻ്റെ ആ ഒരു ഫ്രജാലിറ്റി അല്ല എത്രത്തോളം ഉണ്ട്, ടെമ്പററി ആണ്, ഒന്നും പെർമനൻ്റ് അല്ല എന്ന് കാണിക്കുന്ന ആ ഒരു ബോധം നൽകുന്നതിനോടൊപ്പം തന്നെ എത്രയൊക്കെ സേഫ് ആണെന്ന് പറഞ്ഞാലും ശരി, ഒരു ട്രാവലിന് നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം, ഇതുപോലെ ഒരു ഡിസാസ്റ്റർ വരികയാണെങ്കിൽ അതെങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്യണം തുടങ്ങിയ കാര്യത്തെക്കുറിച്ചും കുറച്ച് ഐഡിയാസ് തരാൻ ഹെൽപ്പ് ചെയ്തു എന്നുള്ള രീതിയിൽ ജനറൽ കമൻറ്റ് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കൃത്തിക്കിൻ്റെ ഫ്രണ്ടാണോ റിജു? ഹലോ റിജു. കൃത്തിക് ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ ഫുൾ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഇപ്പം കൃത്തിക്കിനെ കാണുന്നില്ല, നെറ്റിൻ്റെ ഇഷ്യൂ വന്നോ എന്നറിയില്ല, ഇടയ്ക്ക് പറയാറുണ്ട് നെറ്റ് പോയി മിസ് എന്നുള്ളത്. എനിവേ റിജു, വെൽക്കം ടു എലാൻസ് ട്യൂഷൻ. ഓക്കെ, നമ്മുടെ 6:30 PM ആകുമ്പം എല്ലാത്തിനും കറക്റ്റായിട്ടുള്ള മിനി മാരത്തോൺ ഉണ്ടാവും. മിനി മാരത്തോൺ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു സൂപ്പർ മാരത്തോൺ ഉണ്ടാവും. ആ മാരത്തോൺ കഴിഞ്ഞ് എക്സാമിൻ്റെ മുന്നേ ആയിട്ട് അന്നത്തെ ദിവസം തന്നെ അതിരാവിലെ എന്തുണ്ടാവും, ബൂസ്റ്റർ സെക്ഷൻ ഉണ്ടാവും. ഇത്രയും കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്, മാർക്സ് എല്ലാം സെറ്റാണ് കേട്ടോ. ഓക്കെ, യെസ്. ഷഹാനി, ഗ്രാമർ കുറച്ച് സീനാണ് മിസ്സേ, ഡോണ്ട് വറി. ഗ്രാമറൊക്കെ ഓരോ ദിവസവും ഓരോ ആസ്പെക്റ്റ് ആയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് ഗ്രാമർ, സമ്മറി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ലൈക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ അങ്ങനെ ഓരോന്നായിട്ടാണ്. ഇതെല്ലാം ഇനിയും റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഷഹാനി, ഡോണ്ട് വറി. ഓക്കെ, യെസ്. സോ ആർട്ടിക്കിളിൽ ട്രാവൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പലത് വരും എന്ന് പറഞ്ഞല്ലോ. അതിൽ നിന്ന് എത്രാമത്തെ, ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 3rd കാറ്റഗറിയാണ് ഡിസ്കസ് ചെയ്യുന്നത്, ട്രാവൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ. റിജു അല്ല, അമോഗാണ്. ഓക്കെ, അമോഗ് എന്നാണ് പ്രൊനൗൺസിയേഷൻ. ഓക്കെ, എനിവേ, ഓക്കെ, വെൽക്കം. ആരാണെങ്കിലും വെൽക്കം. ഋത്തിൻ്റെ ഫ്രണ്ടാണല്ലേ. ഓക്കെ. സോ ട്രാവൽ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ലൈക്ക് ഒരു ട്രാവലോഗ് ചോദിക്കാം. അതേപോലെ തന്നെ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ പേരൻസ് ഇല്ലാതെ ട്രാവൽ ചെയ്തപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ചോദിക്കാം. ഇവിടെ വന്നിരിക്കുന്നത് ഒരു ആർട്ടിക്കിൾ റൈറ്റിംഗ് ആണ്. ആൻഡ് വേറെ ഒരു ആസ്പെക്റ്റ് ആണ് അല്ലേ ചോദിച്ചിരിക്കുന്നത്, ട്രാവൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ. നമുക്ക് അറിവ് നൽകുന്ന ഒരു സോഴ്സ് ആയിട്ട് ട്രാവലിനെ കാണുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ആർട്ടിക്കിൾ റൈറ്റിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു കോൺസെപ്റ്റാണ്, ഒരു തീമാണ്, പക്ഷേ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആസ്ക്ഡ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നോക്കിക്കേ, ഏതൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലൈക്ക് ഡിസ്കവറിങ് ദ വേൾഡ്, വൈ ട്രാവൽ ഇസ് എ ഗ്രേറ്റ് ടീച്ചർ. നമ്മൾ വേൾഡ് ഡിസ്കവർ ചെയ്യാണ്, എന്തുകൊണ്ട് ട്രാവൽ എന്ന് പറയുന്നത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടീച്ചറാണ്, എന്ത് അറിവ് തരുന്നു എന്നുള്ളതിനെക്കുറിച്ച് സ്ട്രൈക്കിംഗ് ആയിട്ടൊരു ഹെഡിങ് കൊടുക്കുക ആർട്ടിക്കിൾ റൈറ്റിങ്ങിന് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ദെൻ ട്രാവലിംഗ് ടു ന്യൂ പ്ലേസസ്, പോയിന്റ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ട്രാവലിംഗ് ടു ന്യൂ പ്ലേസസ് ലൈക്ക് ഗോയിങ് ഓൺ എ ബിഗ് അഡ്വഞ്ചർ വെയർ വി ലേൺ ലോട്ട്സ് ഓഫ് കൂൾ തിങ്സ്. ലെറ്റ്സ് സീ വൈ ട്രാവലിംഗ് ഇസ് സോ ഓസം. ലൈക്ക് മീറ്റിംഗ് ന്യൂ പീപ്പിൾ, പുതിയ ആൾക്കാരെ കാണാൻ പറ്റും, പുതിയ ഫ്രണ്ട്സിനെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ലേണിംഗ് ലാംഗ്വേജസ്, ഓരോ സ്ഥലത്ത് എല്ലായിടത്തും, ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്ന നമ്മൾ നോർത്തിൽ പോയാൽ മലയാളം സംസാരിക്കുമോ, എബ്രോഡ് പോയാൽ മലയാളം സംസാരിക്കുമോ, ഇവിടെയൊക്കെ ഓരോരോ ലാംഗ്വേജ് ആണ്. ഈവൻ തമിഴ്നാട്ടിലോട്ട്
തൊട്ടപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ എന്താണ്, തമിഴാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്, കന്നഡ വരും, തെലുങ്ക് വരും. ഇതൊക്കെ ഇൻഫോർമേഷനാണ്, നോളജാണ് അല്ലേ, പുതിയ അറിവ് കിട്ടുന്നതാണ്, പുതിയ ആൾക്കാരെ കിട്ടുന്നതാണ്. ഇതുപോലെ അറിവും ലാംഗ്വേജും ഫുഡും ഒക്കെ ടേസ്റ്റ് ചെയ്യുമ്പോൾ പുതിയ കൾച്ചർ നമ്മൾ പഠിക്കും. ഇതൊക്കെ എന്താണ്, ഇൻഫോർമേഷനാണ് അല്ലേ, എഡ്യൂക്കേഷനാണ്. നമ്മൾ ലൈഫ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തെയാണ് പഠിക്കുന്നത്, സിലബസ് അല്ല. വി ആർ നോട്ട് ഗെറ്റിംഗ് റെഡി ഫോർ എ യൂണിവേഴ്സിറ്റി ബട്ട് ഫോർ ദ യൂണിവേഴ്സ് അല്ലേ. നമ്മൾ ഒരു യൂണിവേഴ്സിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള യാത്ര ചെയ്യുമ്പോൾ റെഡി ആകുന്നത്, അല്ലാതെ യൂണിവേഴ്സിറ്റി നോളജ് സിലബസ് ബേസ്ഡ് അല്ല. ഓക്കെ, ഇതുപോലുള്ള സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കോഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. Then seeing amazing places, പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുമ്പോഴത്തേക്ക് ഒരു റെജുവിനേഷൻ ഓഫ് സോൾ ആൻഡ് ബോഡിയാണ് അവിടെ ഇതാക്കുക അല്ലേ. ഒരു സ്ഥിരം പോകുന്ന ഒരു ഡെയിലി റൊട്ടീൻ മാറ്റി വെച്ചിട്ട് ഒരു പുതിയ എക്സ്പീരിയൻസ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്ക് റെജുവിനേഷൻ ഓഫ് ബോഡി ആൻഡ് സെൽസ്. ദെൻ ഗ്രോയിങ് ആസ് പീപ്പിൾ, ട്രാവലിംഗ് ഹെൽപ്സ് us become braver and more independent. നമ്മളെ ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് സഹായിക്കും. And taking care of our planet. When we travel, we also learn to take care of our earth. യാത്ര ചെയ്യുന്നതിലൂടെ പല അറിവും കൂടെ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര റിച്ചാണ് നമ്മുടെ ഈ ഒരു, അല്ലെങ്കിൽ സ്ഥിരം സ്കൂള് കോളേജ്, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് ട്യൂഷൻ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് എക്സ്പീരിയൻസ് ഉള്ളത്. പക്ഷേ ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കൂ, എന്തൊക്കെ കാഴ്ചകൾ, എന്തൊക്കെ എക്സ്പീരിയൻസുകൾ, എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആവും, എത്രത്തോളം അറിവുകൾ കിട്ടും അല്ലേ. നമ്മുടെ സെൻസസ് എല്ലാം ഒന്ന് ഉണരും അല്ലേ. സോ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് we will be able to know, അല്ലെങ്കിൽ we will be at least trying to do something for our mother earth. ഭൂമിയെക്കുറിച്ച്, നമ്മുടെ നാടിനെക്കുറിച്ച്, എർത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളും നമുക്ക് മനസ്സിലാകും. ഓക്കെ, ഇറ്റ് ലൈക്സ് ബീങ് സൂപ്പർ ഹീറോസ് ഫോർ ദ പ്ലാനറ്റ്. നമുക്ക് എന്താണ്, നമ്മുടെ സൂപ്പർ ഹീറോസ് ആയി മാറും, പ്ലാനറ്റിനെ രക്ഷപ്പെടാൻ. ഇതൊക്കെ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ ട്രാവൽ എക്സ്പീരിയൻസസ് നമുക്ക് തരുന്നതാണ്. സോ ലെറ്റ്സ് പാക്ക് our bags and go on exciting adventures to learn, explore and make the world a better place. So striking ആയിട്ടൊരു കൺക്ലൂഷൻ ലെറ്ററും കൂടെ കൊടുക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ റൈറ്റിംഗ് സെറ്റ് ആണ്. സോ ദീസ് ആർ ദ പോയിന്റ്സ് ദാറ്റ് യു നീഡ് ടു ഡിസ്കസ് വൈൽ ആസ്കിങ് സം ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദ തീം അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഓഫ് ട്രാവലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് യു റിയലി എൻജോയ്ഡ് ദിസ് ക്ലാസ്. എന്തെങ്കിലും ഡൗട്ട്സോ ഏതെങ്കിലും ചാപ്റ്റർ വൈസോ അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻ വൈസോ സ്പെഷ്യൽ എംഫസിസ് വേണമെങ്കിൽ അതും അബൌട്ട് ദ ക്ലാസ് ടു യുവർ വാല്യുബിൾ കമൻറ്റ്സ് പ്ലീസ് ഡു ലെറ്റ് മീ നോ എന്താണ് കമൻറ്റ് സെക്ഷനിൽ കൂടെ. ആൻഡ് വീണ്ടും മിനി മാരത്തോണിൽ കൂടെ ചാപ്റ്റർ വൈസ് സമ്മറി നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നോട്ട്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.